ആണ് ക്ലാസ് നമുക്ക് വേണ്ടത്. ഒരാഴ്ച 12 മണിക്കൂർ ക്ലാസ് കിട്ടിയാലാണ്. മൂസിൻ സെറ്റായില്ലേ? മൂസിന് സെറ്റായില്ലേ? കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് റെഡിയായോ? ബുക്കൊന്നും എടുത്തതാ. ബുക്ക് ഞാൻ പറയുമ്പോൾ എടുക്കാം. നേരെ ക്ലാസ്സിൽ എഴുതിയിരിക്കുക. ഇതിനകത്ത് രസം വെച്ചാൽ നിങ്ങൾ ഈ ഓൺലൈൻ ക്ലാസ് ആണെന്നുള്ളൊരു ഫീല് നിങ്ങൾക്ക് ഇല്ല. ജസ്റ്റ് ശരിക്കും ഓഫ്ലൈൻ ക്ലാസ് പോലെ, ഒരു വെർച്വൽ ക്ലാസ് പോലെ തന്നെ യു ഹാവ് ടു ബി ദെയർ. ഓൺലൈൻ ആണല്ലോ പോക്കറ്റിൽ ഇട്ടുകൊണ്ട്. പണ്ട് നിങ്ങൾ 10ാം ക്ലാസ്സിൽ ഓൺലൈൻ ക്ലാസ് ഒക്കെ കേട്ടവരാണല്ലോ. ആ ഓൺലൈൻ ക്ലാസ്സിന്റെ ഒരു സ്ട്രക്ചറിൽ നമുക്കില്ല കേട്ടോ. നിങ്ങൾ ഫീൽ ചെയ്തോളും, ഞാൻ പറയേണ്ട ആവശ്യമില്ല. അപ്പൊ നിങ്ങളുടെ പാരന്റ്സ് മീറ്റിംഗ് വിളിച്ച് ഞാൻ കാര്യങ്ങൾ പറഞ്ഞ കുറച്ചങ്ങോട്ട് കഴിയട്ടെ എന്ന് ഓർത്തിരിക്കുക. കുട്ടികൾ കുറച്ച് പേരോട് അവിടെ നിന്നൊക്കെ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മളൊരു പാരന്റ്സ് മീറ്റിംഗ് വിളിക്കും. അപ്പോൾ ഞാൻ കൃത്യമായ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞുതരാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ പഠിക്കണ്ടാവും, അവർക്ക് കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടാവും. ഓക്കെ, ജസ്റ്റ് ഒന്ന് വീഡിയോ കട്ട് ചെയ്യാണ്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം 5 ചാപ്റ്റർ, 6ാമത്തെ ചാപ്റ്ററിലേക്ക് ഞങ്ങൾ ജസ്റ്റ് കടന്നു കഴിഞ്ഞ ആഴ്ച. അപ്പൊ നമ്മൾ ഓടിയെത്താനുണ്ട്, നമ്മൾ അതിന്റെ ഒപ്പം ഓടിയെത്താനുണ്ട്. സ്കൂളിൽ ഇതുവരെ കൃത്യമായ ഐഡിയ ആയിട്ടില്ല. ഇതിനകത്ത് ആരെങ്കിലും CBSE കാരുണ്ടോ? CBSE കാരുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്തേ. CBSE ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്തേ. CBSE ആരുമില്ല. സ്റ്റേറ്റുകാർക്ക് ഇതുവരെ സ്കൂൾ എന്നാ തുടങ്ങണമെന്ന് ഒരു ഐഡിയ ആയിട്ടില്ല. എന്ന് സ്കൂൾ തുടങ്ങണം എന്നുള്ള ഒരു ഐഡിയ പോലും ആയിട്ടില്ല. അത് ഐഡിയ ആവും, പക്ഷെ നമുക്ക് അത് വെച്ചോണ്ടിരുന്നുള്ള പ്രശ്നം എന്ന് പറയുന്നത്, നമുക്ക് അവസാന സമയത്ത് അപ്പൊ ഇവര് തുടങ്ങി കഴിയുമ്പോൾ ഒരു ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞ സാധനമൊക്കെ തരും. കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ വെച്ചിട്ട് അങ്ങോട്ട് പഠിച്ച ഒരു അവസ്ഥയായിരിക്കും. ഞാൻ പറയുന്നു, നിങ്ങൾ ട്യൂഷന് വന്നിരിക്കുകയാണെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കാൻ വന്നിരിക്കണല്ല. ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കാനിരിക്കുകയാണെങ്കിൽ എളുപ്പമുണ്ട്, എപ്പോൾ വേണമെങ്കിലും തുടങ്ങാം. ഏറ്റവും കുറവ് ക്വസ്റ്റ്യൻ ആൻസർ ആർക്ക് പഠിക്കാവോ അത്ര എളുപ്പമാണ്. പക്ഷെ ഇത് നമ്മളല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് സബ്ജക്റ്റ് പഠിക്കുക എന്നുള്ള. സബ്ജക്റ്റ് എങ്ങനെയാണ്, എന്താണ് ഫിസിക്സ് പഠിക്കുക, ഫിസിക്സിൽ എന്തൊക്കെ സിലബസിലുണ്ട്, അത് എങ്ങനെയാണ് കൃത്യമായി മനസ്സിലാക്കുക, എന്നിട്ട് അത് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുക. ഇതാണ് നമ്മുടെ മെത്തേഡ് ഓഫ് ലേണിംഗ്. നിങ്ങൾക്ക് വഴിയെ മനസ്സിലായിക്കോളൂ. അല്ലാതെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ ട്യൂഷൻ ആരും വരണ്ട. സബ്ജക്റ്റിനെ എങ്ങനെയാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത് അതേപോലെ തന്നെ പഠിക്കുക, അതേപോലെ മനസ്സിലാക്കി പഠിക്കുക. ഇതാണ് നമ്മുടെ ഉദ്ദേശം. ഞങ്ങൾ അതിന് E-ക്യൂബ് എന്നാണ് ആ ലേണിംഗ് സിസ്റ്റത്തെ വിളിച്ചിരിക്കുന്നത്. E-ക്യൂബ് എന്ന കുട്ടികളെ എക്യൂപ്പ് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക, എൻലൈറ്റൻ ചെയ്യുക. 3 സ്റ്റേജിൽ കൂടെയാണ് കുട്ടികളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ പഠിപ്പിക്കൽ ഇത് തന്നെ, പക്ഷെ അതിന് 3 സ്റ്റേജ് ഉണ്ടാവും. അതാണ് നമ്മുടെ മെത്തേഡ് ഓഫ് ലേണിംഗ്. ഓക്കെ, വഴിയ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പൊ ഫിസിക്സ് ആണ് നമ്മൾ തുടങ്ങാൻ പോണേ. ഫിസിക്സിന് ഒരു നോട്ട്ബുക്ക് വേണം, ടെക്സ്റ്റ് ബുക്ക് വേണം. ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ NCERT-യുടെ ടെക്സ്റ്റ് ബുക്ക് വേണം. ടെക്സ്റ്റ് ബുക്ക് കിട്ടാത്തൊരു പേടിക്കൊന്നും വേണ്ട. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. അപ്പോൾ പ്രശാന്ത് ലീന അങ്ങനെ 2-3 സൈറ്റുകളുണ്ട്. ആ സൈറ്റുകളിൽ PDF കിട്ടും. ആ PDFന്റെ 2 ചാപ്റ്റർ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വെക്കുക. കെമിസ്ട്രിയിലും അതുപോലെ തന്നെ, മാത്തമാറ്റിക്സിലും അതുപോലെ തന്നെ. പ്രത്യേകിച്ച് പറയേണ്ടതൊന്നുമില്ല. ഒരു 1ാമത്തെ ചാപ്റ്റർ തീരാറാകുമ്പോഴത്തേക്കും 2, 3 എടുത്ത് വെക്കുക. 2ാമത്തെ ചാപ്റ്റർ തീരാറാകുമ്പോഴത്തേക്കും 3, 4 എടുത്ത് വെക്കുക. അങ്ങനെ ഫോട്ടോസ്റ്റാറ്റ് നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി വേണം. അത് നിങ്ങളുടെ കയ്യിലുള്ള, അത് മിനിമം നിങ്ങൾക്ക് ഉണ്ടാവേണ്ട ഒരു അണ്ടർസ്റ്റുഡ് ആണത്. NCERT നോക്കിയിട്ടല്ല പഠിപ്പിക്കണേ, പക്ഷെ NCERT പ്രോബ്ലംസ് നമുക്ക് ചെയ്യാനുണ്ട്. NCERT ഓരോ വര വായിച്ചിട്ടൊന്നും, നമ്മൾ ഓരോ സെന്റൻസ് വായിച്ചൊന്നും പഠിപ്പിക്കില്ല. ഓക്കെ, ശരി. നിങ്ങൾക്ക് പലർക്കും അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. ട്രീസൊക്കെ എവിടെ കിട്ടിയാണ് അഡ്മിഷൻ? സെന്റ് അഗസ്റ്റിൻസില്. ശരി. ഫിദ? നായത്തോട്. മോള് ആണ് പറഞ്ഞത്. മോളുടെ മാമയാണ് ഇവിടെ റോയല്. ശരി. മുഹമ്മദ് ഇർഷാദ്? ഇർഷാദിന്റെ മുഖം എനിക്ക് കാണാൻ പറ്റുള്ളൂ. ക്യാമറ ബാക്കിലേക്ക് പോട്ടെ, മൊബൈല് ബാക്കിലേക്ക് പോട്ടെ. കുറച്ചുകൂടെ പോട്ടെ. മൊബൈല് പോട്ടെ. മൊബൈൽ ഇങ്ങനെ വെക്കാനല്ലോ നമ്മൾ പഠിപ്പിച്ചാകണേ. പോട്ടെ. ടേബിൾ അത്ര ഉള്ള വലിപ്പം? ഇർഷാദേ, ടേബിൾ അങ്ങനെയാണോ? ഞാൻ പറഞ്ഞത് എങ്ങനെ ഇരിക്കേണ്ടതെന്നറിയോ? നിങ്ങൾ ഇരിക്കുമ്പോൾ യഥാർത്ഥം നിങ്ങൾ ഇരിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിവിടെ നിങ്ങളിങ്ങനെ ബാക്കിലേക്ക് ഇരുന്നിട്ട് മുഖം കണ്ടിട്ട് കാര്യമില്ല. നിങ്ങൾ ബുക്ക് ഉണ്ടല്ലോ, നിങ്ങൾ എല്ലാവരും ബുക്കിലേക്കൊന്ന് കൈവച്ചേ. ബുക്കിൽ കൈവച്ചിട്ടുണ്ട്. ഈ ബുക്കിലേക്ക് കൈവച്ച് കഴിഞ്ഞാൽ എനിക്ക് മുഖവും കാണണം, ഈ ബുക്കും കാണണം, 2 കൈയും കാണണം. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇരിക്കുന്നത് ഫിദയുടെ ബാക്കിലേക്ക് പോകാനുണ്ട്, എല്ലാവരും ബാക്കിലേക്ക് പോകാനുണ്ട്. ട്രീസയുടെ ബാക്കിലേക്ക് പോകാനുണ്ട്, അമാന അബ്ദുൽ റഷീദിന്റെ ബാക്കിലേക്ക് പോകാനുണ്ട്, ഐഷ തസീമിന്റെ ബാക്കിലേക്ക് പോകാനുണ്ട്.
അർഷദ് മുഹമ്മദ് ഇരിക്കുന്നതിന്റെ ലൈറ്റ് നിന്റെ മുഖത്തടിക്കണം, അല്ലാതെ ലൈറ്റ് ബാക്കിൽ വരരുത്. ഷാമിൻ ഷെഹ്റജിന്റെ വലിയ കുഴപ്പമില്ല, ഷാമിൻ ഷെഹ്റജിന്റെ കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ട്. ദുൽഫിക്കർ അല്ലേ, എന്താ പേര്? ദുൽഫുക്കാറിന്റെ ഓഫ് ചെയ്യാം, പറയാം, സൗണ്ട് ഓഫ് ചെയ്യാം. ഒന്ന് നിനക്ക് ഇയർഫോൺ വേണം, അതുകൊണ്ടാണ് എക്കോ ഞാൻ കേൾക്കണേ. ഇയർഫോൺ നിർബന്ധമാണ്, ഇല്ലെങ്കിൽ ഞാൻ എക്കോ കേട്ടോണ്ടിരിക്കും, ഞാൻ അവിടെ പറയുന്നത് തിരിച്ചു കേട്ടോണ്ടിരിക്കും. പിന്നെ ക്യാമറ ബാക്കിലേക്ക് പോകണം, ക്യാമറ ബാക്കിലേക്ക് കുറച്ചുകൂടെ പോകണം, എന്നിട്ട് ഇരിക്കുന്ന ക്ലാരിറ്റി വേണം. ഫിദയുടെയൊക്കെ പോകണം കേട്ടോ, ഇനിയും പോകണം. നിങ്ങൾ ഉദ്ദേശിക്കും പോലെ ധാരാളം പോകാനുണ്ട്, പോണം. ഞാൻ ഓഫീസിൽ പറഞ്ഞ് സെറ്റ് ചെയ്തോളാം. ഇങ്ങനെയൊന്നും അല്ല നമ്മൾ ഉദ്ദേശിക്കണേ, ഇങ്ങനെയൊന്നും അല്ല. എത്രത്തോളാന്ന് വെച്ചാൽ എങ്ങനെ ഇപ്പൊ ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് ഓഫീസിൽ നിന്ന് വിളിച്ച് കാണിച്ചു തന്നോളൂ. അത്രയും ബാക്കിലേക്ക് പോകണം, ഷാമിന്റെയും കുറച്ചുകൂടെ ബാക്കിലേക്ക് പോകണം. എന്നിട്ട് മൊബൈലിൽ നിങ്ങൾക്ക് വളരെ കുറച്ചാണ് ഇങ്ങനെ ക്വസ്റ്റ്യൻ ആൻസർ ഒന്നും മൊബൈലിൽ നോക്കി ഇങ്ങനെ എഴുതാണ്ടാവില്ല. അപ്പൊ മൊബൈൽ വളരെ ദൂരെ നിൽക്കണം. ഇസ് എ നെസസറി ഈവിൾ, മൊബൈൽ ഈസ് എ നെസസറി ഈവിൾ ആണ്. പിന്നെ മനസ്സിലാക്കുള്ളൂ, അത്യാവശ്യമുള്ള പിശാചാണ് മൊബൈല്, വളരെ അത്യാവശ്യമുള്ള പിശാചാണ്. സോ വി ഹാവ് ടു കീപ് എ ഡിസ്റ്റൻസ്, റൈറ്റ്? വി ഹാവ് ടു കീപ് യുവർ ഡിസ്റ്റൻസ്, റൈറ്റ്? ശരി, ബാക്കി നിങ്ങൾ സെറ്റ് ചെയ്തോളൂ. ബാക്കി നിങ്ങൾക്ക് ഓഫീസിൽ നിന്ന് വിളിച്ച് സെറ്റ് ചെയ്യാനുള്ളത് സെറ്റ് ചെയ്തോളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി 3 ദിവസം നിങ്ങൾ പഠിച്ചു. ഇനി നമുക്ക് ഫിസിക്സ് ആണുള്ളത്. ഒരാഴ്ച ഒരു സബ്ജക്റ്റ് ആണ്, അത് കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. ഒരു കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയാണ് ഒരാഴ്ച ഒരു സബ്ജക്റ്റ് വെച്ചാകണത്. നിങ്ങൾക്ക് ഞാൻ ബോർഡ് പ്രസന്റ് ചെയ്യാം. ഫിസിക്സിന്റെ 1ാമത്തെ ചാപ്റ്റർ, ആരെങ്കിലും ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ? ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ. 1ാമത്തെ ചാപ്റ്ററിന്റെ പേരെന്താ? ഫിസിക്സിന്റെ ആരാ പറഞ്ഞേ? ആരെങ്കിലും ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ? ഒന്ന് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ ആരുടെ കയ്യിൽ? ആരുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. ആ ആ ആ അനന്തു എന്ന് പറഞ്ഞ അനന്തുവേ, ഫസ്റ്റ് ചാപ്റ്റർ നോക്കി പോലെ പേരൊന്ന് വായിച്ചേ. ഫസ്റ്റ് ചാപ്റ്റർ ഫിസിക്കൽ വേൾഡ് എന്നാണ്. ശരി, ഓക്കെ ട്രീസ, ഓക്കെ ഫിസിക്കൽ വേൾഡ്. ഞാൻ പിന്നെ ഹാൻഡ് റൈസ് ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെയാട്ടോ പിള്ളേർ ഹാൻഡ് റൈസ് ചെയ്യണ്ടേ. ഈ മൊബൈലിലെ ഹാൻഡ് റൈസ് ഉള്ള ഓപ്ഷൻ നമ്മൾ വേണ്ട, അത് നമ്മൾ ഉപയോഗിക്കാറില്ല. ഇങ്ങനെ പിടിച്ചാൽ മതി, ഇങ്ങനെ പിടിക്കണം. ആർക്കറിയാവുന്നതെന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ നമ്മൾ എടിച്ച് നിൽക്കുന്നതിന് പകരം നമ്മളിങ്ങനെ ക്യാമറയിൽ ജസ്റ്റ് ഇങ്ങനെ റെസ്പോൺസ് ആണ് എപ്പോഴും. അറിയില്ലെങ്കിൽ അറിയില്ല, അറിയാമെങ്കിൽ ജസ്റ്റ് ഓക്കെ. ഓക്കെ, ഫിസിക്കൽ വേൾഡ് ആണ്, ഫിസിക്കൽ വേൾഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, നോക്കിയോ പിള്ളേരെ, അതായത് ഫസ്റ്റ് ചാപ്റ്റർ ഒന്നും പഠിക്കാനില്ല, ഇൻട്രൊഡക്ഷൻ ആണ്. എന്താണ് ഫിസിക്സ് എന്നാണ് അവരെ പറയണേ. ഫിസിക്സ് എന്താണ് ആർക്കെങ്കിലും പറയാണ്ടോ? ഈ സയൻസ് എന്ന് പറഞ്ഞ സാധനം, സയൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ജസ്റ്റ് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാൻ റെഡി ആക്കുന്നത്. എന്താണോ അറിയാവുന്നത് അതാണ് പറയേണ്ടത്. നിങ്ങളെ ഇനി പഠിപ്പിച്ച് ഞാൻ ട്രാക്കിൽ എടുക്കാൻ ഒരു 2 മാസമെങ്കിലും നിങ്ങൾ ഓൺലൈൻ ക്ലാസ് നമ്മൾ എടുക്കുമ്പോഴേ നിങ്ങൾ നമ്മുടെ ട്രാക്കിൽ വരുള്ളൂ. അതുവരെ ഞാൻ നിങ്ങൾ ഇൻസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇൻസ്ട്രക്ട് ചെയ്ത് നിങ്ങൾ ആ ഓൺലൈൻ ക്ലാസിന്റെ സ്ട്രക്ചറിലേക്ക് നിങ്ങൾ വരണം. ബിക്കോസ് 2 കൊല്ലം നിങ്ങൾ പഠിച്ചത് ഓൺലൈൻ ക്ലാസ് അല്ല, അത് ചുമ്മാ തട്ടിപ്പ് ക്ലാസ് ആണ്. ചുമ്മാ ഇങ്ങനെ ആരെങ്കിലും ടീച്ചർ എന്തെങ്കിലും എടുക്കും, ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും പഠിക്കാം. അപ്പൊ ഇതിപ്പോ എന്തായാലും ഓൺലൈൻ ക്ലാസ് ആണ്. ഈ ഓൺലൈൻ ക്ലാസ്സിൽ നമ്മൾ സ്ട്രക്ചർ ഉണ്ട്, നമ്മൾ സോഫാർ വിജയിച്ച സ്ട്രക്ചർ ഉണ്ട്. അതിൽ നിങ്ങൾ കയറണം. അതുവരെ നമ്മൾ ഇൻസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കും. എന്തൊക്കെ ചെയ്യണം, ഇങ്ങനെയൊക്കെ ചെയ്യണം, ക്യാമറ എങ്ങനെ വെക്കണം, പരീക്ഷ എങ്ങനെ എഴുതണം, ബൈ വീക്കിലി എങ്ങനെ എഴുതണം, എക്സാം പേപ്പർ എങ്ങനെ സബ്മിറ്റ് ചെയ്യണം, എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും. ചോദ്യം ചോദിക്കുമ്പോൾ എങ്ങനെ ആൻസർ ചെയ്യണം, വീഡിയോ എപ്പോഴാണ് ഓഫ് ആക്കണ്ടേ, അത് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയാ. കുറച്ച് നാളത്തേക്ക് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, പേടിപ്പിക്കും, നിങ്ങളെ ഒച്ചെടുക്കും, വഴക്കുണ്ടാക്കും, വീട്ടിലേക്ക് വിളിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ശരിയാവും, നിങ്ങൾ ട്രാക്കിലേക്ക് കയറും കേട്ടോ. ഓക്കെ, ശരി. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറഞ്ഞത് ഇതാണ്. സയൻസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് ആർക്കാ പറയാവുന്നത്? ജസ്റ്റ് ഒന്ന് ആരെങ്കിലും ഒന്ന് ജസ്റ്റ് ആൻഡ്രൈസ് ചെയ്ത്. സയൻസ് എന്താന്ന് പറയാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടോ? സയൻസിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ എന്ത് പറയും? സയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ബോർഡ് നിങ്ങൾക്ക് കാണാം, ഐ ഫീൽ. ബോർഡ് കാണുന്നില്ലെങ്കിൽ പറയണം കേട്ടോ. ഓക്കെ, ബോർഡ് കാണാം, റൈറ്റ്. സയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ആരെങ്കിലും പറയാം സയൻസിന്റെ അർത്ഥം? ആർക്കും അറിയില്ല. ഒന്ന് പറഞ്ഞു നോക്കിയേ. ദുൽഫുക്കർ ഒന്ന് പറഞ്ഞേ. ദുൽഫുക്കാറെ, സയൻസ് ഓ നിന്റെ എക്കോയാണ്. ഇയർഫോൺ ഇല്ലേ? എടുത്തോ, ഇയർഫോൺ ഉപയോഗിക്കുക. വീഡിയോ ഓഫ് ആയിക്കോട്ടെ. വേണ്ട, നീ പോയി എടുത്തോണ്ടില്ല, ഒരു പ്രശ്നമില്ല.
ഒന്ന് പറഞ്ഞ അനന്തുവേ, അനന്തു ഒന്ന് പറഞ്ഞു അനന്തുവേ, ഈ സയൻസ് ഇത്രയും നാട് പഠിച്ചില്ലേ മോനെ? നമ്മൾ എന്താ ഈ സയൻസ്, എന്താ ശരിക്കും സയൻസ്? എന്താ പഠിച്ച സയൻസിൽ? പണ്ട് ചെറിയ ക്ലാസ്സിൽ സയൻസ് പഠിച്ചു, എന്താ? ഭൂമിയെ കുറിച്ച് പഠിച്ചു, ഭൂമിയെ കുറിച്ച് പഠിച്ചു, അബ്സല്യൂട്ട്ലി. മനുഷ്യനെ കുറിച്ച് പഠിച്ചു, മനുഷ്യനെ കുറിച്ച് പഠിച്ചു, അബ്സല്യൂട്ട്ലി. മൃഗങ്ങളെ കുറിച്ച് പഠിച്ചു. അതെ അതെ, മൃഗങ്ങളെ ബയോളജി പഠിച്ചു. അവൻ ഉദ്ദേശിക്കുന്നത് അതാണ്, ബയോളജിയിൽ പഠിച്ചു. ഫിസിക്സിൽ എന്തൊക്കെ പഠിച്ചു? ഭൂമിയെ കുറിച്ച് പഠിച്ചു ഫിസിക്സിൽ. പിന്നെ ഓരോ സയൻസിന്റെ മെത്തേഡ്, ഓരോ ലോയൊക്കെ പഠിച്ചു. എന്തിനെ കുറിച്ച് ലോയൊക്കെയാ പഠിച്ചേ? എന്തെങ്കിലും ഓർത്തെടുക്കാൻ നോക്കിയേ, ഒന്ന് പറഞ്ഞേ, ഒരു ലോ പറഞ്ഞേ ഷാമിനെ. ഇത്രയും നാള് പഠിച്ച എന്തെങ്കിലും ഫിസിക്സിലെ ഒരു ലോ പറഞ്ഞേ, എന്തെങ്കിലും ലോ, എന്തെങ്കിലും സംതിങ് റിലേറ്റഡ്. ഈ മിസ്റ്റർ പോയിട്ടില്ല, ഈ ബെല്ല് വർക്കിയല്ലേ? ഞാനൊന്ന് ഓഫ് ചെയ്താട്ടെ പിള്ളേർ വീഡിയോ. ഒന്ന് പറഞ്ഞടാ, ഒന്ന് പറഞ്ഞ, ആരാ പറഞ്ഞേ? ഒന്ന് പറഞ്ഞേ ഷാമിനെ ഒന്ന് പറഞ്ഞേ, ചുമ്മാ പറഞ്ഞോ, നിനക്ക് തോന്നിയത് പറഞ്ഞോ. ഞാൻ ഇന്നലെ പഠിപ്പിച്ച ക്വസ്റ്റ്യൻ ആൻസർ ഒന്നുമല്ല, നീ പേടിക്കണ്ട. ഇന്നലെ പഠിപ്പിച്ച ക്വസ്റ്റ്യൻ ആൻസറാ ചോദിക്കണമെങ്കിൽ ഞാൻ അവിടെ പേര് എഴുതി വെക്കും, നിന്റെ പേരന്റിനെ വിളിക്കും. അതിപ്പോ നിനക്ക് ഇഷ്ടമുള്ള പറയാം. യു ക്യാൻ ഹാവ് യുവർ ആൻസർ. എന്തെങ്കിലും ഒരെണ്ണം പറഞ്ഞേ, ഫിസിക്സിൽ പഠിച്ച എന്തെങ്കിലും ഒരു ലോ വേണ്ട, എന്തെങ്കിലും ഫിസിക്സിൽ പഠിച്ച പറഞ്ഞേ. ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ? കുഴപ്പമില്ല. ഹർഷദേ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ. പറ്റണില്ല ഒന്നും. ഫിസിക്സിലെ ഒരു കാര്യം എന്താണ് പഠിച്ചത് എടുക്കാൻ പറ്റണില്ല. കുഴപ്പമില്ല, എനിക്ക് നിങ്ങളെ അറിയാൻ വേണ്ടിയാ. ആമിന എന്തെങ്കിലും പറ. ലൈറ്റിനെ കുറിച്ച് പഠിച്ചു, ബ്രില്യന്റ്, അബ്സല്യൂട്ട്ലി റൈറ്റ്. ലൈറ്റിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പഠിച്ചു. വേറെ എന്താ പഠിച്ച? ഐഷ തഹസീൻ എന്തിനെ കുറിച്ച്? സൗണ്ടിനെ പറ്റി പഠിച്ചു. സൗണ്ടിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. കണ്ടോ, ഒരാൾ ലൈറ്റ് പറഞ്ഞപ്പോഴാണോ അയ്യോ ലൈറ്റിന്റെ കൂടെ ഞാൻ സൗണ്ടും പഠിച്ചിട്ടുണ്ടല്ലോ എന്ന് ഐഷ ഓർക്കണേ. ശരി, വേറെന്താ ഐഷ പഠിച്ചേ? ലൈറ്റ് പഠിച്ചു, സൗണ്ട്, പിന്നെ ഫിസിക്സിൽ എന്തൊക്കെ പഠിച്ചു? മോഷനെ കുറിച്ച് പഠിച്ചു, അബ്സല്യൂട്ട്ലി. +1 ഞാൻ പഠിപ്പിച്ചല്ലേ ഐഷനെ? അല്ലല്ല, ഞാൻ ഇതിനകത്ത് കയറിയത്. ലോസ് ഓഫ് മോഷൻ. ശരിയാ. അതാണ് മോശം എന്ന് ഐഷ പറഞ്ഞത്. ശരി, സന സഹീർ, എന്താ നമ്മൾ എന്തെങ്കിലും ഓർക്കണ്ട? എനർജിയെ കുറിച്ച് പഠിച്ചു. എനർജിയെ എനർജിയുടെ എന്തായിരിക്കും പഠിച്ചു? ഓർക്കണ്ടോ? അങ്ങനെ ഓർക്കണ്ടോ? അതോ ഓർക്കല്ല? അങ്ങനെ ഓർക്കല്ല, കുഴപ്പമില്ല. ഇതൊന്നും ഓർത്തെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതിപ്പോ ഓർത്തെടുത്തേ നല്ല പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ നല്ല വർക്ക് ചെയ്യുന്ന കുട്ടികൾ ഇത് ഓർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ എന്തെങ്കിലും നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റണം. അത് നിങ്ങളാ പഠിക്കുന്ന സ്റ്റൈലിന്റെ പ്രശ്നം. നമ്മളെ ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചു, 8ാം ക്ലാസ് കഴിയുമ്പോൾ 8ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ ആൻസർ മറന്നുപോയി. 9 പഠിച്ചു കഴിയുമ്പോൾ 9നെ മറന്നുപോയി. ഒന്നും ഓർത്തെടുക്കാൻ പറ്റില്ല. എല്ലാം ഓർത്തെടുക്കാൻ പറ്റില്ല. പക്ഷെ ഒന്നും ഓർത്തെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ സംതിങ് റോങ് വിത്ത് ദ മെത്തേഡ് ഓഫ് ലേണിംഗ്. വിത്ത് ദ മെത്തേഡ് ഓഫ് ലേണിംഗ്, റൈറ്റ്? നമുക്ക് ശരിയാക്കാം, പേടിക്കണ്ട. സയൻസ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എടുത്തോ. ഒരു മിനിറ്റ് ക്യാമറ ഒന്ന് ക്ലിയർ ചെയ്യാനുണ്ട്. കേട്ടോ പിള്ളേരെ, പേടിക്കണ്ട, നോക്കട്ടോ, നിങ്ങൾ ബോർഡിൽ നോക്കൂ. സയൻസ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സയൻസിന്റെ അർത്ഥം വിജ്ഞാന, അറിവ്, വിജ്ഞാനം. സംസ്കൃതത്തിൽ വിജ്ഞാനം എന്ന് പറയും, അറബിക്കിൽ ഇൽമ എന്നൊക്കെ പറയും. ഇൽമ, വിജ്ഞാനം. അതാ മലയാളത്തിൽ വിജ്ഞാനം എന്നായി, സംസ്കൃതില് വിജ്ഞാനം എന്നായി. എന്തിന്റെയും സയൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അറിവ്, അതിനെ കുറിച്ച് പഠിക്കുന്നതിന്റെ സയൻസ്. ജോഗ്രഫിക്കൽ സയൻസ് എന്ന് പറയാം, അങ്ങനെ പറയാം. ജോഗ്രഫിയുടെ അറിവ് അങ്ങനെ പറയാം. പിന്നെ എയറോനോട്ടിക്കൽ സയൻസ് എന്ന് പറയാം. എയറോനോട്ടിക്കൽ സയൻസ് വെച്ചാൽ സ്പേസുമായി ബന്ധപ്പെട്ട അതിന്റെ അറിവ്. ബയോളജിക്കൽ സയൻസ് പറയാം. യു ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ബയോളജിക്കൽ സയൻസ്. അവൻ പറഞ്ഞ പോലെ, അനന്ത് പറഞ്ഞ പോലെ, ബയോളജിയുമായി ബന്ധപ്പെട്ട അറിവാണ് ബയോളജിക്കൽ സയൻസ്, റൈറ്റ്? ശരി, ഇതിനകത്ത് വേറെ സംഭവം കേട്ടോ. ഞാൻ നോക്കുമ്പോഴേ അടുത്തൊരു മെത്തേഡ് ഞാൻ പറഞ്ഞ, പഠിക്കണേലെ ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞു തരാൻ പോവാ. ഞാൻ നോട്ട് ഒരിക്കലും തരില്ല. കേട്ടോ, ഞാൻ എന്നല്ല,
നമ്മുടെ ഇ ക്യൂബ് എന്നുള്ള കോൺസെപ്റ്റ് അനുസരിച്ച് നോട്ട് ഇങ്ങനെ പ്രിന്റഡ് നോട്ട് തരുന്ന വളരെ റയർ ആയിരിക്കും. വളരെ കുറച്ച് കാര്യങ്ങൾക്ക് ഇങ്ങനെ നോട്ട് ഇങ്ങനെ തരുള്ളൂ. ക്വസ്റ്റ്യൻ ആൻസർ എഴുതിക്കോട്ടോ എന്ന് പറയുന്നത് വളരെ കുറച്ച് കാര്യങ്ങൾക്കാണ്. കാരണം നമ്മൾ പഠിപ്പിക്കുന്ന മാത്തമാറ്റിക്സും ഫിസിക്സും കെമിസ്ട്രിയാണ് കേട്ടോ. നിങ്ങൾ ആദ്യം ട്രാക്കിൽ കയറ്റുക എന്നുള്ള എൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. മാത്തമാറ്റിക്സിന് ഒന്നും എഴുതി തരാനില്ല. വളരെ കുറച്ച് കാര്യങ്ങൾ അതേ പിള്ളേരെ എഴുതിക്കോട്ടോ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ എഴുതുക. പറയട്ടെ, ഫിസിക്സിൽ ഇതേ പിള്ളേരെ എഴുതിക്കോട്ടോ ലോ, പാരലലോഗ്രാം ലോ എന്ന് കുറച്ച് കാലം ഞാൻ പഠിപ്പിക്കും. ആകെ 2-3 സാധനം ഞാൻ അങ്ങനെ പഠിപ്പിക്കുള്ളൂ. ആകെ 2-3 സാധനം പഠിക്കുള്ളൂ പിള്ളേരെ എഴുതിക്കോട്ടോ എന്ന് പറയുന്നത്. ബാക്കി ഒന്നും എഴുതാൻ പറയേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? നിങ്ങൾക്ക് മനസ്സിലാവുന്ന എല്ലാ സാധനങ്ങളും മനസ്സിലാവുന്ന കോലത്തില് എന്തൊക്കെ ഞാൻ ക്ലാസ്സിൽ പറയണോ, അതിൽ എന്തൊക്കെ പുതിയ അറിവ് കിട്ടണോ എല്ലാം യു ഹാവ് ടു റെക്കോർഡ്. എങ്ങനെ റെക്കോർഡ് ചെയ്യണേ ഞാൻ പറഞ്ഞുതരാം, പഠിപ്പിച്ചുതരാം. നോക്കിയോ, ഞാൻ ഫിസിക്സ് അല്ല ഇപ്പൊ പഠിപ്പിക്കുന്നത്, ഞാൻ ഓൺലൈനിൽ പഠിക്കുന്ന മെത്തഡാ പറഞ്ഞത്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഫിസിക്സ് എന്ന്, ഇപ്പൊ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ അതെ പുള്ളിയുടെ ഫോഴ്സ് പല ടൈപ്പ്, എക്സാമ്പിൾ പറയാം. പുള്ളിയുടെ ഫോഴ്സ് പല ടൈപ്പ് ഉണ്ട് കേട്ടോ. ഏതൊക്കെയാ? അപ്പോൾ നിങ്ങളോട് ചോദിക്കുക ഞാൻ. അപ്പൊ ദുൽഫുക്കറിന് ഏതൊക്കെയാ? അപ്പൊ ദുൽഫുക്കറോടും സാറേ ഫോഴ്സിന്റെ ഫോഴ്സ് ഉണ്ട്, മറ്റാളിന്റെ ഫോഴ്സ്. അപ്പൊ ഞാൻ ശരിയാ, നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയാ, പല ടൈപ്പ് ഫോഴ്സ് ഉണ്ട്, അത് ഇന്നതാട്ടോ എന്ന് പറഞ്ഞിട്ട് ഇനി നോട്ട് എഴുതിക്കോ എന്ന് പറയില്ല. അപ്പൊ നിങ്ങളത് എഴുതും. ഓ, അപ്പൊ ഞാൻ ആ പറഞ്ഞതിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് പുതിയ സാധനം കിട്ടുമല്ലോ. അപ്പൊ ദുൽഫുക്കറാണ് ഒരെണ്ണം പറയണമെന്ന് കൂട്ടിക്കോ, സാറേ ഇന്ന ടൈപ്പ് ഫോഴ്സ് ഉണ്ട്. അപ്പൊ ശരിയാ, ദുൽഫുക്കർ പറഞ്ഞു ശരിയാന്ന് പറയുമ്പോൾ നിങ്ങൾ അറിയാതെ എന്ത് ചെയ്യണം? അത് നിങ്ങൾ തന്നെ എഴുതണം. ഇത് ആ പഠിപ്പിക്കുന്നതിന്റെ ഇടയിൽ നിന്ന് കുറെ ഇൻഫോർമേഷൻ കിട്ടും. അതിനി നോട്ട് എഴുതിക്കോ എന്ന് പറയേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. ഏകദേശം 2 മാസത്തോളം പറയും. 2 മാസത്തോളം ഞാനിത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴേ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ? ആ ട്രാക്കിലേക്ക് കയറുള്ളൂ. അപ്പോഴാണ് നിങ്ങൾ തന്നെ ഇപ്പൊ എഴുതുന്നുണ്ട്. ഇപ്പൊ +1 മറ്റേ പഴയ ബാച്ചിലെ കുട്ടികൾ 2 ബാച്ച് കുട്ടികളുണ്ട്, ഏകദേശം 100ഓളം കുട്ടികൾ. അവരിപ്പൊ തന്നെ എഴുതുന്നുണ്ട്. അത് എഴുതൂലായിരുന്നു. എങ്ങനെ എഴുതുന്നുണ്ട്? ഈ പറയുന്നതിൽ നിന്നും മനസ്സിലായത് എല്ലാം നിങ്ങളുടെ ഭാഷയിൽ സെന്റൻസ് ആയിട്ടൊന്നും അല്ല. ഇതുണ്ടോ, ഇതൊരു മെത്തേഡാ. ഇതുണ്ടോ, സയൻസ്, വിജ്ഞാൻ, ഇൽമ്. ഉണ്ടോ, ഈ സാധനം ഇങ്ങനെ എഴുതി വെച്ചാൽ സയൻസ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ്, അങ്ങനെയൊന്നും എഴുതണ്ട. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? സയൻസ് എന്ന് പറഞ്ഞാൽ അറിവെന്നാണ്. പല വാക്ക് ഉണ്ട്. കണ്ടോ, ഇങ്ങനെ എന്തെങ്കിലും ഷോർട്ട് ഫോം. ചിലർ ഫിഗർ വരച്ചു വെക്കും, ചിലവർ കളർ ചെയ്ത് വെക്കും. ദാറ്റ് ഈസ് കോൾഡ് യുവർ നോട്ട്ബുക്ക്. അപ്പൊ കറക്റ്റായ ഒരു നോട്ട്ബുക്ക് വേണം, നല്ല കട്ടിയുള്ള, നല്ല ബൈൻഡ് ചെയ്ത നല്ല നോട്ട്ബുക്ക്. എല്ലാം ഇതിനകത്ത് വന്നം, എല്ലാ കാര്യങ്ങളും. ശരി, ഓക്കെ, നോക്കിയോ. അപ്പൊ സയൻസ് എന്ന് പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ പിള്ളേര് എന്ത് ചെയ്യാ? ഫസ്റ്റ് കാര്യം തന്നെ നല്ല ഞാനൊരു കേസ് മറന്നുപോയി. നിങ്ങൾ ആദ്യം നിങ്ങൾ സൈലന്റ് പ്രയർ എടുക്കണം. ബുക്കിലേക്ക് എഴുതുന്നതിന് മുമ്പ് മറന്നു പോകാൻ പാടില്ലാത്ത എല്ലാ ദിവസവും നമ്മൾ ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ് സൈലന്റ് പ്രയർ എടുക്കുക എന്നുള്ളത്. നമ്മൾ ഫിസിക്സ് പഠിക്കാൻ പോവാ. ഫിസിക്സ് എന്ന് പറയുന്ന ഒരു സ്റ്റൈലാണ്, ആ പഠിക്കുന്ന സ്റ്റൈല്. ആ സ്റ്റൈലാണ് ഞാൻ പഠിപ്പിക്കാൻ പോണേ ഈ കൊല്ലം മൊത്തം. അപ്പൊ അത് ശരിക്ക് കയറാനും, അത് മനസ്സിലേക്ക് ശരിക്ക് കയറാനും നല്ല സൈലന്റ് പ്രയർ 1 മിനിറ്റ് എടുക്കുക. നല്ല ഡീപ്പായ സൈലന്റ് പ്രയർ എടുക്കുക. ബുക്കൊക്കെ അടച്ചു വെച്ചിട്ട് നിങ്ങളുടെ ഭാഷയിൽ സൈലന്റ് ആയിട്ട് പ്രാർത്ഥിക്കുക. എനിക്ക് പഠിപ്പിക്കുന്ന കാര്യങ്ങൾക്ക്, ഇന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങളും ഭാവിയിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളും മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ ഗുണം ചെയ്യാനും എല്ലാവർക്കും വേണ്ടി അത് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് തുടങ്ങാം. ഓക്കെ, ശരി. ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ സയൻസ് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. അപ്പൊ പിള്ളേർ എന്ത് ചെയ്യാ? നിങ്ങൾ എങ്ങനെ ട്രാക്കിലേക്ക് കയറും? പേടിക്കണ്ട കേട്ടോ. നിങ്ങൾ ട്രാക്കിലേക്ക് നമ്മൾ കയറ്റാൻ വേണ്ടി ഇവിടെ വന്നിരിക്കണേ. നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ എന്തറിയാം, 9ാം ക്ലാസ്സിൽ എന്തറിയാം, ഇത് ഡസ് ഇൻ മാറ്റർ എല്ലാം ഇവിടെ പറയും. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ അങ്ങനെ ആക്കും. നമ്മൾ പേടിക്കണ്ട, ശരി, നിങ്ങളെ ആക്കും നമ്മൾ. അപ്പൊ ഫിസിക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറെ കാര്യങ്ങൾ ഫിസിക്സുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. അതാ പിള്ളേർ പറഞ്ഞു, എനർജിയെ കുറിച്ച് പറഞ്ഞു, ഫോഴ്സിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ അതിനകത്ത് പറഞ്ഞു ലൈറ്റിനെ കുറിച്ച് പറഞ്ഞു, സൗണ്ടിനെ കുറിച്ച് പറഞ്ഞു. ഇതെല്ലാം നമ്മൾ പുറത്ത് കാണുന്ന സാധനങ്ങളാണ്. നമ്മൾ പുറത്ത് കാണുന്ന നമ്മുടെ ശരീരത്തെ കുറിച്ചല്ല പറയണേ. ഫിസിക്സിന്റെ ശരീരത്തെ കുറിച്ചല്ല പറയണേ, അത് ബയോളജിയാ. നടക്കുന്ന റിയാക്ഷനെ കുറിച്ച് പറയില്ല, അത് കെമിസ്ട്രിയാ. കണക്ക് കൂട്ടുന്നതിനെ കുറിച്ച് ഫിസിക്സ് പഠിപ്പിക്കൂല, അത് മാത്സ് ആണ്. ഫിസിക്സ് എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ നിങ്ങൾ കാണുന്ന പ്രകൃതിയിൽ കാണുന്ന സാധനങ്ങളാണ്.
പ്രകൃതിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതിനെക്കുറിച്ച് പഠിക്കുന്നതിനാണ് ഫിസിക്സ് എന്ന് പറയുന്നത്. ശരിക്കും ഫിസിക്സിന്റെ ഗ്രീക്കിൽ അതിന്റെ അർത്ഥം പറയുന്നത് ശരിക്കും നേച്ചർ എന്ന്. ഫിസിക്സ് ശരിക്കും ഒരു ഗ്രീക്ക് വേർഡാ. അതിന്റെ അർത്ഥം നേച്ചർ എന്ന. എഴുതി കണ്ടത് ഐഷ എഴുതി കണ്ടു. ഐഷ കുറെ നാളെ എൻ്റെ മറ്റേ ക്ലാസ്സിൽ ഇരുന്നതാ. മൂസിനെ എഴുതി കാണുന്നത്. മൂസിന്റെ ബുക്കൊക്കെ ഇത്ര വലിയ ബുക്ക് വേണട്ടാ. പിന്നെ അനന്തൊന്നും എഴുതി കണ്ടില്ല, ചിലപ്പോൾ എഴുതിയിട്ടുണ്ടോ എന്ന് അറിയില്ല. എഴുതിയിട്ടുണ്ട്. അതിന്റെ ഒപ്പം എഴുതിക്കൊള്ളാം. നമ്മളിങ്ങനെ ബുക്ക് എടുത്ത് എപ്പോഴും ലൈവായിരിക്കണം. ഞാൻ പറയുന്ന എന്ത് പുതിയ ഇൻഫർമേഷൻ കിട്ടണോ അത് എഴുതണം. എഴുതുന്നതിന് മുമ്പ് അത് മനസ്സിലായി എന്ന് ഉറപ്പുവരുത്തിയാൽ മതി. മനസ്സിലായില്ലെങ്കിൽ അപ്പൊ ഹാൻഡ് റൈസ് ചെയ്യാം. ഇങ്ങനെ ഹാൻഡ് റൈസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കും, പറഞ്ഞോളാൻ പറയും. അപ്പൊ നിങ്ങൾ സംശയം പറയും, അത് ക്ലിയർ ആക്കും, എഴുതി വെക്കും. ദാറ്റ് ഈസ് ദ മെത്തേഡ്, റൈറ്റ്? അപ്പൊ നേച്ചറാണ്. ഫിസിക്സിൽ നിങ്ങൾ ലൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞു, അല്ലാത്ത കാര്യങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമുക്ക് ഫിസിക്സ് യഥാർത്ഥത്തിൽ 2 ടൈപ്പായിട്ട് നമുക്ക് പറയാം. ഫിസിക്സിൽ വലിയ വലിയ ആൾക്കാരെ കുറിച്ച് പഠിപ്പിക്കും. ലൈക്ക് നിങ്ങൾ പറഞ്ഞല്ലോ സണ്ണ്, അങ്ങനെ കുറെ സാധനം പറഞ്ഞല്ലോ. സണ്ണിനെ കുറിച്ച് പഠിപ്പിക്കും. നിങ്ങൾ പറഞ്ഞു മറ്റേ സ്പേസിനെ കുറിച്ച് പഠിപ്പിക്കും, പ്ലാനറ്റ്സിനെ കുറിച്ച് പഠിപ്പിക്കും. പിന്നെ നിങ്ങൾ പറഞ്ഞു സൗണ്ടിനെ കുറിച്ച്, സൗണ്ടിലേക്ക് പോയില്ലെങ്കിലും ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞ എനർജിയെ കുറിച്ച് പഠിപ്പിക്കും. പിന്നെ ഫോഴ്സിനെ കുറിച്ച് പഠിപ്പിക്കും. പിന്നെ മാസിനെ കുറിച്ച് പഠിപ്പിക്കും. ഇങ്ങനെ കുറെ സാധനങ്ങളില്ലേ. ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റിയ വലിയ വലിയ സാധനങ്ങളാണ്. അതിനെ നമ്മൾ വിളിക്കുന്നതാണ് മാക്രോസ്കോപ്പിക്. മാക്രോ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം വലുത്. നിങ്ങളുടെ ഭാഷയിൽ നിങ്ങളുടെ കോലത്തിൽ എഴുതിയിട്ടുണ്ടാവും. ഞാൻ ഈ വരച്ച പോലെ ഒന്ന് വരയ്ക്കണ്ട, നിങ്ങളുടെ ഇഷ്ടം പോലെ എഴുതാം. മാക്രോ ഞാൻ വട്ടോട്ട് വെച്ചു, നിങ്ങൾ വട്ടോട്ട് വെക്കണ്ട, പഠിച്ചോളൂ നിങ്ങൾ. മാക്രോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബിഗ്. മാക്രോ എന്ന് വെച്ചാൽ ഇനി വളരെ ചെറിയ സാധനങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ട് ഫിസിക്സ്. വളരെ ചെറിയ സാധനങ്ങളെ കുറിച്ച് പഠിപ്പിക്കും. അത് ആറ്റത്തെ കുറിച്ച് പഠിപ്പിക്കും. റിയാക്ഷൻ അല്ല, പക്ഷെ ആറ്റം എന്താണ്, എങ്ങനെയാണ് ഇരിക്കണേ, എവിടെ ഇരിക്കണേ. മോളിക്യൂളിനെ കുറിച്ച് പഠിപ്പിക്കും. അങ്ങനെ പോകും. അതിന് നമ്മൾ വിളിക്കുന്നതായിരിക്കും. ആർക്കെങ്കിലും പറയാമോ മാക്രോയുടെ ഓപ്പോസിറ്റ്? ആർക്കെങ്കിലും പറയാമോ? കൈ ഇങ്ങനെ പിടിക്കുക. മാക്രോയുടെ ഓപ്പോസിറ്റ് ആർക്കെങ്കിലും പറയാമോ? കൈ ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ പിടിക്കുക. അറിയാവുന്നവര് ഇങ്ങനെ പിടിക്കുക, അറിയാവുന്നവര് ക്യാമറയിൽ കാണാൻ പാകത്തിന്. ആമിന. മൈക്രോസ്കോപ്പിക്. അബ്സല്യൂട്ട്ലി. മൈക്രോസ്കോപ്പിക് എന്ന് പറയും. അപ്പൊ 2 ടൈപ്പ് ഫിസിക്സ് ഉണ്ട്. എന്തുണ്ട്? മാക്രോസ്കോപ്പിക് ഉണ്ട്, മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ ഷാമിനെ? മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? സയന്റിസ്റ്റ് ഒക്കെ നോക്കണത്. അതെ, എന്തിനു നോക്കണേ? മൈക്രോസ്കോപ്പ് എന്ത് നോക്കുന്നതാ? ചെറിയ സാധനങ്ങൾ, വളരെ ചെറിയ സാധനങ്ങൾ നോക്കണേ. അപ്പൊ ചെറുതാണ് എന്ത്? മൈക്രോ എന്ന് പറഞ്ഞാൽ. ഒരു മൈക്രോ എത്രയാന്ന് പിള്ളേർക്ക് അറിയോ? ഒരു മൈക്രോ ആർക്കെങ്കിലും അറിയോ? ഒരു മൈക്രോമീറ്റർ എത്രയാന്ന് ആർക്കെങ്കിലും അറിയോ? ഇതൊക്കെ വേറെ സാധനങ്ങളാട്ടോ, പക്ഷെ ഇതൊക്കെ നമ്മൾ ഇതിന്റെ കൂടെ പറഞ്ഞു പോകും. ഒരു മൈക്രോമീറ്റർ ആർക്കെങ്കിലും പറയാം എത്രയാന്ന്? ചുമ്മാ ഞാൻ ഇതിന്റെ കൂടെ പറയണേ. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് വേറെ നോട്ടായിട്ട് എഴുതി വെക്കാം. അത് ഞാൻ പറഞ്ഞ സബ്ജക്റ്റാണ് ഞാൻ പഠിപ്പിക്കുന്നത്, അല്ല ക്വസ്റ്റ്യൻ ആൻസർ പ്രതീക്ഷിച്ചിരിക്കരുത് നിങ്ങൾ. മൈക്രോമീറ്റർ എന്ന് വെച്ചാൽ എന്ത് ചെയ്യണം? 1 മീറ്ററിന് ഡിവൈഡ് ബൈ 1, 2, 3, 4, 5, 6 ഇത്രയും വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വളരെ ചെറിയ ഒരു അളവാണ് എന്ത്? മൈക്രോ. അപ്പൊ മൈക്രോ എന്ന് എവിടെ കണ്ടാലും മൈക്രോസ്കോപ്പ് ചെറുതെന്നാണ് അർത്ഥം. മാക്രോ അതിന്റെ ഓപ്പോസിറ്റ് ആണ്. മൈക്രോസ്കോപ്പിക്കിനും ഫിസിക്സ് ഉണ്ട്. അത് 2 ടൈപ്പ് ഫിസിക്സ് ഉണ്ട്, മാക്രോ ഉണ്ട്, മൈക്രോ ഉണ്ട്. ഈ മൈക്രോയ്ക്ക് നമ്മൾ ഫിസിക്സിന് വിളിക്കുന്ന ഒരു പേരാണ് ക്ലാസിക്കൽ ഫിസിക്സ്. ആണ് ഇതിന് വിളിക്കുന്നത്. മാക്രോസ്കോപ്പിക് ആയ പഠനങ്ങൾ വിളിക്കുന്ന പേരാണ് ക്ലാസിക്കൽ ഫിസിക്സ്. മൈക്രോസ്കോപ്പിക് ആയ ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ക്വാണ്ടം ഫിസിക്സ്. ക്വാണ്ടം ലെറ്റർ എന്താ നോക്കി മനസ്സിലാവളി പറഞ്ഞോ. എന്റെ സ്പെല്ലിംഗ് ഒക്കെ നിങ്ങൾ പഠിച്ചു വരും, കുഴപ്പമില്ല. QUANTUM, ക്വാണ്ടം ഫിസിക്സ്. അപ്പൊ എത്ര ടൈപ്പ് ഫിസിക്സ് ഉണ്ട്? 2 ടൈപ്പ് ഫിസിക്സ് ഉണ്ട്. ഒന്ന് ക്ലാസിക്കൽ ഫിസിക്സും ഒന്ന് ക്വാണ്ടം ഫിസിക്സും. ഇതൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല കേട്ടോ. ഇതൊന്നും നിങ്ങൾക്ക് പേടിക്കണ്ട. ഞാൻ വെറുതെ പറഞ്ഞു എന്നുള്ളൂ, ഒന്ന് അറിഞ്ഞിരുന്നാ മതി പുള്ളി. അപ്പൊ ഇത് നിങ്ങൾ ആ നോട്ട് നിങ്ങൾക്ക് മനസ്സിലാവണ കോലത്തിൽ എഴുതി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ഹാൻഡ് റൈസ് ചെയ്തോ, അടുത്തേക്ക് പോണതിന് മുമ്പ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? പറഞ്ഞോ.
ഉണ്ടോ പിള്ളേരെ? ആർക്കെങ്കിലും ഇതിലുണ്ടോ? ഒന്നും പറയാനില്ല. ക്ലിയർ ആണ്. ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു. നിങ്ങളൊന്ന് എടുത്തേ. ഫസ്റ്റ് ചാപ്റ്റർ ആർക്കൊക്കെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്? ഹാൻഡ് റൈസ് ചെയ്ത്. ആരുടെ കയ്യിലേക്ക് ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്? ആ, ആനന്ദമായിട്ട് 3-4 പേര് 5 പേരിലുണ്ട്. നിങ്ങളൊന്ന് മറച്ചു നോക്കിക്കേ. ആദ്യത്തേൽ ഒരുപാട് സാധനങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്ന്. അതിന്റെ അർത്ഥം വേറൊന്നും അതിനകത്ത് പഠിക്കാനില്ല. ബാക്കിയെല്ലാം കുറെ സയന്റിസ്റ്റുകളെ കുറിച്ചും കുറെ ഇൻട്രൊഡക്ഷനും കുറെ ബേസിക് കാര്യങ്ങളൊക്കെ കിടക്കണതാണ്. അതൊന്നും നമുക്ക് ചുമ്മാ വായിച്ചു നോക്കാവുന്ന എന്താണ്. ഇതൊന്നും പരീക്ഷയ്ക്ക് ആവശ്യമുള്ളതല്ല, ഇല്ല നമുക്ക് സബ്ജക്റ്റ് മനസ്സിലാവാൻ ആവശ്യമുള്ളതല്ല. അതൊന്നും നമുക്ക് ഭാവിയിൽ ആവശ്യമില്ല താനും കേട്ടോ. അത് ഇത്ര ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, നമുക്ക് പഠിക്കാനുള്ളത് സെക്കൻഡ് ചാപ്റ്റർ മുതല. സെക്കൻഡ് ചാപ്റ്ററിന്റെ ഹെഡിങ് അപ്പൊ പുള്ളിന് കൊടുത്തോ. ഫസ്റ്റ് ചാപ്റ്റർ ചുമ്മാ ഒരു ഇൻട്രൊഡക്ഷൻ പറയില്ല, ഒരു ബുക്കിന്റെ ഇൻട്രൊഡക്ഷൻ. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്, ഇതാണ് ചാപ്റ്ററിന്റെ പേര്, ചാപ്റ്റർ 2. ഓക്കെ, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ പിള്ളേര്, ശ്രദ്ധിച്ചോ. ഇപ്പൊ ഹെഡിങ് കൊടുത്തൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ഹെഡിങ് കൊടുക്കണം, നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ എഴുതി വെക്കും ഹെഡിങ് കൊടുക്കണമെന്ന്. ഞാൻ ഈ ആരോ മാർക്ക് ഇടുന്ന പോയിന്റുകളാണ്. ഞാൻ എഴുതുന്ന പോയിന്റ് മാത്രമല്ല ബോർഡിൽ ഇട്ടോ, ഞാൻ കുറച്ച് എനിക്ക് തോന്നുന്ന പോയിന്റ് എഴുതുള്ളൂ. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എഴുതാനുണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ, ചിലപ്പോൾ പാരഗ്രാഫ് എഴുതാനുണ്ടാവും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാൻ ചോദിക്കട്ടെ പിള്ളേരെ, ഇതൊരു ശ്രദ്ധിക്കേണ്ട ചാപ്റ്ററാണ്. ഇതിനകത്ത് കുറെ ഐഡിയാസ് വരും. യൂണിറ്റ്സ് മെഷർമെന്റ്സും. എന്താ യൂണിറ്റ്, എന്താ മെഷർമെന്റ്? ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കി മൂസിനെ. യൂണിറ്റ്സ് മെഷർമെന്റ് കേൾക്കുക. എന്തെങ്കിലും നിനക്ക് ഇതിനകത്ത് മനസ്സിലായോ? എന്തെങ്കിലും അറിയാവോ? ഒന്ന് പറഞ്ഞേ. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഓരോന്നിന്റെ ഫോം. ചുമ്മാ പറഞ്ഞു, അറിയാവുന്ന പറഞ്ഞു. മെഷർമെന്റ്സ്, മെഷർമെന്റ് എന്ന് വെച്ചാൽ അളവല്ലേ? അളവ്. മെഷർമെന്റ്സ് ഒരു അളവാണ്. കട്ടിയതോ? മെഷർമെന്റ് എന്ന് വെച്ചാൽ അളവുകളാണ്. ഞാൻ ചോദിക്കട്ടെ, ഫിദ എന്തൊക്കെ ഫിദ അളക്കാൻ പഠിച്ചിട്ടുണ്ട്? ജസ്റ്റ് ഒന്ന് പറഞ്ഞേ. എന്തൊക്കെ അളക്കാൻ പഠിച്ചിട്ടുണ്ട്? എന്തൊക്കെ അളന്നതായിട്ട് കേട്ടിട്ടുണ്ട് ഫിദ? ഒന്ന് പറഞ്ഞേ. ഹൈറ്റ് അളക്കാം. ഞാൻ ചുമ്മാ നിങ്ങൾക്ക് നിർബന്ധം ആവശ്യമുണ്ടെങ്കിൽ എഴുതിയാൽ കേട്ടോ. ഞാൻ എഴുതുന്ന എല്ലാം അങ്ങനെ ഒന്നും നിർബന്ധമില്ല. നിങ്ങൾക്ക് പക്ഷെ മനസ്സിലായ പുതിയ അറിവായിട്ട് തോന്നിയത് എല്ലാം എഴുതിക്കോളും. അത് ഓരോരുത്തരാണ്, ഡിപ്പെൻസ് ഓൺ ദ ഇൻഡിവിജ്വൽ. എനിക്ക് ചിലപ്പോൾ കാര്യങ്ങൾ അറിയെങ്കിൽ ഞാൻ എഴുതുന്ന നിർബന്ധമില്ല. ചിലപ്പോൾ ഡിവൈഡ് ചെയ്യാൻ എനിക്കറിയാമെങ്കിൽ ഞാൻ എഴുതുന്നില്ല. പക്ഷെ എന്തെങ്കിലും സംശയം വന്ന് അപ്പം എഴുതിക്കോളൂ അത് ബുക്കിൽ. ഓക്കെ, പറഞ്ഞ മോളെ, ഇത് എന്താ പറഞ്ഞേ? ആ, കറക്റ്റ് ആണ്. ഹൈറ്റ് അളക്കാം, വെയിറ്റ് അളക്കാം, പിന്നെ വസ്തുക്കളുടെ പറഞ്ഞോ. എന്താ? ഹൈറ്റ് അളക്കാം, വെയിറ്റ് അളക്കാം, പിന്നെ വേറെ ഒന്ന് പറയാം. നീളം ലെങ്ത് അളക്കാം. കറക്റ്റ് ആണ്. ഒന്ന് പറയാം ട്രീസ, വേറെ ഒന്ന് പറയാം. എന്തളക്കാം? വരകളൊക്കെ അളക്കാം. ബുക്കിലൊക്കെ വരയുടെ എന്തളക്കാം? ലൈൻസ് സ്കെയില് വെച്ച് അളക്കാം. സ്കെയിൽ വെച്ച് എന്താ അളക്കണേ? വരകളുടെ എന്താ അളക്കണേ? ലെങ്ത്. അപ്പൊ ലെങ്ത് അളക്കാം. അതാണ് ഓൾറെഡി ഫിദ പറഞ്ഞ, ലെങ്ത് അളക്കാം. പിന്നെ എന്താ അളക്കാവുന്നേ? ഐഷ എന്ന് പറഞ്ഞ വേറെ എന്താ അളക്കാം? ഡിസ്റ്റൻസ് അളക്കാം, ദൂരം അളക്കാം. പിന്നെ നമുക്ക് അളക്കാവുന്ന പറഞ്ഞേ. ഒന്ന് പറഞ്ഞേ അനന്തു. വേറെ എന്തെങ്കിലും അളക്കാവോ? ഒന്ന് പറഞ്ഞേ അനന്തു. ഏരിയ അളക്കാം. ഇങ്ങനെ ധാരാളം സാധനങ്ങൾ നിങ്ങൾക്ക് അളക്കാം. ഈ അളക്കുന്ന ആൾക്കാരെയാണ് എന്ത് വിളിക്കണേ? മെഷർമെന്റ്സ് വിളിക്കണേ. ഒരുപാട് ഇൻഫിനിറ്റി ആൾക്കാരുണ്ട്. വോളിയം, അങ്ങോട്ട് പ്രഷർ, ഫോഴ്സ്, വെലോസിറ്റി, സ്പീഡ്, എല്ലാവരും അളക്കാം. ടൈം ഒക്കെ മെഷർമെന്റ്സ് ആണ്. അങ്ങനെ ചോദിക്കട്ടെ നിങ്ങളോട്, കേട്ടോ? അളക്കാൻ പറ്റില്ലാത്ത കുറച്ച് കാര്യങ്ങൾ ആർക്കെങ്കിലും പറയാമോ? അളക്കാൻ പറ്റില്ലാത്ത കുറച്ച് കാര്യങ്ങൾ. എന്നാൽ ആ കാര്യങ്ങൾ ഉണ്ട് താനും. ആ കാര്യങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്ത് നമുക്ക് നേച്ചറിൽ കാണുകയും ചെയ്യാം. പക്ഷെ അത് അളക്കാൻ പറ്റൂല. ആർക്കെങ്കിലും പറയാമോ? ഇർഷാദേ, മുഹമ്മദ് ഇർഷാദ് എവിടെയാ സ്ഥലം? ശരി, ഇർഷാദ് ഒന്ന് പറഞ്ഞേ. അളക്കാൻ പറ്റില്ലാത്ത കുറച്ച് കാര്യങ്ങൾ പറയാമോ?
നീ കാണും ചെയ്യണ്ട, അന്ന് അളക്കാൻ പറ്റുന്നില്ല. ഒന്ന് പറയാമോ ഷാമിനെ, അളക്കാൻ പറ്റില്ലാത്ത ഒരാള്? ഷാമിൻ, എയർ എയറിന്റെ 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 എയർ അളക്കാൻ പറ്റില്ലല്ലോ. എയറിനെ അളക്കാൻ പറ്റില്ല. എയറിന്റെ പ്രഷർ വേണി അളക്കാം, എയറിന്റെ പ്രഷർ വേണി അളക്കാം, എയറിന്റെ സ്പീഡ് വേണി അളക്കാം. എയറിന്റെ എന്തളക്കാൻ പറ്റില്ല എന്നാ നീ പറഞ്ഞ? എയറിന്റെ എന്തളക്കാൻ പറ്റില്ല? സന എന്ന് പറയാമോ? സന, അളക്കാൻ പറ്റില്ലാത്തൊരു സാധനം. സ്കൈയിലേക്കുള്ള ദൂരം. എങ്ങനെ? സ്കൈയിലേക്കുള്ള ദൂരം. സ്കൈയിലേക്കുള്ള ദൂരം അളക്കണുണ്ട്, ഒരുപാട് അളക്കാം. ലൈറ്റ് ഇയർ ഉപയോഗിച്ച് അളക്കാം, പാർ സെക്കൻഡ് ഉപയോഗിച്ച് അളക്കാം. അളക്കണതിന് ഒരു പ്രശ്നമില്ല, അളക്കാം. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, എന്റെ ചിരി അളക്കാൻ പറ്റുമോ? അളക്കാൻ പറ്റുമോ? അളക്കാൻ പറ്റൂല്ലോ. ആന്നാ ചിരിച്ച, അവിളി ചിരിച്ചു, അവിളി ചിരിക്കൂല എന്നൊക്കെ പറയൂലേ. അവിളി ചിരിക്കൂല. ഒരാൾ ചിരിച്ചു, ചിരി അളക്കാൻ പറ്റുമോ? എന്നാ ചിരിയില്ലേ? എന്റെ ദേഷ്യം നിങ്ങൾക്ക് അളക്കാൻ പറ്റുമോ? അളക്കാൻ പറ്റുമോ? നിങ്ങളുടെ വീട്ടിലെ പേരന്റ് ദേഷ്യപ്പെടുന്ന അളക്കാൻ പറ്റുമോ? അളക്കാൻ പറ്റില്ല. അന്ന് ദേഷ്യപ്പെടല്ലേ ഉണ്ട്. ചിലപ്പോ ദേഷ്യപ്പെടും, ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. നമ്മളൊരു ഭയങ്കര ദേഷ്യാട്ടോ, അളക്കാൻ പറ്റുമോ? അളക്കാൻ പറ്റില്ല. സ്വഭാവം അളക്കാൻ പറ്റുമോ? സ്വഭാവം ഇങ്ങനെ വരെ സ്കെയിൽ വെച്ച് അളക്കാൻ പറ്റുമോ? ആ നല്ല സ്വഭാവം, അപ്പൊ സ്കെയിൽ വെച്ചിട്ട് ഒരു 10 സ്വഭാവം എന്ന് പറയാൻ പറ്റുമോ? നല്ല സ്വഭാവം വെച്ചാൽ 10 മാർക്ക്, 10 സ്വഭാവം കൊടുക്കുമോ? അളക്കാൻ പറ്റില്ല. അപ്പൊ കുറെ സാധനങ്ങളുണ്ട് നമ്മുടെ ചുറ്റും. അതിൽ കുറെ സാധനം എന്ത് ചെയ്യാം? അളക്കാം. കുറെ സാധനം അളക്കാൻ പറ്റില്ല. അളക്കാൻ പറ്റുന്ന ആളുകളെയാണ് നമ്മുടെ, അതാണ് നേച്ചറിൽ, പ്രകൃതിയിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് ഒരുപാട് സാധനങ്ങളുണ്ട് നമ്മൾ കാണുന്നുണ്ട്. ഏജ് നമുക്ക് പിന്നെ അളക്കാം. അവൻ ജനിച്ചതുപോലെ ഇന്നത്തെ ബർത്ത്ഡേ അല്ലെങ്കിൽ ഇത്ര ഡേറ്റ് വരെ നോക്കിയിട്ട് ഏജ് അളക്കാം, പൊക്കം അളക്കാം. പക്ഷെ അവന്റെ സ്വഭാവമോ അവന്റെ ദേഷ്യമോ അവന്റെ കരച്ചിലോ ഇതൊന്നും നമുക്ക് അളക്കാൻ പറ്റില്ല. അപ്പൊ there are several items that can be measured directly or indirectly or that can't be measured. അളക്കാൻ പറ്റില്ലാത്ത ഈ ആളുകളെ, അളക്കാവുന്ന ആളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്വാണ്ടിറ്റി. റൈറ്റ്? ക്വാണ്ടിറ്റി. റൈറ്റ്? ഉണ്ടോ? അപ്പൊ മുഹമ്മദ് ഇർഷാദും അനന്തുക്ക് എന്താ എഴുതുന്നുണ്ട്? ഞാൻ അറിയാതെ എഴുതുന്നുണ്ട്. ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞ സാധനത്തെ സാർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്താണ്? അപ്പൊ നിങ്ങൾ എഴുതും കുറെ ആൾക്കാരെ അളക്കാട്ടോ, കുറെ ആൾക്കാരെ അളക്കാം. അപ്പൊ അളക്കാൻ പറ്റില്ലാത്തതിന്റെ എക്സാമ്പിൾ 1-2 പേരെ എഴുതാനേ ഞാൻ കണ്ടോളൂ. ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ പലവർക്കും തമാശ പോലെ എടുത്ത് അങ്ങോട്ട് പോയി. പക്ഷെ അത് എഴുതണമായിരുന്നു. തമാശ എടുത്തിട്ട് അതിന്റെ കൂടെ എഴുതാൻ വിട്ടു പോകരുത്. ഒരു എക്സാമ്പിൾ എഴുതി വെക്കണം. ചിരി, അങ്ങനെ തന്നെ പ്രാക്ടിക്കൽ എഴുതി വെക്കണം. ചിരി നമുക്ക് അളക്കാൻ പറ്റില്ല. വി കാണ്ട്. ഇംഗ്ലീഷ് എഴുതണ്ട, മലയാളമാണ് ഏറ്റവും ബെസ്റ്റ് അത് എഴുതാൻ. മലയാളത്തിൽ തന്നെ എഴുതി വെക്കണം. നമുക്ക് അളക്കാൻ പറ്റില്ല. അളക്കാവുന്ന എല്ലാ സാധനങ്ങളെയും അത് ഏതെങ്കിലും സ്കെയിൽ ഉപയോഗിച്ച്, എന്തെങ്കിലും ഒരു മീറ്റർ ഉപയോഗിച്ച് അളക്കാവുന്ന എല്ലാ ആൾക്കാരെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ക്വാണ്ടിറ്റീസ്. അങ്ങനെ അളക്കാവുന്നതാണ് നിങ്ങൾ ഈ പറഞ്ഞത്. നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ ഇങ്ങനെ അളക്കാവുന്നതാണ്. ഉണ്ടാ, ഇതൊക്കെ നിങ്ങൾ പറഞ്ഞതാ. ഓക്കെ, ഞാൻ കുറച്ചുകൂടെ നിങ്ങളുടെ അടുത്ത് വാങ്ങാൻ പോവാ. അളക്കാവുന്ന കുറെ സാധനങ്ങളോട് ഞാൻ നിങ്ങളുടെ അടുത്ത് വാങ്ങാൻ പോവാ. കേട്ടോ? ശ്രദ്ധിച്ചോളാം. നിങ്ങൾ പറഞ്ഞത് ഞാൻ എഴുതട്ടെ. ഹൈറ്റ് നിങ്ങൾ പറഞ്ഞത് ഞാൻ ഇവിടെ എഴുതാൻ പോവാണ്. ഹൈറ്റ് എന്ന് പറഞ്ഞു, ഹൈറ്റ് വെയിറ്റ് എന്നൊക്കെ പറഞ്ഞു, ഹൈറ്റ് വെയിറ്റ് എന്നൊക്കെ പറഞ്ഞു. വെയിറ്റ് ഞാനിവിടെ എഴുതി, ലെങ്ത് ഞാനിവിടെ എഴുതി. പിന്നെ ഡിസ്റ്റൻസ് പറഞ്ഞാൽ ദൂരം. ഡിസ്റ്റൻസ് അവിടെ നിൽക്കട്ടെ. ഏരിയ ഞാനിവിടെ എഴുതി. വേറെ കുറച്ചുകൂടെ പറഞ്ഞേ. അനന്ത് പറഞ്ഞേ. വേറെ 2 പറഞ്ഞേ അളക്കാവുന്ന. ആരാ? പെരിമീറ്റർ. പെരിമീറ്റർ അളക്കാം, അത് ഞാനിവിടെ എഴുതി. വേറെ പറഞ്ഞേ. ഈ കോളത്തിൽ വരാത്ത പറഞ്ഞ അർഷദേ എന്ന് പറഞ്ഞ അർഷദേ. വേറെ ആ ടെക്സ്റ്റ് ബുക്ക് മാറ്റി വെച്ചേ. ദുൽഫുക്കാർ ടെക്സ്റ്റ് ബുക്ക് മാറ്റി വെക്കുക. നോട്ട്ബുക്ക് മതി നമ്മുടെ ഫ്രണ്ടിൽ. ടെക്സ്റ്റ് ബുക്ക് ഞാൻ പറയുമ്പോൾ മാത്രം എടുത്താൽ മതി. ടെക്സ്റ്റ് ബുക്ക് അവിടെ നിന്ന് മാറ്റി വെച്ചേ. ടെക്സ്റ്റ് ബുക്ക് മാറ്റ്. നിങ്ങൾ എഴുതുന്ന ടേബിൾ ആണ് എനിക്ക് കാണേണ്ടത്. അത് എഴുതുന്നതും നീറ്റായിട്ട് എനിക്ക് കാണണം. പറഞ്ഞത് അർഷദേ പറഞ്ഞേ. സൗണ്ട് എന്ന് പറഞ്ഞ സൗണ്ടിന്റെ എന്ത്?
സാധാരണ ആൻസർ ആട്ടോ ഞാൻ പ്രതീക്ഷിക്കണേ. നിങ്ങൾ ഇന്റർനാഷണൽ വേർഡൊന്നും പറയണ്ട. സാധാരണ ആൻസറാ നിങ്ങളുടെ അടുത്ത് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വേറെ പറഞ്ഞു നീ അളക്കാവുന്നേ. ഒബ്ജക്റ്റിന്റെ എന്ത്? എടാ അളക്കുന്ന പറഞ്ഞാൽ എന്താണ് അളക്കണേ ചോദിക്കണേ. സൗണ്ടാ മറ്റേ പറഞ്ഞ എയർ സൗണ്ട് തന്നെ. എന്ത് അളക്കണം അതാ ചോദിക്കണേ. ഒബ്ജക്റ്റിന്റെ എന്ത്? ഒബ്ജക്റ്റിനെ അളക്കാന്ന് ചോദിക്കണേ. ഒബ്ജക്റ്റിനെ ഇപ്പൊ ഈ കപ്പ്, ഈ കപ്പ് എന്തളക്കും? ഇതാണ് ഒബ്ജക്റ്റ്. ഇതിന്റെ എന്തളക്കും? ഫെൽമി ഇതിന്റെ എന്തൊക്കെ അളക്കാം? ഈ കപ്പിന്റെ എന്തൊക്കെ അളക്കാം? വെയിറ്റ് അളക്കാം. വെയിറ്റ് ഞാൻ എഴുതി കഴിഞ്ഞു. പിന്നെന്താ അളക്കാം? ഈ കപ്പിന്റെ ലെങ്ത് അത് എഴുതി കഴിഞ്ഞു. പിന്നെന്താ അളക്കാം? ഹൈറ്റ് അളക്കാം. അതും എഴുതി കഴിഞ്ഞു. പിന്നെന്താ അളക്കാം? ഏരിയ അതും എഴുതി കഴിഞ്ഞു. പിന്നെന്താ അളക്കാം? ഞാൻ എഴുതിയാ നീ പറഞ്ഞേ. പിന്നെ ഒന്ന് പറഞ്ഞേ. വേറെ ആരാ പറഞ്ഞേ? ഹാൻഡ് റൈസ് ചെയ്തോ. ട്രീസ് എന്ന് പറഞ്ഞേ. വേറെ എന്താ അളക്കാം? വോളിയം. കപ്പെന്ന് കാണുമ്പോ തന്നെ ആദ്യം മനസ്സിൽ വരുന്ന വോളിയാ. കപ്പിന്റെ വോളിയം അളക്കാം. വേറെ അളക്കാവുന്ന പറഞ്ഞ ആമിന അബ്ദുൽ റഷീദ്. വേറെ അളക്കാവുന്ന എന്തെങ്കിലും പറഞ്ഞേ. ഈ കപ്പിന്റെ അല്ല, വേറെ എന്തെങ്കിലും സാധനം അളക്കാവുന്നത്. മാസ് അളക്കാം. ഒരാളുടെ മാസ് അളക്കാം. അബ്സല്യൂട്ട്ലി. ഞാൻ ഇവിടെ കൊണ്ടുപോയാ മാസ് എഴുതിയെ. പിന്നെ പറഞ്ഞ പിള്ളേര് കൈപ്പൊക്കി പറഞ്ഞേ. ഹാൻഡ് റൈസ് ചെയ്ത് പറഞ്ഞേ. ഒന്ന് പറഞ്ഞേ. സന പറഞ്ഞേ മോളെ. എന്താ വേറെ? ബ്രെഡ് അളക്കാം. അബ്സല്യൂട്ട്ലി ബ്രെഡ് അളക്കാം. ഞാൻ ഒരു മിനിറ്റ്. ബ്രെഡ് അളക്കാം. ഞാൻ വേറൊരു കോളത്തിൽ. ഇത് ഞാൻ എഴുതുമ്പോൾ തന്നെ വരയ്ക്കണ്ട. ഞാൻ വരച്ച് മനസ്സിലായ ശേഷം വരച്ചാൽ മതി. വേണമെങ്കിൽ എഴുതാം. ഒരു പ്രശ്നമില്ല. നിങ്ങളുടെ ഇഷ്ടം. ബ്രെഡ് ഹൈറ്റ് എന്നൊക്കെ പിള്ളേർ ഞാൻ ഇവിടെ കൊണ്ട് എഴുതി. പിന്നെ വേറെ ആർക്കാ ഹാൻഡ് റൈസ് ചെയ്ത് പറഞ്ഞേ? മുഹമ്മദ് ഇർഷാദൊക്കെ പറയണം. ചുമ്മാ ഇങ്ങനെ വധിക്കാൻ പറ്റില്ല. പറഞ്ഞോ. ഇനിയും കിട്ടാനുണ്ട്. ഇഷ്ടമാതിരി ഐറ്റം കിട്ടാനുണ്ട്. പറ. ഫോഴ്സ് അളക്കാം. ഫോഴ്സ് ഞാൻ ഇവിടെ എഴുതി. പിന്നെ പറ. നിങ്ങൾ പറട്ടെ. ദുൽഫുക്കാറും എല്ലാവരും പറട്ടെ. പറ ട്രീസ. വീണ്ടും പറ. ട്രീസ പറ. കപ്പാസിറ്റി. കപ്പാസിറ്റി എന്ന് പറയപ്പെട്ട നമുക്ക് പല ടൈപ്പ് കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് ഓടിച്ചാടി പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. പല ടൈപ്പ് കപ്പാസിറ്റി. ഐഷയൊക്കെ പറയട്ടെ. ഒന്നും പറയാതിരിക്കണ്ട. പറ. ടൈം അളക്കാം. ടൈം അളക്കാം. നല്ലൊരു സാധനമല്ലേ ടൈം. ഞാൻ ഇവിടെ എഴുതി. പിന്നെ പറ. ഞാൻ അളക്കണേ. എന്താ അളക്കാം? നിങ്ങൾക്ക് പനി വരുമ്പോ എന്താ അളക്കണേ? അർഷാദെ, പനി വരുമ്പോ നിങ്ങൾ എന്താ അളക്കണേ? ടെമ്പറേച്ചർ. അപ്പൊ അത് അളക്കാൻ അത് പറയാൻ പാടില്ലേ? ഇത് നിങ്ങൾക്ക് കിട്ടൂലാത്തതാ. അപ്പൊ ടെമ്പറേച്ചർ അളക്കാം. ഉണ്ടാ? ഞാൻ പറയണോ ഇനി? നിങ്ങൾ ആലോചിക്കണില്ല. അതാ പ്രശ്നം. പിന്നെ നിങ്ങളുടെ വീട്ടിലെ പറഞ്ഞ വേറെ എന്താ സന പറയണ്ടെന്നില്ല? പറഞ്ഞോ എന്തെങ്കിലും. മീറ്റർ. ശരി, കുഴപ്പമില്ല. മൂസിനൊന്ന് പറഞ്ഞേ. ഓക്കെ, ഓർത്തിട്ട് കിട്ടില്ല. കണക്ട് ചെയ്യാൻ പറ്റുള്ളല്ലോ. അത് നിങ്ങൾ ഈ പഠിച്ചു വന്നതിന്റെ സ്റ്റൈലാ. എന്താണെന്നറിയോ? നിങ്ങൾ 10ാം ക്ലാസ് വരെ ഒരുപാട് ഐറ്റം പഠിച്ചിട്ടുണ്ട്. കിട്ടണില്ല എന്ന് പറയുമ്പോൾ യു ഫെൽറ്റ് ഇറ്റ് ആസ് ക്വസ്റ്റ്യൻ ആൻസർ. ആ ക്വസ്റ്റ്യൻ ആൻസർ ചിലപ്പോൾ കിട്ടും. പറയാൻ പറ്റുന്നില്ല എന്ന് പറയാൻ ഒരു ബന്ധവും നിങ്ങളുടെ മനസ്സുമായി ഉണ്ടായിട്ടില്ല. അതിന് നിങ്ങളുടെ ഓർമ്മയുമായേ ഉണ്ടായിട്ടുള്ളൂ. ട്രയാങ്കിൾ കേൾക്കുമ്പോൾ ഓർമ്മയാണ്. ട്രയാങ്കിളിന്റെ ഒരു വീടിന്റെ ഇത് കാണുമ്പോൾ ട്രയാങ്കിൾ ആണ്. അത് ഐസോസിലിസ് ആണ്. നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റണില്ല. അതാണ് പ്രശ്നം. നിങ്ങളുടെ മാത്രമല്ല, നിങ്ങളെ പഠിപ്പിച്ച ആൾക്കാരും അതിനകത്ത് റോളുണ്ട്, പാരന്റ്സിന് റോളുണ്ട്. ഫസ്റ്റ് പ്രശ്നം നിങ്ങളായിരുന്നു. സെക്കൻഡ് പ്രശ്നം അധ്യാപകരായിരുന്നു. തേർഡ് നിങ്ങളുടെ പാരന്റ്സ് ആയിരുന്നു. ഓക്കെ, കേട്ടോ പിള്ളേരെ? ലെങ്ത്, മാസ്, ടൈം, ഇഷ്ടംപോലെ സാധനങ്ങൾ. നമുക്ക് കറണ്ട് അളക്കാം. നമ്മുടെ വീട്ടിലെ കറണ്ട് അളക്കാം. ഓക്കെ, നിങ്ങളുടെ വീട്ടിലെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് അളക്കാം. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എത്രയുണ്ടെന്ന് ഞാൻ എന്താന്ന് പറഞ്ഞുതരാം. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് അളക്കാം. ഞാൻ പറയുന്നത് കുറച്ചുകൂടെ അങ്ങോട്ട് പോയില്ലെങ്കിലും വേണമെങ്കിൽ എഴുതാം. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് അളക്കാം. പിന്നെ വേറെ സാധനം നിങ്ങൾക്ക് വലിയ പരിചയമില്ലാത്ത, അയാളുടെ പേരാണ് ലൂമിനസ് ഇന്റൻസിറ്റി. ലൂമിനസ് ഇന്റൻസിറ്റി സ്പെല്ലിംഗ് ഒക്കെ നോക്കി കേട്ടോ. ലൂമിനസ് ഇന്റൻസിറ്റി, വെളിച്ചം. ബൾബിന്റെ വെളിച്ചം അളക്കാം. നിങ്ങൾക്ക് പഠിച്ചിട്ടില്ല, നിങ്ങൾക്ക് അറിയൂല്ല. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് നിങ്ങൾ അളക്കുന്നത് കെമിസ്ട്രിയിലാണ്. അത് നിങ്ങൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കും. കെമിസ്ട്രിയിൽ എന്തൊക്കെ പഠിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ? അമിന, കെമിസ്ട്രിയിൽ എന്തൊക്കെ പഠിച്ചു?
ആ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. പിന്നെ വേറെന്താ പഠിച്ചത്? പ്യുവർ സബ്സ്റ്റൻസസ്, മിക്സ്ചേഴ്സ്. അങ്ങനെ പഠിച്ചേ. ഈ മോൾ കൺസെപ്റ്റ് പഠിച്ചോ? ഫിദ മോൾ കൺസെപ്റ്റ് പഠിച്ചോ? ഇല്ല. പഠിച്ചിട്ടില്ല. ശരി, അത് പഠിക്കുമ്പോൾ അത് മനസ്സിലാവുള്ളൂ. ഇത് രണ്ടും നിങ്ങൾക്ക് പിന്നെ മനസ്സിലാവും. ഇത് രണ്ടും പിന്നെ ഞാൻ എഴുതിയാൽ പിന്നെ മനസ്സിലാവും. ലൂമിനസെൻസ് പിന്നെ മനസ്സിലാവൂല്ല. അത് ഫിസിക്സ് കഴിഞ്ഞ ഡിഗ്രി ലെവലിലേ പഠിക്കുള്ളൂ. ഓക്കെ, അപ്പൊ കുറച്ച് കാര്യങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ, കുറെ കാര്യങ്ങൾ ഞാൻ ഇവിടെ എഴുതി. ഇനി എന്താ വെച്ചാൽ പ്രഷർ നിങ്ങൾക്ക് അളക്കാം. ഇതൊക്കെ കാര്യങ്ങൾ എന്തോരം ഹൈറ്റ് അളക്കാൻ. വോൾട്ടേജ് നിങ്ങൾക്ക് അളക്കാം, വെലോസിറ്റി നിങ്ങൾക്ക് അളക്കാം, ആക്സിലറേഷൻ നിങ്ങൾക്ക് അളക്കാം. എത്ര ഹൈറ്റുള്ള ലിസ്റ്റ് ചെയ്യാൻ പോയാ. പിന്നെ ഇവിടെ പറഞ്ഞപ്പോ നിങ്ങൾ ബ്രെഡ്ത്ത്, ഹൈറ്റ്, ചില ആളുകൾ പിന്നെ എന്ത് വിളിച്ചു? ഡിസ്റ്റൻസ് എന്ന് വിളിച്ചു. ഞാൻ ഇത് പലതായിട്ട് എഴുതിയ അതിന് കാരണമൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. എന്താ കാരണം എന്ന് പറഞ്ഞത് കേട്ടോ പിള്ളേരെ, ശ്രദ്ധിച്ചോ. ആർക്കെങ്കിലും പറയാവോ ഈ ഒന്നാമത്തെ കോളം ഞാൻ എഴുതി, രണ്ടാമത്തെ കോളം ഞാൻ എഴുതി, മൂന്നാമത്തെ കോളം എഴുതി, ആർക്കെങ്കിലും എന്തെങ്കിലും സ്പെഷ്യാലിറ്റി തോന്നുന്നുണ്ടോ? ഇതെല്ലാം ക്വാണ്ടിറ്റീസാ. ഒന്നാമത്തെ കോളത്തിൽ എല്ലാവരും ക്വാണ്ടിറ്റീസാ, ഇതും ക്വാണ്ടിറ്റീസാ, ഇതും ക്വാണ്ടിറ്റീസാ. ആർക്കെങ്കിലും എന്തെങ്കിലും സ്പെഷ്യാലിറ്റി പറയാമോ? ഒന്നാമത്തെ കോളത്തിന്റെയും രണ്ടാമത്തെ കോളത്തിന്റെയും മൂന്നാമത്തെ കോളത്തിന്റെയും ബോധപൂർവമാണ് ഞാൻ ഇങ്ങനെ മാറ്റി എഴുതിയത്. എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ആർക്കെങ്കിലും പറയാമോ? ജസ്റ്റ് റൈസ് യുവർ ഹാൻഡ്. എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ആർക്കെങ്കിലും പറയാമോ? ശരിക്കും നോക്ക്. ഒന്നാമത്തെ കോളത്തിൽ ഞാൻ എഴുതിയിരിക്കുന്ന എല്ലാവരും, അനന്തുവേ ആ ബുക്കിൽ നോക്കുമ്പോനെ, ബുക്കിൽ എഴുതിയിട്ട് അതിനകത്തേക്ക് നോക്ക്. സ്ക്രീനിൽ ഫുൾ ടൈം നോക്കിയിരിക്കരുത്. ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ മാത്രം സ്ക്രീനിലേക്ക് നോക്കും. ഫുൾ ടൈം സ്ക്രീനിലേക്ക് നോക്കിയിരിക്കരുത്. പ്രശ്നമാണത്, കണ്ണിന് പ്രശ്നമാണ്. അതാ പറഞ്ഞത്. ലൈറ്റ് എന്തിനാ ആവശ്യം? ആർക്കെങ്കിലും എന്തെങ്കിലും പറയാമോ? എന്തെങ്കിലും സ്പെഷ്യാലിറ്റി എന്താണ്? ഒന്നാമത്തെ ക്വാണ്ടിറ്റി, ഒന്നാമത്തെ കോളത്തിലെ ക്വാണ്ടിറ്റീസിനും രണ്ടാമത്തെ കോളത്തിലെ ക്വാണ്ടിറ്റീസും തമ്മിലുള്ള എന്തെങ്കിലും, മൂന്നാമത്തെ കോളത്തിലെ ക്വാണ്ടിറ്റീസ് തമ്മിൽ എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ? ശരിക്കും ആലോചിക്ക്. എന്തെങ്കിലും ഐഷ എന്ന് പറഞ്ഞേ, എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ ഐഷ? ഞാൻ ചോദിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ പറയുമ്പോഴാണ് ഞാൻ എടുത്ത് ചോദിക്കേണ്ട ആവശ്യമില്ല. എങ്കിലും ഐഷ എന്തെങ്കിലും തോന്നിയ? എന്തെങ്കിലും ഹൈറ്റ്, ഡിസ്റ്റൻസ് ഒരു മീറ്റർ മെഷർമെന്റിലല്ലേ? അതൊരു ബ്രില്യന്റ് ആൻസർ ആണല്ലോ. ബ്രില്യന്റ് ആൻസർ. ഒന്ന് കേട്ടോ പിള്ളേരെ, ഒരു ബ്രില്യന്റ് ആൻസർ ഐഷ പറയും. എന്താ അറിയോ? ഇത് നോക്കിയ പിള്ളേര്, നല്ല ആൻസറാ. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ എന്താണ്? സ്കെയിൽ ഉപയോഗിച്ചിട്ടാണ് അളക്കണേ. നമ്മൾ സ്കെയിൽ ഉപയോഗിച്ചിട്ട് ബ്രെഡ്ത്ത് അളക്കും. ഹൈറ്റും അളക്കുന്നത് സ്കെയിൽ ഉപയോഗിച്ചിട്ടാ, ഒരു മീറ്റർ ഉപയോഗിച്ചാ, ടേപ്പ് ഉപയോഗിച്ചാ. ഡിസ്റ്റൻസ് അളക്കുന്നതും ഇതാ. അപ്പൊ ഇത് ശരിക്കും എല്ലാം ആരെ പോലെ തന്നെയാ? ഇതെല്ലാം ഈ ലെങ്ത്തിനെ പോലത്തെ ആൾക്കാരല്ലേ? ഉണ്ടോ? അങ്ങനെ സാധനമുണ്ട്. അപ്പൊ ലെങ്ത് എന്ന് എഴുതിയിട്ട് ഞാൻ പിന്നെ അവിടെ കൊണ്ട് ബ്രെഡ്ത്തും ഹൈറ്റൊക്കെ എഴുതാതിരുന്നതിന് കാരണം, ലെങ്ത് പോലത്തെ തന്നെ, ലെങ്ത് അളക്കും പോലെ തന്നെയാണ് ആരും അളക്കണേ? ബ്രെഡ്ത്ത് അളക്കണേ. ലെങ്ത് ഇങ്ങോട്ട് അളക്കും, ബ്രെഡ്ത്ത് അങ്ങോട്ട് അളക്കും. ഹൈറ്റ് മുകളിലേക്ക് അളക്കും, ദൂരം നിലത്തിൽ കൂടെ അളക്കും. അപ്പൊ എല്ലാവരും ഒരേപോലത്തെ ആൾക്കാരാണ്. ലെങ്ത് പോലത്തെ ആൾക്കാരാണ് ആരൊക്കെ? ബ്രെഡ്ത്തും ഹൈറ്റും ഡിസ്റ്റൻസും എല്ലാം. ക്ലിയർ? എഴുതി ഞാൻ കണ്ടില്ല. നിങ്ങൾ പഠിച്ചിട്ടില്ല, നിങ്ങൾ ആ മെത്തേഡ് പഠിച്ചിട്ടില്ല. ആരും എഴുതണ ഞാൻ കണ്ടില്ല. എന്തെഴുതും? അപ്പൊ നിങ്ങൾ വിശദമായി തന്നെ എഴുതും. നിങ്ങൾ താഴെ വേറൊരു പോയിന്റ് ആയിട്ട്, ലെങ്ത്തിന്റെ അതേ സ്വഭാവമുള്ള ആൾക്കാരാട്ടോ ബ്രെഡ്ത്തും ഹൈറ്റും, പേര് മാത്രം മാറിയെന്നുള്ളൂ. അപ്പൊ ലെങ്ത് പോലത്തെ തന്നെ ആൾക്കാരാണ് ബ്രെഡ്ത്ത്, ഹൈറ്റ്, ഡിസ്റ്റൻസ് എന്ന് പറയുന്ന സാധനം. അപ്പൊ അത് വേറൊരു ക്വാണ്ടിറ്റി ആയിട്ട് യഥാർത്ഥത്തിൽ നമ്മൾ പറയാറില്ല. പറയുമ്പോ പേര് വേറെയാണെങ്കിൽ ഇത് ഒന്നാണ് എന്നുള്ള പോയിന്റാണ് നിങ്ങൾ എഴുതിയിടേണ്ടത്. അത് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് ചോദിക്കൊന്നുമില്ല. പക്ഷെ അതില്ലെങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. വിശദമായി നിങ്ങൾക്ക് എങ്ങനെ എഴുതണം എന്നൊന്നുമില്ല. സാറേ എങ്ങനെ എഴുതണ്ടേ അങ്ങനെയൊന്നുമില്ല, നിങ്ങളുടെ കോലത്തിൽ എഴുതിക്കോ. ബട്ട് നാളെ ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ നാളത്തെ കഴിഞ്ഞ് അടുത്ത ക്ലാസ്സുകളിൽ ഇത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ പറയണം, ഞാൻ ചോദിക്കും ഡിസ്റ്റൻസ് ഏതുപോലത്തെ ആൾക്കാരാകുമ്പോൾ നിങ്ങൾ ഡിസ്റ്റൻസ് ലെങ്ത് പോലത്തെ ആളാട്ടോ എന്ന് നിങ്ങൾ പറയും. അത് പറയണമെങ്കിൽ എങ്ങനെ ചെയ്യണം? നീറ്റായി നോട്ട് എഴുതി വെച്ചിട്ട് വീട്ടിൽ പോയി അതൊക്കെ നോക്കണം. ശരി, ഇനി പഠിക്കേണ്ട രീതിക്കണ്ട, ഞാൻ പിന്നെ പറഞ്ഞ പഠിക്കേണ്ട രീതി തന്നെ മാറ്റാനുണ്ട് നിങ്ങൾ. ഐ വിൽ ടെൽ യു.
ഏറ്റവും പ്രശ്നം എന്താ, പണ്ടത്തെ കുട്ടികളെ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. പണ്ടത്തെ കുട്ടികളെ നമുക്ക് ഓറിയന്റ് ചെയ്ത് എടുക്കാൻ എളുപ്പം. അതായത് നിങ്ങൾ തിരിച്ചെടുക്കാൻ എളുപ്പമാണ്. സയൻസിലെ +1 സയൻസ് എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. അത് ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. മനസ്സിലാക്കി പഠിച്ചില്ലെങ്കിൽ പ്രശ്നം. അത് മനസ്സിലാക്കി പഠിച്ചാൽ വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾ എൻട്രൻസ് എഴുതാൻ നിങ്ങൾക്ക് ഏത് ക്വാളിറ്റി ലെവലിലേക്കും എത്താം. അപ്പൊ ഞാൻ പറഞ്ഞത് പണ്ടത്തെ കുട്ടികൾ ഇച്ചിരി എളുപ്പമായിരുന്നു. ഈ ഓൺലൈൻ പഠിച്ച കുട്ടികൾ ഇത്തിരി ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ ഓൺലൈൻ പഠിച്ച കുട്ടികളെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കഴിഞ്ഞ കൊല്ലം നടന്നിട്ടില്ല. അതിന്റെ മുന്നത്തെ കൊല്ലം സ്റ്റാൻഡേർഡ് നമുക്ക് പറയാനില്ല. ഇത് നിങ്ങൾ ശരിക്കും ബാധിക്കും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ തിരിച്ചിങ്ങനെ കൊണ്ടുവരണം. ഓക്കെ, ഐ വിൽ ഡു ഇറ്റ്. അപ്പൊ നോക്കിയോ, അപ്പൊ ബ്രെഡ്ത്ത് ഹൈറ്റ് ഡിസ്റ്റൻസ് ഒരേപോലത്തെ ആൾക്ക്. അപ്പൊ സംശയം ഉണ്ടെങ്കിൽ അപ്പ ആൻഡ്രൈസ് സാറേ അപ്പൊ ഇന്നതോ മനസ്സിൽ തോന്നണല്ലോ. തുടക്കമായതുകൊണ്ട് അത് നിങ്ങൾ ഡൗട്ട് ചോദിക്കാത്തവർ ഞാൻ ക്ലാസ്സിലേ ഇരുത്തൂല. സാറേ ഇന്നത് ഇങ്ങനെ ചോദിച്ചിട്ട് സാറേ ഇന്നതോ, അപ്പോ സാറേ ഇങ്ങനെ വന്നാലോ സാറേ, ഇതാണ് ശരിക്കും ആവശ്യം. ഓക്കെ, എന്ത് സാധനം മനസ്സിൽ സംശയം തോന്നിയാലും അപ്പൊ ഹാൻഡ് റൈസ് ചെയ്തോളണം, എന്നിട്ട് ചോദിച്ചോളണം. അത് ബാക്കിയുള്ളവർക്ക് ഗുണം ചെയ്യും. അതിനാണ് ഇന്ററാക്ഷൻ ക്ലാസ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയോ ഒരു കാര്യം ആദ്യമേ ഞാൻ പറയാം, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ആദ്യമേ പറയൂ. അത് ഉപദേശമല്ല, അത് ഇൻസ്ട്രക്ഷനാണ്. നമുക്ക് മനസ്സിലാക്കിയ കാര്യങ്ങൾ. ഒരു ക്ലാസ്സിൽ ഏതൊരു അധ്യാപകൻ പഠിപ്പിച്ചാലും 40% ഡെലിവറി ചെയ്യാൻ പറ്റുള്ളൂ. ഡെലിവറി ചെയ്യാൻ പറ്റുമോ എന്താ, ഒരു കുട്ടിയിലേക്ക് പറഞ്ഞു കൊടുക്കാൻ ആകെ അധ്യാപകന് എത്രേ സാധിക്കുള്ളൂ? 40%, 40%. ബാക്കി 60% എപ്പോഴാണ് കൊടുക്കണമെന്നറിയോ? കുട്ടികൾ ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കും. അപ്പൊ ഞാൻ ഇപ്പൊ നോട്ട് റെഡിയാക്കിയിട്ടാണ് വന്നാക്കണേ. ആ നോട്ട് വെച്ച് പഠിപ്പിച്ചാലും നിങ്ങൾക്ക് കിട്ടേണ്ട കുറെ കാര്യങ്ങൾ കിട്ടില്ല. 60% കിട്ടാതെ അവിടെ കിടക്കും. 60% കിട്ടണമെങ്കിൽ ആകുമ്പോൾ ക്ലാസ് പക്കയാവും, നല്ല ക്ലാസ് ആവും. ഈ 60% എങ്ങനെ കിട്ടണേ? നിങ്ങൾ നമ്മളോട് ചോദിക്കും. ഇപ്പോൾ ആമിനെ ചോദിക്കും, ചിലപ്പോൾ സന ചോദിക്കും, ചിലപ്പോൾ ഇർഫാൻ ചോദിക്കും. അപ്പൊ ആമിനെ ചോദിക്കുന്ന ഒരു 20%, ഞാൻ ആ ആമിനെ ചോദിക്കുന്ന ആൻസർ പറഞ്ഞു കൊടുക്കുമ്പോൾ വീണ്ടും ഒരു 20%. അപ്പൊ ക്ലാസ് 60% ഭംഗിയാവും. അടുത്ത സന ചോദിക്കുമ്പോൾ വീണ്ടും ചിലപ്പോൾ അടുത്ത സാധനം എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പൊ അത് 20. അങ്ങനെ നിങ്ങളുടെ ഡൗട്ടുകൾ പറഞ്ഞു കഴിയുമ്പോൾ അത് നല്ല ഭംഗിയായി ആ ടോപ്പിക്ക് 100% ആവും. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ പേടിക്കേണ്ട. അധ്യാപകൻ പറയുന്നത്, ഇപ്പൊ ഞാനാണെങ്കിലും ടീച്ചറാണെങ്കിലും വേറെ മാത്സിന്റെ സാറാണെങ്കിലും അത് പറഞ്ഞിടത്തും മിണ്ടാതിരിക്കരുത്. 40% കൂടുതൽ അവർക്ക് പറയാൻ പറ്റില്ല. ബാക്കി 60% കുട്ടികളുടെ ചോദ്യത്തിൽ നിന്നാണ് പറയുന്നത്. അതുകൊണ്ട് മിണ്ടാതിരിക്കുന്ന സ്വഭാവം അങ്ങോട്ട് എടുത്തു കളഞ്ഞേക്കാം. അക്കോർഡിംഗ് ടു അവർ ഇക്യൂബ് സിസ്റ്റം അതങ്ങോട്ട് എടുത്തു കളയാം. അത് മാറിക്കോളും കേട്ടോ. ശരി, അപ്പൊ ഞാൻ പറഞ്ഞത്, ഇനി തോന്നിയത് പറയാം. നാളെ ചാൻസ് ഇല്ല. ഈ പറഞ്ഞ സാധനം നാളെ തോന്നിയത് പറയാൻ പറ്റില്ല. അപ്പൊ ഇന്ന് ഇതിന്റെ തോന്നിയത് പറയാം. അപ്പൊ ഈ ആളും ഇതിന്റെ പ്രശ്നം തീർന്നു. ഈ ആൾ ഇനി ഈ 1ഉം 2ഉം തമ്മിലുള്ളത് ആർക്കാ പറയാവുന്നത്? എന്തെങ്കിലും 1ഉം 3ഉം തമ്മിലുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. നിങ്ങൾ പറഞ്ഞു ഒരാളെ പോലെ തന്നെയാണ് മറ്റേ ആളെന്ന്. മറ്റേ ഐഷ പറഞ്ഞ വളരെ കറക്റ്റാണ്. അതിന്റെ ആൻസർ തീർന്നു. ഫിദ എന്ന് പറഞ്ഞു നോക്കിയോ വെറുതെ. ഈ 1ഉം 2ഉം വെറുതെ പറഞ്ഞു നോക്കിയോ, എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ? 1ലെ ആൾക്കാരും 2ലെ ആൾക്കാരും നോക്കുമ്പോൾ? 1ലെ ഇൻസ്ട്രുമെന്റ്സ് വെച്ച് നമുക്ക് അളക്കാൻ പറ്റും. അതെ. 1ലെ ശരിയാണ് ഫിദ പറഞ്ഞത്. ലെങ്ത്, മാസ്, ടൈം, ടെമ്പറേച്ചർ, കറണ്ട് ഒക്കെ ഫിദ ആലോചിച്ച പോലെ എല്ലാം ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് നമുക്ക് ഇവിടെ നേരിട്ട് അളക്കാൻ പറ്റും. ഇത് മറ്റേതൊക്കെയോ ഫിദ എന്ന് പറഞ്ഞേ, ഈ ഏരിയ, പെരിമീറ്റർ, വോളിയം ഒക്കെയോ ഇതൊന്ന് പറഞ്ഞു നോക്കി. അതൊക്കെ നമ്മൾ എങ്ങനെയാ സാധാരണ അളക്കാറുള്ളത്? പ്രഷർ, ഫോഴ്സ്, ഇതൊക്കെ നമ്മൾ വോൾട്ടേജ്, ഇതൊക്കെ നമ്മൾ വോൾട്ടേജ് വേണ്ട, വെലോസിറ്റി, ആക്സിലറേഷൻ, ഇതൊക്കെ നമ്മൾ എങ്ങനെയായിരിക്കും അളക്കണത്? ഫോർമുലാസ് ഉപയോഗിച്ച്. ബ്രില്യന്റ് ആൻസർ. അത് ചെറിയ ആൻസർ അല്ല, അത് ഇറ്റ്സ് ബ്രില്യന്റ് ആൻസർ. എന്താ ആൻസർ? കണ്ടോ അതിനെ ഞാനിത് വെയിറ്റ് ചെയ്യണേ. അതായത് രണ്ടാമത്തെ ആൾക്കാർ കൂടുതലും ഫോർമുലകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ടാണ് കണ്ടുപിടിക്കണേ. കണ്ടോ, ബ്രില്യന്റ് ആൻസർ. ഇത് നേരിട്ട് നമുക്ക് അളക്കാവുന്നതാണ്. ഇത് അങ്ങനെയല്ല. ഇത് അളക്കാൻ മെഷീൻ ഉണ്ട്, വെയിങ് മെഷീൻ ഉണ്ട്. അത് ശരിയാണ്. ആക്സിലറേഷൻ അളക്കാൻ, സ്പീഡ് അളക്കാൻ, വെലോസിറ്റി അളക്കാൻ സ്പീഡോമീറ്റർ ഉണ്ട്, വോൾട്ടേജ് അളക്കാൻ വോൾട്ട് മീറ്റർ ഉണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി ഇത് ശരിക്കും അളക്കുന്നത് ഫോർമുല ഉപയോഗിച്ചിട്ടാണ്. ഏരിയ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, പെരിമീറ്റർ 2πr, വോളിയം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, ഫോഴ്സ് F=ma, പ്രഷർ ഫോഴ്സ് ബൈ ഏരിയ. കേട്ടോ, ഇത് പറഞ്ഞ വളരെ കറക്റ്റ് അല്ലേ? ഈ രണ്ടാമത്തെ ഏരിയയുടെ കൂടുതൽ ആൾക്കാരും നമ്മൾ ചെയ്യുന്നത് സാധാരണ ഫോർമുല ഉപയോഗിച്ചിട്ടാണ്. അതുകൊണ്ട് കേട്ടോ പിള്ളേരെ, കണ്ടോ
അതുകൊണ്ട് ഈ ഒന്നാമത്തെ ആൾക്കാർ അങ്ങനെയല്ല. ലെങ്ത്തിന് ആരും ഫോമുല ഉപയോഗിക്കാറില്ല, മാസ് അളക്കാൻ ഫോമുല ഉപയോഗിക്കാറില്ല, ടൈമിന് ഫോമുല ഉപയോഗിക്കാറില്ല. നേരെ ടൈം കിട്ടും, ടെമ്പറേച്ചർ നേരെ കിട്ടും. അതുകൊണ്ട് 2 ടൈപ്പ് ക്വാണ്ടിറ്റി ഉണ്ട്. ഒന്നാമത്തെ ടൈപ്പ് ക്വാണ്ടിറ്റിനെ വിളിക്കുന്ന പേരാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ഈ രണ്ടാമത്തെ ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. കണ്ടോ? എനിക്കിത് വേണേ ഇങ്ങനെ പഠിപ്പിക്കണ്ട, എനിക്ക് വേണേ ക്വസ്റ്റ്യൻ ആൻസർ ആദ്യമേ പഠിപ്പിക്കായിരുന്നു. അപ്പൊ എന്റെ സമയമൊന്നും ഇത്രയും പോയില്ലായിരുന്നു. പക്ഷെ നിങ്ങളെ പഠിപ്പിച്ചത് നിങ്ങൾ കണക്ട് ചെയ്താണ് ഈ ആൻസർ വന്നത്, ഞാനല്ല പറഞ്ഞത്. യു ഓൺലി ടോൾഡ്. മൂന്നാമത്തതും ഐഷ പറഞ്ഞു, മൂന്നാമത്തും ഒന്നും തമ്മിൽ ഐഷ പറഞ്ഞു, അതവിടെ മാറ്റി വെച്ചു. 1ഉം 2ഉം തമ്മിലുള്ളത് ഫിദ പറഞ്ഞു. ഫിദ പറയാൻ വെച്ചാൽ നിങ്ങളെ ഒരാളാണ്, അപ്പൊ നിങ്ങളത് പറഞ്ഞതുപോലെയാ. ഫണ്ടമെന്റലും ഉണ്ട്, ഡിറൈവ്ഡും ഉണ്ട്. ഫണ്ടമെന്റൽ എന്ന് പറയുന്നത്, അപ്പൊ നിങ്ങൾക്ക് അതിന്റെ അർത്ഥം നിങ്ങൾ എഴുതി വെച്ചു. എന്താ എഴുതി വെച്ചു? ഫിദ പറഞ്ഞ പോലെ നിങ്ങളുടെ ഭാഷയിൽ എഴുതി വെച്ചു. ഡിറൈവ്ഡ് എന്ന് പറഞ്ഞാൽ എല്ലാം ഫോമുല ഉപയോഗിച്ചിട്ടാണ് അത് കണ്ടുപിടിച്ചത്. ഫണ്ടമെന്റൽ അങ്ങനെയല്ല, ഫോമുല ഒന്നും വേണ്ട, നമുക്ക് നേരിട്ട് നമുക്ക് അവനെ കണ്ടുപിടിക്കാം. അതായത് ഡിറൈവ്ഡിന് വേറൊരു പോയിന്റ് കൂടെ പറയും. ഡിറൈവ്ഡ് ഡിപ്പെൻഡന്റ് ആണ്, ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഈ ബാക്കിയുള്ള ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്താണ് ഡിറൈവ്ഡ് നിൽക്കുന്നത്. എന്നാൽ ഈ ഫണ്ടമെന്റലോ ഇൻഡിപെൻഡന്റ് ആണ്, ഒറ്റയ്ക്കാണ് അവൻ നിൽക്കുന്നത്. അവനെ നമുക്ക് ഒറ്റയ്ക്ക് അളക്കാം. മറ്റേത് വേറെ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്ത് ഫോമുല ഉപയോഗിച്ചിട്ടാണ് അവനെ നമ്മൾ സാധാരണ അളക്കുന്നത്. ഓക്കെ, ഒരു വാക്കൊക്കെ പറയും, ഡിറൈവ്ഡിന് വേറെ വാക്ക് ടെക്സ്റ്റ് ബുക്കിലും സെന്റൻസിലൊക്കെ ചിലപ്പോൾ ടീച്ചർമാർക്ക് എഴുതി തരും. അതുകൊണ്ട് പേടിക്കേണ്ട, നിങ്ങൾ വാക്ക് ഇതായിരിക്കും. ക്യാൻ ബി എക്സ്പ്രസ്ഡ്, വേറൊരു വാക്ക്. പല പോയിന്റുകളാണ്. ഇൻ ദ ഫോം ഓഫ് അനദർ ക്വാണ്ടിറ്റീസ്, ഇൻ ദ ഫോം ഓഫ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. പറഞ്ഞുതരാം, ഇതൊന്നും കണ്ട് പേടിക്കണ്ട കേട്ടോ. ഇതൊന്നും നിങ്ങൾ കാണാതെ പഠിക്കും വേണ്ട, എന്നാൽ ഐഡിയ വേണം മനസ്സിൽ. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എക്സ്പ്രസ് ചെയ്യാവുന്ന, അതായത് ഫിദ പറഞ്ഞ പോലെ തന്നെ ഫോമുല ഉപയോഗിച്ച് ആരൊക്കെയുള്ള ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിലുള്ള ഫോമുല. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം, നോക്കിക്കോ. മറ്റേ വോളിയം ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഇത് ഫോമുലയല്ലേ? അതാണ് എക്സ്പ്രസ് ചെയ്യാം ഇൻ ദ ഫോം ഓഫ് ഫോമുല പോലെ. ഫോമുല പോലെ ആരുടെ? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ആരൊക്കെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഇവിടെ? ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്. ഇവരെല്ലാവരും ലെങ്ത് പോലത്തെ ആൾക്കാരല്ലേ. അപ്പൊ അയാൾ ഉപയോഗിച്ച് നമുക്ക് വോളിയത്തെ പറയാം. അതുകൊണ്ട് വോളിയത്തിന് എന്തെന്ന് വിളിക്കണേ? ഡിറൈവ്ഡ് എന്ന് പറയണേ. ഉണ്ടോ? സംശയങ്ങൾ ഉണ്ടാവണം. ചോദിച്ചേ, എന്താ സംശയം എന്നൊന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. ചുമ്മാ മനസ്സിൽ തോന്നിയതിനാണ് സംശയം എന്ന് പറഞ്ഞത്. മനസ്സിൽ തോന്നിയതിനാണ് സംശയം എന്ന് പറയുന്നത്. ഒന്ന് പറയാമോ? എന്തെങ്കിലും തോന്നലുണ്ടായോ? ഒന്നും ഉണ്ടാവാതിരിക്കുന്ന പ്രശ്നമാണ്, ഭയങ്കര പ്രശ്നം. ഒന്നും ഉണ്ടാവാതിരുന്ന നിങ്ങൾ ലൈവ് അല്ല എന്നതിന്റെ അർത്ഥം. പ്രശ്നമില്ല, കൃത്യമാണ്, പ്രശ്നമില്ല. ഓക്കെയാണ്. ഓക്കെ, ശരി. ഇനി കേട്ടോ പിള്ളേര്, ഇനി ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് അപ്പൊ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് 7 എണ്ണം ഉണ്ട്. നമ്പർ തന്നെ ഇടണം, നമ്പർ ഇട്ട് തന്നെ പഠിക്കണം. ഉണ്ടോ? അതിൽ 1 ലെങ്ത്, 2 മാസ്. അതിൽ ഏറ്റവും നല്ല മാസ് ആദ്യം എഴുതുക, അതിന്റെ ഭംഗി. നിങ്ങൾ പറഞ്ഞ ഓർഡറിൽ ഞാനിത് എഴുതിയേ. ശരിക്കും അതിന്റെ ഭംഗിയും എപ്പോഴും അങ്ങനെ ഒരു നിർബന്ധവും ഇല്ല കേട്ടോ, 1% പോലും നിർബന്ധമില്ല. പക്ഷെ ഏറ്റവും നല്ലത് ഭംഗിക്ക് അതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയണേ. എന്ത് ചെയ്യണം? നിങ്ങൾ ആദ്യം ഏതെഴുതുക? മാസങ്ങൾ എഴുതിക്കും. മാസം 1, 2 ലെങ്ത്, 3 ടൈം. പിന്നെ അങ്ങോട്ട് എന്തായാലും കുഴപ്പമില്ല. ഈ ആദ്യത്തെ 3 എണ്ണത്തിന് ഇച്ചിരൂടെ റോള് കൂടുതലുണ്ട്, ഞാൻ പിന്നെ പറഞ്ഞുതരാം. 4, 5, 6, 7. ഓക്കെ, ക്ലിയർ? അപ്പൊ 7 ആൾക്കാർ. ഇത് നിങ്ങൾ എന്ത് ചെയ്തോളണം? 7 ആൾക്കാരെ ബൈ ഹാർട്ട് ചെയ്തോളണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞേ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞേ. ഇല്ല, പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ഹാൻഡ് റൈസ് ചെയ്തോളണം കേട്ടോ. മാസ്, ലെങ്ത്, ടൈം, ടെമ്പറേച്ചർ, കറണ്ട്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ലൂമിനസ് ഇന്റൻസിറ്റി. 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ്.
അടിസ്ഥാന ക്വാണ്ടിറ്റീസ് ആണ്. ബാക്കി എല്ലാവരും ഇതിൽ നിന്നാണ് ഉണ്ടാക്കിയെടുക്കണേ. ബാക്കി ലോകത്തുള്ള പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ ക്വാണ്ടിറ്റീസും ഈ 7 ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണേ. ഓക്കെ, ക്ലിയർ 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 എന്ന് ചോദിക്കുന്ന ഡൗട്ട് നിങ്ങൾ ശരിക്കും മറ്റേ ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇപ്പൊ തന്നെ ഡൗട്ട് ചോദിക്കുന്ന സ്വഭാവത്തിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ഇത്തരം പറയുമ്പോൾ തന്നെ ഈ പറയണതിന്റെ ഇടക്ക് കൈ പോക്കും. അങ്ങനെ ആവണം നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ. മനസ്സിൽ കുറേ കുട്ടികളുണ്ട്. അപ്പൊ ഒരു ക്ലാസ്സിൽ 40 കുട്ടികൾ എപ്പോഴും കുറെ ഡൗട്ടുകൾ ഇങ്ങനെ ചോദിക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പോഴത് ക്ലാസ് ഉണ്ടാവുള്ളൂ, പ്രശ്നം പെർഫെക്റ്റ് ആവുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഇനി നിങ്ങൾ ഈ 7 ക്വാണ്ടിറ്റീസിനെയും ഈ മാസിനെ എങ്ങനെ എന്ത് ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യണേ? ലെങ്ത്തിന് എന്താണ്, ടൈമിന് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഒന്ന് പറഞ്ഞേ, ആരാ പറയണേ? മാസിനെ നമ്മൾ സാധാരണ എന്ത് ലെറ്റർ ഉപയോഗിക്കണേ? ഒന്ന് പറഞ്ഞേ സന. മാസിനെ സന എം അല്ലേ? ക്യാപിറ്റൽ എം ആണോ സ്മോൾ എം ആണോ ഉപയോഗിക്കണേ? പറഞ്ഞ രണ്ടും ഉപയോഗിക്കാം. സ്മോൾ എം ആണ് സാധാരണ, ക്യാപിറ്റൽ എം ഉപയോഗിക്കുന്നത് പ്രശ്നമൊന്നുമില്ല മാസിന്. ലെങ്ത്തിന് അതുപോലെ തന്നെയാണ്. സ്മോൾ എല്ലാണ് സാധാരണ ഉപയോഗിക്കുന്നത്, ക്യാപിറ്റൽ എൽ ഉപയോഗിച്ചാലും പ്രശ്നമൊന്നുമില്ല. ടൈമിന് ഏതാ ഉപയോഗിക്കണേ? ഒന്ന് പറഞ്ഞിട്ട് റീസ, ടൈമിന് നമ്മൾ ഏതാ ഉപയോഗിക്കാറുള്ളത്? സ്മോൾ ലെറ്റർ ടി. സ്മോൾ ലെറ്റർ റീസ എടുത്തു പറഞ്ഞു, കറക്റ്റ് ആണ്. സ്മോൾ ലെറ്റർ ടി ആണ് സാധാരണ ഉപയോഗിക്കാറുള്ളൂ. ക്യാപിറ്റൽ ലെറ്റർ ടി ഉപയോഗിക്കും. ആർക്കെങ്കിലും പറയാമോ ക്യാപിറ്റൽ ലെറ്റർ ടിയുടെ പ്രത്യേകത? ആർക്കെങ്കിലും പറയാമോ? ക്യാപിറ്റൽ ലെറ്റർ ടി ഉപയോഗിക്കും. ആർക്കെങ്കിലും പറയാമോ പ്രത്യേകത? ഞാൻ പറയാം കേട്ടോ. ആർക്കും പറയാൻ പറ്റില്ല. ഒന്ന് പറഞ്ഞു നോക്കി, വെറുതെ പറഞ്ഞു നോക്കി, വെറുതെ ആരെങ്കിലും പറഞ്ഞു നോക്കി. ക്യാപിറ്റൽ ടി വെറുതെ ശരിയാവണമെന്നില്ലെന്നേ. സ്മോൾ ലെറ്റർ ടി എടുത്തു പറഞ്ഞു. ക്യാപിറ്റൽ ലെറ്റർ ടി ഉപയോഗിച്ചാൽ ഒരു പ്രശ്നമില്ല. ക്യാപിറ്റൽ ലെറ്റർ ടി ഉപയോഗിക്കാം, ഒരു പ്രശ്നമില്ല. സാധാരണ ക്യാപിറ്റൽ ടി ഉപയോഗിക്കുന്ന ഒരു സ്പെഷ്യൽ സാധനമാണ്. അയാളുടെ പേരാണ്, ക്യാപിറ്റൽ ടിയുടെ പേരാണ് ടൈം പീരീഡ് എന്ന് പറയുന്ന സാധനം. ടൈം തന്നെയാണ്, പക്ഷെ ഇത്രയോടും ക്ലാരിറ്റി ഉണ്ടാവും. അതിന് ടൈം പീരീഡ് എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് ടൈമിന് എന്ത് സ്മോൾ ടിയും ടൈം പീരീഡിന് ക്യാപിറ്റൽ ടി ആണ് കൊടുക്കണേ. ഇനി ഒരാൾക്ക് ടൈമിന് പകരം ക്യാപിറ്റൽ ടി കൊടുക്കുന്നത് പേടിക്കൊന്നും വേണ്ട, ഒരു പ്രശ്നമില്ല. ഓക്കെ, ശരി. ഈ ലെറ്ററുകളാണ് ഉപയോഗിക്കുന്നത്. ടെമ്പറേച്ചറിന് പ്രത്യേകിച്ച് ലെറ്റർ ഒന്നും നമ്മൾ ഉപയോഗിക്കാറില്ല. ടെമ്പറേച്ചറിന് തന്നെയാണ് പറയണത്. ചിലവർ ടി എന്നൊക്കെ ഉപയോഗിക്കാറുണ്ട്. ടെമ്പറേച്ചറിന് ചിലപ്പോൾ ടി എന്ന് വിളിക്കും, ക്യാപിറ്റൽ ടി എന്ന് വിളിക്കും. അപ്പൊ നിങ്ങൾ കൺഫ്യൂഷൻ വരില്ല. കാരണം ടൈം പറഞ്ഞിടത്ത് ടി കണ്ടാൽ അത് ടൈം ആണെന്നും, ടെമ്പറേച്ചർ പറഞ്ഞിടത്ത് ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ടി എന്ന് എഴുതിയാലും ഒരു പ്രശ്നമില്ല, നിർബന്ധമൊന്നുമില്ല. സാധാരണ നമ്മൾ അങ്ങനെ ഉപയോഗിക്കാറില്ല, അത്ര നമുക്ക് വരാറില്ല. പക്ഷെ വന്ന സ്ഥലത്ത് എന്താ ഉപയോഗിക്കുന്നത്? ടി ആണ് ഉപയോഗിക്കുന്നത്. കറണ്ടിന് ഏതാ ലെറ്റർ ഉപയോഗിക്കണം? ആരാ പറഞ്ഞേ? കറണ്ടിന്റെ ലെറ്റർ ആരാ പറഞ്ഞത്? പഠിച്ചാണല്ലോ. കറണ്ടിന്റെ ലെറ്റർ ആരാ പറഞ്ഞത്? ഹാൻഡിങ്ങിന് പിടിയ ഹാൻഡ്. കറണ്ടിന്റെ ലെറ്റർ അന്ന് പറഞ്ഞ ദുൽഫുക്കാർ പറഞ്ഞു. കറണ്ട് ഏതാ ലെറ്റർ? ആ, ബ്രില്യൻറ്റ്. കറണ്ടിന്റെ ലെറ്റർ ഐ ആണ്, ക്യാപിറ്റൽ ലെറ്റർ ഐ. സി അല്ല ഉപയോഗിക്കുന്നത് കേട്ടോ. കറണ്ടിന്റെ ലെറ്റർ ക്യാപിറ്റൽ ഐ ആണ് ഉപയോഗിക്കുന്നത്. എവിടെയെങ്കിലും ക്യാപിറ്റൽ ഐ, സ്മോൾ ഐയും ചിലപ്പോൾ ഉപയോഗിക്കാറുണ്ട്, പക്ഷെ സ്ഥിരം നമ്മൾ ഉപയോഗിക്കുന്നത് ക്യാപിറ്റൽ ഐ ആണ്. അതിന് കാരണമുണ്ട്. കറണ്ടിന്റെ സി അല്ലേ വരണ്ടേ എന്ന് അങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റില്ല. സയന്റിസ്റ്റുകളാണ് തീരുമാനിക്കണേ, സയന്റിഫിക് ലോകമാണ് തീരുമാനിക്കുന്നത് ഏത് ലെറ്റർ ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ എക്സാമ്പിൾ. ഇപ്പൊ ഈ മറ്റേ ചുഴലിക്കാറ്റുണ്ട്. ഏറ്റവും ഒരു ചുഴലിക്കാറ്റിന്റെ പേര് ആരെങ്കിലും പറയാമോ? ലാസ്റ്റ് വന്ന ചുഴലിക്കാറ്റിന്റെ ഒരു പേര് പറയാമോ ആരെങ്കിലും? ഒരു ചുഴലിക്കാറ്റ് ആരാ? ആ, ഓക്കി ചുഴലിക്കാറ്റ്. വേറെ പേരുണ്ടോ സന? വേറെ പേര്? ഓക്കെ അല്ലാതെ വേറെ വല്ല പേര് ഓർക്കണ്ടോ? ഇല്ല അല്ലേ? പല ചുഴലിക്കാറ്റിന്റെ ഒരുപാട് പേരുകളുണ്ട്. കത്രീന എന്ന് പറയുന്ന പേരിട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇട്ടത് ഒരു അറബിക് വേർഡാണ് ഇട്ടത്. ഇതൊക്കെ ചുമ്മാ പേര് കൊടുക്കണല്ല കേട്ടോ. ഞാൻ അടുത്തതിന് എന്താണ് പേര് കൊടുക്കേണ്ടതെന്ന് പേര് ഇപ്പോഴേ കണ്ടുവച്ചിട്ടുണ്ട്. ഒരു അറബിക് വേർഡാണ് അടുത്ത ചുഴലിക്കാറ്റിന്റെ. അപ്പൊ ചുഴലിക്കാറ്റിന്റെ പേര് കൊടുക്കണ ആരാ? നമുക്ക് ഇഷ്ടമുള്ള പേര് ഇട്ട് കൊടുക്കാവോ? എന്നാ പിന്നെ അങ്ങോട്ട് പേരിടാൻ പാടില്ലായിരുന്നോ? അന്ന് ദുൽഫുക്കാർ, നല്ല വെറൈറ്റി പേരാണല്ലോ. ഒരു ചുഴലിക്കാറ്റിന് ദുൽഫുക്കാർ എന്ന് അങ്ങോട്ട് എല്ലാവരും തീരുമാനിച്ചു. അങ്ങനെ ഇടാൻ പറ്റില്ല. വേറെ ഒരെണ്ണത്തിന് ട്രീസ, അങ്ങനെയൊന്നും ഇടാൻ പറ്റില്ല. ട്രീസ ചേരണയാ, ചുഴലിക്കാറ്റിന് ചേരണ പേരാ. ട്രീസ ചുഴലിക്കാറ്റ് പറയാൻ എളുപ്പമുണ്ട്. ദുൽഫുക്കാർ അത്രയും പറയാൻ പറ്റില്ല. ട്രീസ ചുഴലിക്കാറ്റ് നിങ്ങൾക്ക് കേൾക്കല്ലേ? ട്രീസ അങ്ങനെ പേര് കൊടുക്കാൻ പറ്റില്ല. ആരാ തീരുമാനിക്കണേ? അതിന്റെ ഒരു വേൾഡ് ഇന്റർനാഷണൽ ലെവലിൽ ഒരു ഫോറം ഉണ്ട്. അവരാണ് തീരുമാനിക്കുന്നത് എന്ത് പേര് കൊടുക്കണം ചുഴലിക്കാറ്റ്. അതേപോലെ
കറണ്ടിന് ഐ കൊടുക്കാൻ കൃത്യമായ കാരണമുണ്ട്. ഓക്കെ, അപ്പൊ കറണ്ടിന് ലെറ്റർ ആരാ ഉപയോഗിക്കാവുള്ളൂ? ഐയെ ഉപയോഗിക്കാവുള്ളൂ. സി ഉപയോഗിക്കാൻ പാടില്ല. സി ഉപയോഗിക്കുന്ന വേറെ ആൾക്കാ, നമുക്ക് പിന്നെ പഠിക്കാം. ശരി, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് ലെറ്ററുകളൊന്നും അത്ര ലൂമിനസ് ഇന്റൻസിറ്റി അത് രണ്ടും വലിയ പ്രാധാന്യമില്ല. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന് അങ്ങനെ പ്രത്യേകിച്ച് ലെറ്ററും നമ്മൾ ക്യാപിറ്റൽ എന്നോ ഒന്നും കൊടുത്ത് കാണാറില്ല. ഓക്കെ, അപ്പൊ ഇനി എവിടെയും നിങ്ങൾ ഐ കണ്ടാൽ മനസ്സിലാവും. ഐ എന്ന് പറഞ്ഞാൽ ഏത് ക്വാണ്ടിറ്റിയാണ്? കറണ്ട് ആണ്. സ്മോൾ ടി കണ്ടാൽ ഏത് ക്വാണ്ടിറ്റിയാണ്? ടൈമാണ്. ഇതൊക്കെ മനസ്സിലാവും. ശരി, ഓക്കെ. ഇനി ശ്രദ്ധിച്ചോ, ഞാൻ പല കാര്യങ്ങൾ വിട്ടുപോകുമ്പോൾ നിങ്ങൾ ഡൗട്ട് ചോദിക്കണം കേട്ടോ. ശരി, മനസ്സിൽ തോന്നിയത് ചോദിച്ചോളൂ. ഇനി ഞാൻ ചോദിക്കട്ടെ. അപ്പൊ ക്വാണ്ടിറ്റിയെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ക്വാണ്ടിറ്റി, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഓക്കെ, വിശദമായിട്ട് പഠിക്കാനുണ്ട്, അത് നമുക്ക് പിന്നെ പഠിക്കാം. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിനെ കുറിച്ച് വിശദമായിട്ട് പിന്നെയും നമുക്ക് പഠിക്കാനുണ്ട്. ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ. ഈ നമ്മൾ പറയുമ്പോഴേ ഇപ്പൊ ലെങ്ത് നമ്മൾ ഒരളക്കുക കേട്ടോ. ഇപ്പൊ ലെങ്ത് ഓഫ് എ പേന, ലെങ്ത് ഓഫ് എ പെൻ നമ്മൾ അളക്കുക. നിങ്ങളെന്ന് പറയാമോ ഏകദേശം എത്ര വരും? ലെങ്ത് ഓഫ് എ പെൻ ഏകദേശം എത്ര വരും? ആരാ പറഞ്ഞേ? ചുമ്മാ ഒരു ഏകദേശം ഒന്ന് പറഞ്ഞു. സ്കെയിലൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടാവുമല്ലോ, ഒന്നെടുത്ത് സ്കെയിൽ ഒന്നെടുത്ത്, എല്ലാവരും സ്കെയിൽ ഒന്നെടുത്ത്, എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ കയ്യിലുള്ള പേനയുടെ ലെങ്ത് ഒന്ന് പറഞ്ഞ് എല്ലാവരും. അപ്പൊ നിങ്ങൾ അളക്കാൻ പോവാണ്, ഒരു ക്വാണ്ടിറ്റി നിങ്ങൾ മെഷർ ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞ് ഉള്ളവര് വാ പറയൂ. ഷാമിനെ എത്രയുണ്ട്? ഷാമിന് എത്രയുണ്ട്? 8.5 ഉണ്ട്. ശരി, നമ്മുടെ ഫിദ എത്രയുണ്ട്? ഫിദ 14.3 ആണോ? ശരി, ഒന്ന് പറഞ്ഞേ. അനന്തു എത്രയാ? അനന്തു കുഴപ്പമില്ല. ഒന്ന് പറഞ്ഞേ. മറ്റേ ഐഷ എത്രയാ? 13.9. ഓക്കെ, കേട്ടോട്ടെ പിള്ളേരെ. ഞാൻ ഉദ്ദേശം എന്താണെന്നറിയോ? ശ്രദ്ധിച്ചോ? അല്ല, നിങ്ങൾ അളന്നാൽ മതി. എല്ലാവരും അളന്നാൽ മതി. അല്ല, കേട്ടോട്ടോ, ഇതിനകത്തൊരു അബദ്ധമുണ്ട്. ഇത് ഭയങ്കര അബദ്ധമുണ്ട്. ഇവിടെ ഞാൻ എന്താ എഴുതണ്ടേ? ആരാ പറയണേ? ഹാൻഡ് റൈസ് ചെയ്ത് ഒന്ന് പറ സന, എന്താ എഴുതണ്ടേ? സെന്റിമീറ്റർ ആണോ ഐഷ? സെന്റിമീറ്റർ എന്നാണോ ഐഷ എഴുതണ്ടേ? പറഞ്ഞേക്കുന്നത് സെന്റിമീറ്ററിലാ. എന്താ എവിടെ നമുക്ക് കിട്ടിയത്? സ്കെയിലില് സെന്റിമീറ്റർ എന്നാ എഴുതിയേ. അത് സെന്റിമീറ്റർ വെച്ചാൽ സെന്റിമീറ്ററിന്റെ സ്കെയിൽ വെച്ച് അളന്നത്. അപ്പൊ നിങ്ങൾ സെന്റിമീറ്റർ എന്ന് എഴുതി. ഇതൊക്കെ സെന്റിമീറ്ററിൽ എല്ലാവരും അളന്ന്. അല്ല ഐഷ, ഈ മീറ്ററിൽ നമുക്ക് അളക്കാൻ പറ്റും? ഇവനെ അളക്കാൻ പറ്റും. അപ്പൊ ചിലപ്പോ ഇവനെ നമുക്ക് വേണമെങ്കിൽ എന്തിൽ പറയാം? മീറ്ററിൽ പറയാന്ന്. ഇവനെ 8.5 സെന്റിമീറ്ററില്ല. ചിലപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച സ്കെയിൽ മീറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് മീറ്ററിൽ ചിലപ്പോൾ പറയാം, പിന്നെ കിലോമീറ്ററിൽ പറയാം. അപ്പോൾ മീറ്ററിൽ പറയാം, സെന്റിമീറ്ററിൽ പറയാം, കിലോമീറ്ററിൽ പറയാം. പിന്നെ ആർക്കറിയാവുന്നേ? പിന്നെ എന്തിൽ പറയാം? ആരാ പറയണേ? പിന്നെ എന്തിൽ പറയാം? മില്ലിമീറ്റർ പറയാം. കറക്റ്റ് ആണ്, മില്ലിമീറ്റർ പറയാം. അങ്ങനെ പറഞ്ഞല്ലേ. അപ്പൊ ഇങ്ങനെ ഹാൻഡ് റൈസ് ചെയ്യണം കേട്ടോ പിള്ളേരെ. പറയണതിന് മുമ്പ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണം. അപ്പൊ ഞാൻ പേര് വിളിക്കും, എന്നിട്ട് ആൻസർ പറയാവുള്ളൂ. പിന്നെ ആർക്ക് പറയാം? പിന്നെ വേറെ എന്തിനും പറയാം? ആർക്കെങ്കിലും ഇന്ന് ക്ലാസ് കേട്ടവർക്ക് പറയാമല്ലോ. ഇന്ന് ക്ലാസ് കേട്ടവർക്ക് ഇവിടെ കേട്ടോ. മൂസിനെ ഇവിടെയാണോ നോക്കണേ? ഇവിടെയാണ്, ശ്രദ്ധ പോണില്ലോ അന്ന് പറഞ്ഞ ഷാമിനെ. ഇന്ന് കേട്ടെങ്കിൽ പറയാലോ. ഇങ്ങനെ ഹാൻഡ് പിടിച്ചാൽ മൈക്രോ ഉണ്ടോ? മൈക്രോമീറ്റർ പറയാം. ഇന്ന് ക്ലാസ് കേട്ടവർക്ക് അത് പറയാം. അതാ ഞാൻ പറയണേ. ഇന്ന് ക്ലാസ് കേട്ട് ഇന്ന് തന്നെ എഴുതിയിട്ട് ശ്രദ്ധയുള്ളവർക്ക് അത് പറയാം, മൈക്രോമീറ്റർ പറയാം. ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഇതിനകത്തൊരു പ്രശ്നം. ഇനി വേറെ കാര്യം ചോദിക്കട്ടെ. വെയിറ്റ് നിങ്ങളുടെ വെയിറ്റ് എത്ര ഏകദേശം ഒന്ന് പറഞ്ഞേ? മറ്റേ ട്രീസയുടെ വെയിറ്റ് ലാസ്റ്റ് നോക്കിയിട്ട് എത്ര വെയിറ്റ്? 45 ആണ്. ശരി, നമ്മുടെ മുഹമ്മദ് ഇർഷാദെ നിന്റെ വെയിറ്റോ? 79. ആഹാ, അടിപൊളി വെയിറ്റ് ആണോ നിന്റെ? ഓഹോ, അടിപൊളി വെയിറ്റ് ആണോടാ 79 ഒക്കെ. നിന്നെ കണ്ടാലും നല്ല വെയിറ്റ് പറയും. ശരി, എന്റെ വെയിറ്റ് ഏകദേശം 79 ഉള്ളൂ. ഞാനും നീ ഒരേ വെയിറ്റ് ആണ് ഇപ്പൊ തന്നെ. നിന്റെ വാപ്പാനെ ഒന്ന് കാണട്ടെട്ടോ, ഞാൻ ചോദിക്കട്ടെ. ഇനി തീരുമാനം ആക്കൂലെന്ന്. ശരി കേട്ടോ, ശ്രദ്ധിച്ച പിള്ളേരെ. അപ്പോ
ഇത് ഞാൻ ചോദിക്കട്ടെ, അല്ല ഇത് ഇൻകംപ്ലീറ്റ് ആണ്. സൗണ്ട് ഓഫ് ചെയ്ത് ഇർഷാദേ, സൗണ്ട് ഓഫ് ചെയ്തേ. ഇത് ഇൻകംപ്ലീറ്റ് ആണ്. ട്രീസയാണ് പറഞ്ഞു തുടങ്ങിയത്. ഇത് ഇൻകംപ്ലീറ്റ് ആണ്. എന്താ കാരണം ട്രീസ? ഇത് ഇൻകംപ്ലീറ്റ് ആണ് ഈ എഴുത്ത്. അതിന്റെ യൂണിറ്റ് എഴുതിയിട്ടില്ല. പറഞ്ഞോ, യൂണിറ്റ് എത്രയാ പറഞ്ഞോ? 45 എന്തോരാ ട്രീസ് ഉള്ളത്? 45 എന്താ കേട്ടില്ല? 45 kg അല്ലേ? kg കിലോഗ്രാം ആണോ? ഇത് തന്നെയാണോ? ആ ശരി, കട്ട് ചെയ്തേ. എന്താ ഭയങ്കര ഡിസ്റ്റർബൻസ്? കട്ട് ചെയ്തേ, ഭയങ്കര ഡിസ്റ്റർബൻസ് ആണല്ലോ. ഇയർഫോണും ഇതൊക്കെ കൃത്യമായിരിക്കണം കേട്ടോ. അതിനെന്തോന്ന് പറഞ്ഞേ? kg ആണോ എഴുതണ്ടേ? 79 kg എന്നാണോ? അതാണോ ഉദ്ദേശിക്കണേ? അതെന്തേ എന്താ kg എന്ന് വെച്ചാ? ഫുൾ ഫോം കിലോഗ്രാം. കിലോഗ്രാം അല്ല, കിലോഗ്രാം അല്ലാതെ വേറെ ഏതെങ്കിലും അറിയാവോ? അതെന്തോന്ന് അറിയാവോ? കിലോഗ്രാമിലല്ലാതെ വെയിറ്റ് അളക്കുന്നത്? ഗ്രാമിൽ അളക്കും. കിലോഗ്രാമിൽ അളക്കും, ഗ്രാമിൽ അളക്കും. പിന്നെ വേറെ ഏതാനും എന്തുള്ളേ? വേറെ ആരാ പറഞ്ഞേ? വെയിറ്റ് അളക്കണ വേറെ ആരാ പറഞ്ഞേ? ടൺ അബ്സല്യൂട്ട്ലി ടൺ. പിന്നെ വേറെ ആരാ പറഞ്ഞേ? വേറെ വെയിറ്റ് അളക്കാൻ വേറെ ഇങ്ങനെ കൈ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കൈ റെസ്പോണ്ട് ചെയ്യാം. വേറെ അറിയില്ല? മില്ലിഗ്രാം, സെന്റിഗ്രാം എല്ലാം ഉണ്ട്. അങ്ങനെ ഗ്രാമുകളിൽ അളക്കാം. ഓക്കെ, അങ്ങനെ പല ഐറ്റം ഉണ്ട്. അങ്ങനെ എല്ലാവരെയും പല രീതിയിൽ അളക്കാം. ഇങ്ങനെ വന്നപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി. പിന്നെ വേറെ സാധനം പൗണ്ടിൽ അളക്കാം. ഓക്കെ, ഇങ്ങനെ വന്നപ്പോൾ ഭയങ്കര പ്രശ്നമായി. എപ്പോഴാണ് പ്രശ്നമായതറിയാമോ? ഞാൻ പറയാം. ഇവിടുന്ന് നമ്മൾ ഒരു സാധനം അയക്കുകയാണ്. ഇവിടുന്ന് നമ്മളൊരു സാധനം ഗൾഫിലേക്ക് അയക്കുകയാണ്. അപ്പം ഇവിടെ നമ്മൾ തൂക്കും. ഇവിടെ തൂക്കുമ്പോൾ പറയും, ഇന്ത്യയിൽ കിലോഗ്രാമിൽ പറയും. ഇന്ത്യയിൽ പറയും അത് 10 കിലോ ഉണ്ട് കേട്ടോ, അപ്പം ഇത്ര രൂപ കൊടുക്കാൻ പറയും. നേരെ കൊണ്ടുപോയി ഗൾഫിൽ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രി അല്ലെങ്കിൽ സ്പെയിനിൽ പോയി അളക്കുമ്പോൾ അവർ പറയുന്നത് പൗണ്ടിലാ. അത് പ്രശ്നമായി. നിങ്ങൾക്കറിയോ, പണ്ട് കാലഘട്ടത്തിൽ നിങ്ങളുടെ വീട്ടിൽ പഴയ ആളുകളുണ്ടെങ്കിൽ അവർ സംസാരിക്കുമ്പോൾ അവർ പറയും എന്തൊരു ദൂരമുണ്ട്. ഇപ്പൊ ചിലപ്പോൾ നമ്മളിപ്പോൾ ഒരു വയസ്സായ ആളോട് കൂടി വഴി ചോദിക്കാൻ പോകുന്ന കുട്ടിക്കോ നമ്മൾ ചെന്നിട്ട് ചോദിക്കുകയാണ്, ചേട്ടാ ഇവിടുന്ന് എത്ര ദൂരം ഉണ്ടെന്ന് ചിലപ്പോൾ പുള്ളി പറഞ്ഞു കളയും. ഇവിടുന്ന് ഒരു 1.5 ഫർലോങ് ദൂരം ഉണ്ടെന്ന് ചിലപ്പോൾ പുള്ളി പറഞ്ഞു കളയും. അങ്ങനെയൊക്കെ പറയും. ഫർലോങ് പണ്ടത്തെ ഒരു സാധന. അല്ലെങ്കിൽ പറയാണ് എത്ര പൊക്കമുണ്ട്, അയാൾക്ക് ഒരു 5.5 അടി പൊക്കമുണ്ട്. കണ്ടോ, 5.5 അടി പൊക്കം. അത് മീറ്റർ അല്ല, സെന്റിമീറ്ററിലെ അടിയാണ്, ഫൂട്ട്. ഗോഡ്. അപ്പൊ 6 അടി പൊക്കം. എൻ്റെ പൊക്കം ശരിക്കും സെന്റിമീറ്ററിലും ഉണ്ട്. എനിക്ക് പൊക്കത്ത് അടി കണക്കിലും പറയാം. അപ്പൊ പല ടൈപ്പ് ആൾക്കാരിൽ നമുക്ക് അളക്കാം. ഇങ്ങനെ ആകെ പ്രശ്നമായി. ഇവിടുന്ന് ഒരു സാധനം ഗൾഫിലേക്ക് അയച്ചു കഴിയുമ്പോൾ, ഗൾഫിൽ ചെന്ന് കഴിയുമ്പോൾ അല്ലെങ്കിൽ സ്പെയിനിൽ ചെന്ന് കഴിയുമ്പോൾ കണക്ക് കൂട്ടാൻ പറ്റുന്നില്ല. കാരണം അവിടെ കിലോയിലാണ്, അവരെ പൗണ്ടിലാണ്. ഇങ്ങനെ ആകെ പ്രശ്നങ്ങളായി. അപ്പൊ എന്ത് ചെയ്തു എന്നറിയോ? ലോകത്ത് മൊത്തം ഇതേ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പേരിട്ട പോലെ സയന്റിസ്റ്റുകൾക്ക് ഒരു ഫോറം ഉണ്ട്. അവരെല്ലാവരും കൂടി തീരുമാനിച്ചിട്ട് എല്ലാവർക്കും കൂടി ഒരു സ്റ്റാൻഡേർഡൈസ് ചെയ്തു. അതാണ് നമ്മൾ പറയാൻ പോണേ. ഇന്റർനാഷണലി ഒരു സിസ്റ്റം ഉണ്ടാക്കി അളക്കാൻ. എന്തിനളക്കാൻ? ഈ സാധനങ്ങളെ അളക്കാൻ. ഈ സാധനങ്ങളെ അളക്കണ ഈ ആളുകളുടെ പേരാണ് നേരത്തെ ട്രീസ പറഞ്ഞ പോലെ. മറ്റേത് ക്വാണ്ടിറ്റി ആണ്. ഈ ആളുകളുടെ പേരാണ്, ഈ അളക്കണ ആളുകളുടെ പേരാണ്. എന്താ ട്രീസ നേരത്തെ പറഞ്ഞേ? ഈ ആളുകളൊക്കെ എന്ത് പേരിട്ട് നമ്മൾ വിളിക്കണേ? യൂണിറ്റ്സ്. ബ്രില്യന്റ് ആൻസർ ആണ് അത്, വിട്ടുപോകാൻ പാടില്ലാത്ത ആൻസർ ആണ്. യൂണിറ്റ് ഇയാളുടെ ഒക്കെ പേര്. ഇവരെല്ലാവരും യൂണിറ്റ്സാ. പൗണ്ട് യൂണിറ്റ്സാ. നിങ്ങൾക്ക് അറിയില്ലാത്തത് നിങ്ങൾ എല്ലാം എഴുതണം കേട്ടോ പിള്ളേരെ. ഞാൻ ഒരുപാട് ഐറ്റം ഇതിനകത്ത് പറയും, എല്ലാം എഴുതണം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിൽ ചുമ്മാ തോന്നുക, അല്ല സാറേ ഈ മൈൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചുമ്മാ ചോദിച്ചോളണം, സാറേ അപ്പൊ മൈൽസ് എന്താണ്? അങ്ങനെ ചോദിക്കുമ്പോഴാണ് കൃത്യമാവുള്ളൂ. എല്ലാം ചോദിച്ചോളണം. സാറേ സ്പീഡ്, അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നണം സാറേ സ്പീഡ് എന്താ തോന്നണം, എല്ലാം ചോദിച്ചോളണം. അപ്പോൾ യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരാളെ അളക്കുമ്പോൾ നമ്മൾ എന്തിലാണ് അളക്കുന്നത് എന്ന് പറഞ്ഞാൽ മീറ്റർ, സെന്റിമീറ്റർ, കിലോമീറ്റർ, മില്ലിമീറ്റർ, ഇതെല്ലാം നീളത്തിന്റെ യൂണിറ്റുകളാണ്. നീളത്തിന്റെ യൂണിറ്റ്. ലൈറ്റ് ഇയർ എന്നൊരു സാധനമുണ്ട്, ലൈറ്റ് ഇയർ. അത് ഏറ്റവും വലിയ യൂണിറ്റ് ആണ്.
കിലോഗ്രാം, ഗ്രാം, ടൺ, മില്ലിഗ്രാം, സെന്റിഗ്രാം, മൈക്രോഗ്രാം എല്ലാം ഉണ്ട്. നാനോഗ്രാം ചെറുത്, തീരെ ചെറിയ പൊടി. ഇവരെല്ലാവരും എന്താണ്? വെയിറ്റിന്റെ അല്ലെങ്കിൽ മാസിന്റെ, വെയിറ്റിന്റെ അല്ല, മാസിന്റെ യൂണിറ്റുകളാണ്. അപ്പൊ അങ്ങനെ പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇന്റർനാഷണലി ഒരു സിസ്റ്റം ഉണ്ടാക്കി. ആരുടെ? യൂണിറ്റ്സിന്റെ. അത് സ്റ്റാൻഡേർഡൈസ് ചെയ്തു. നിങ്ങൾ ലോകത്ത് എവിടെ ചെന്നാലും മാസിനൊരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഉണ്ടാവും. ലോക്കലി ആൾക്കാർ പലതും പറയും, പക്ഷെ സ്റ്റാൻഡേർഡ് ഒരെണ്ണം ഉണ്ടാവും. അതിനെ വിളിക്കുന്ന പേരാണ്, ആർക്കെങ്കിലും പറയാമോ? എന്ത് യൂണിറ്റ്സ് എന്നാ വിളിക്കണേ? ആർക്കെങ്കിലും പറയാമോ? എന്ത് യൂണിറ്റ്സ് എന്നാ വിളിക്കണേ? ആർക്കെങ്കിലും പറയാമോ? ആർക്കെങ്കിലും പറയാമോ? അന്ന് പറഞ്ഞ ആമിന, എന്ത് യൂണിറ്റ്സ് എന്നാ വിളിക്കണേ? SI യൂണിറ്റ്. ബ്രില്യന്റ്. SI യൂണിറ്റ്സ്. SI യൂണിറ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായി പിള്ളേർക്ക്? സിസ്റ്റം എന്നല്ല, ആദ്യം തന്നെ അവരുടെ ഫുൾ ഫോം തിരിഞ്ഞും പറഞ്ഞാൽ കിടക്കണേ. ഇന്റർനാഷണൽ സിസ്റ്റം. സിസ്റ്റം ഇന്റർനാഷണൽ പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. അപ്പൊ SI യൂണിറ്റ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ എന്ത് വരും? അതാണ് നിങ്ങളുടെ നോട്ട്. അതാണ് നിങ്ങളുടെ നോട്ട്. പരീക്ഷയ്ക്ക് വേണ്ടിയല്ല. പരീക്ഷയ്ക്ക് ഇത് എന്താണെന്ന് ചോദിക്കൂല്ല. SI യൂണിറ്റ്, വാട്ട് ഡു യു മീൻ ബൈ SI യൂണിറ്റ്? ഇനി അങ്ങനത്തെ ചോദ്യം ഇല്ല. +1 +2 ഇനി അങ്ങനത്തെ ചോദ്യം ഇല്ല. വളരെ കുറച്ച് സാധനങ്ങളെ അങ്ങനെ ചോദിക്കൂ. അപ്പൊ SI യൂണിറ്റ് എന്താന്നുള്ള കോലം നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടോ? അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ. ഇനി ഡൗട്ട് ഉണ്ടോ? പറഞ്ഞോ. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറഞ്ഞേ. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറഞ്ഞേ. ആരും ഒന്നും പറയണില്ല. ഒരു പ്രശ്നം ആർക്കും ഇല്ല. പ്രശ്നം വരും, നിങ്ങൾ തുടക്കം ചോദിക്കാനുള്ള ഒരു മടിയാ. കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾ ചോദിച്ചു തുടങ്ങും. അപ്പൊ ഞാൻ പറയട്ടെ, ആ 7 എണ്ണം എന്ന് പറഞ്ഞേ മുസിനെ. ആ 7 എണ്ണം പറഞ്ഞേ, ഫണ്ടമെന്റൽ 7 എണ്ണം എന്ന് പറഞ്ഞേ. ഒന്ന് എവിടെ? സൗണ്ട് ഓൺ ആക്കി. ഫണ്ടമെന്റൽ ക്വാളിറ്റീസ് ആണോ? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. മാസ്, ലെങ്ത്, ടൈം, ടെമ്പറേച്ചർ, കറന്റ്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ലൂമിനസ് ഇന്റൻസിറ്റി. ഇത്തരം സാധനങ്ങളാണ് നമുക്ക് കേട്ടോ. മാസ് പല രീതിയിൽ അളക്കാം എന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ അതിനൊരു SI യൂണിറ്റ് ഉണ്ട്. ഏതാണ് SI യൂണിറ്റ്? ആരാ പറയണേ? മാസിന്റെ SI യൂണിറ്റ് ആരാണ്? ആരാ പറയണേ? വെറുതെ അഭിപ്രായം പറഞ്ഞോ. ഐഷ പറ. ഐഷ ഹാൻഡ് റൈസ് ചെയ്ത് പറ. കിലോഗ്രാം. എപ്പോഴും മാസ് സ്റ്റാൻഡേർഡ് ഏതാണ്? കിലോഗ്രാം ആണ് സ്റ്റാൻഡേർഡ്. ഇത് ആ കിലോഗ്രാം എന്ന് എഴുതാം നമുക്ക് വേണ്ടി. കിലോഗ്രാം. അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ആണ് kg. അപ്പൊ ഒരാള് മാസ് എത്രയാന്ന് വെച്ചാൽ ചിലപ്പോ മാസ് 10 kg. അപ്പോ ഇത് കിടക്കുന്നത് എന്തിലാണ്? SI യൂണിറ്റിലാണ്. 10 ഗ്രാമോ അല്ലെങ്കിൽ 20 ഗ്രാം എന്നാണ്. ഇത് SI യൂണിറ്റ് അല്ല. അന്ന യൂണിറ്റ് അല്ലേ? യൂണിറ്റ് ആണ്. അളവില്ലേ? അളവുണ്ട്. അളവെടുത്തിട്ടില്ലേ? ഉണ്ട്. SI യൂണിറ്റിലാണോ എടുത്താണ്? അല്ല. SI യൂണിറ്റിലാണെങ്കിൽ എന്തിൽ പറയണം? കിലോഗ്രാമിൽ പറയണം. ഇതാണ് കറക്റ്റ്. SI യൂണിറ്റ് വെച്ച് ചെയ്യാവുള്ളൂ. ഇത് ശരിയാണോ? ശരിയാണ്. സംഭവം കാണുന്നിട്ടുണ്ട്, പക്ഷെ ഇത് SI യൂണിറ്റ് അല്ല. ഓക്കെ. അടുത്ത ആരാ പറയണേ? ലെങ്ത്. രണ്ടാമത്തെ ലെങ്ത്തിന്റെ SI യൂണിറ്റ് ഏതാ? ആരാ പറഞ്ഞേ? ഐഷ പറയാന്ന് പറയുന്നുണ്ട്. അനന്ത് എന്ന് പറഞ്ഞേ. സെന്റിമീറ്റർ എന്നാണ് അനന്തയുടെ അഭിപ്രായം. വേറെ ആരുടെ അഭിപ്രായം? വേറെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? നോട്ട് അതിന്റെ കൂടെ ആവശ്യമുള്ളത് എഴുതി വെച്ച് സംശയം ചോദിച്ചോളാം. വേറെ ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ? സെന്റിമീറ്റർ എന്നാണ് അപ്പൊ എല്ലാവരുടെ അഭിപ്രായം. ഒന്ന് പറഞ്ഞ ആമിന. എന്താ ആമിന? ആമിന പറഞ്ഞ പോലെ ശരിക്കും മീറ്റർ ആണ്. നമ്മൾ സെന്റിമീറ്റർ ആണെന്ന് ഓർക്കുള്ളൂ, പക്ഷെ ശരിക്കും മീറ്റർ ആണ് അതിന്റെ SI യൂണിറ്റ്. മീറ്ററിനെ റെപ്രസെന്റ് ചെയ്യുന്നത് M ഉപയോഗിച്ചിട്ടാണ്. സ്മോൾ ലെറ്റർ M എവിടെയെങ്കിലും കണ്ടാൽ അപ്പൊ മനസ്സിലാക്കുക അത് മീറ്റർ ആണ്. സ്മോൾ ലെറ്റർ M എവിടെ കണ്ടാലും അത് മീറ്റർ ആണ്. ടൈമിന്റെ യൂണിറ്റ്സുകൾക്ക് ഒന്ന് പറഞ്ഞേ ദുൽഫുക്കാർ. ടൈമിന്റെ യൂണിറ്റ്സുകൾക്ക് ഒന്ന് പറഞ്ഞേ. അറിയാവുന്ന യൂണിറ്റ്സുകൾക്ക് ഒന്ന് പറഞ്ഞേ. ടൈമിന് എവിടെ?
ഏതാ? റോക്കറ്റ്. ഓർത്തു. ടൈം അളക്കുന്ന യൂണിറ്റുകൾ നിങ്ങൾക്ക് പരിചയമുള്ളേ. നീ എത്ര സമയം എടുത്തു എന്ന് ചോദിക്കുമ്പോൾ നീ എന്തിനാ പറയണേ? എത്ര സമയം എടുത്തു എന്ന് പറഞ്ഞാൽ ദുൽഫിക്കറെ സെക്കൻഡിൽ പറയാം ഒന്ന്, പിന്നെ സെക്കൻഡിൽ പറയാം, പിന്നെ മിനിറ്റിൽ പറയാം, പിന്നെ അവറിൽ പറയാം, പിന്നെ അങ്ങനെ എന്തിൽ പറയാം, ഡേയിൽ പറയാം. ദുൽഫിക്കർ എവിടെയാ ഇപ്പൊ ജോയിൻ ചെയ്താക്കണേ? ഏത് സ്കൂളിലാ? മഞ്ഞപ്പുറ. എവിടെയത്? മഞ്ഞപ്പുറ. കാലടി. ശരി കേട്ടോ. അപ്പൊ പിള്ളേർ കേട്ടോ, പല ഐറ്റത്തിൽ അളക്കാം. സെക്കൻഡ്സിൽ അളക്കാം, മിനിറ്റിൽ അളക്കാം, അവറിൽ അളക്കാം. അതിൽ ഏതായിരിക്കും SI യൂണിറ്റ്? ആരാ പറയണേ? SI യൂണിറ്റ് ഏതായിരിക്കും SI യൂണിറ്റ്? ആരാ പറയണേ? മൂസിൻ പറ. SI യൂണിറ്റ് ഏതായിരിക്കും? സെക്കൻഡ്. അബ്സല്യൂട്ട്ലി സെക്കൻഡ്. കണ്ടോ, ചെറിയ കാര്യമല്ലാട്ടോ നിങ്ങൾ പഠിക്കണേ. ജീവിതത്തിൽ മൊത്തം ആവശ്യമുള്ള കാര്യം പഠിച്ചുകൊണ്ടിരിക്കണേ. ഒരു ചായയൊക്കെ ഇടക്ക് കുടിക്കണം. 1.25 മണിക്കൂറാ ഇല്ലേ സന? ഇടക്ക് ഉറക്കം വരണ്ടോ സന? ഇല്ലേ? എത്ര മണിക്ക് എണിച്ചേ സന? എത്ര മണിക്ക് എണിച്ചേ? 5:30. ഇന്നലെ എത്ര മണിക്ക് എണിച്ചേ? ഇന്നലെ എത്ര മണിക്ക് എണിച്ചേ? 7 മണിക്ക്. നന്നായി. അയ്യോ, കുറച്ചേരം ഉറങ്ങാൻ പാടില്ലായിരുന്നോ? എന്തേ 7 മണിക്ക് എണിച്ചേ? അയ്യോ, 7 മണിക്ക്. ദൈവം, 7 മണി വരെ ഉറങ്ങിയോ? നല്ല ഉറക്കാണല്ലോ. അപ്പൊ നമുക്ക് ഇനി എല്ലാ ദിവസവും 6 മണിക്ക് എണിക്കേണ്ടി വരും. എല്ലാ ദിവസവും അല്ല, ഫിസിക്സ് ഉള്ളപ്പോ 6 മണിക്ക് എണിക്കേണ്ടി വരും. 6 മണിക്ക് അങ്ങനെ എണിക്കുമ്പോ ഉറക്കം വരും. ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ? ഉറക്കം വരും. അപ്പൊ എന്ത് ചെയ്യണമെന്നറിയോ? നല്ലൊരു കോഫി, ഇടയ്ക്ക് ഒരു 3/4 മണിക്കൂർ കഴിയുമ്പോൾ ഒരു കോഫി കൊണ്ടുവരാൻ പറയണം. എനിക്ക് ഇടയ്ക്ക് ഉറക്കം വരുന്നുണ്ട്. അപ്പൊ ഞാൻ അതുകൊണ്ട് ഒരു കോഫി കൊണ്ടുവരാൻ പറയുകയാണ്. നിങ്ങൾ കേട്ടിരിക്കുമ്പോൾ ഭയങ്കര ഉറക്കം വരും. ഞാനായിരിക്കണമെങ്കിൽ ഉണ്ടല്ലോ 10 മിനിറ്റുള്ളിൽ ഞാൻ ഉറങ്ങിപ്പോകും. നിങ്ങൾ സ്റ്റുഡൻസ് ആണ് പിടിച്ചു നിൽക്കണു. നമ്മൾ അതിന്റെ ഇന്ററാക്ഷനൊക്കെ മോഡിട്ട് നോട്ടൊക്കെ എഴുതാൻ പറയുന്നത്. ഞാൻ അവിടെ വന്നിരുന്നാൽ, നിങ്ങളുടെ സ്ഥലത്ത് വന്നിരുന്ന് നിങ്ങളാ ക്ലാസ് എടുക്കണമെങ്കിൽ ഞാൻ അപ്പം ഉറങ്ങിപ്പോകും. അത് ഞാൻ നേരത്തെ എണിക്കുന്ന ആളാണ്, കുറെ കൂടെ നേരത്തെ എണിക്കും. ഞാൻ ഇരുന്നാൽ കുറച്ച് നേരം ക്ലാസ് ആരുടെ കേട്ടിരുന്നാലും ഞാൻ ഉറങ്ങിപ്പോകും. അഞ്ഞിപ്പോൾ എന്ത് EQ-ബാനും ശരി, എന്തിനുണ്ടാകും ഞാൻ ഉറങ്ങിപ്പോകും. അപ്പം നിങ്ങൾ ഉറങ്ങാതിരിക്കാനുള്ള സെറ്റപ്പുകൾ നിങ്ങൾ ചെയ്യേണ്ടവർ. എങ്ങനെ ഇതിങ്ങനെ കേൾക്കാണല്ലോ. ഇതെന്താ രസം എന്നറിയോ? നിങ്ങൾക്ക് ആകെ 20 മിനിറ്റേ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ എന്നാണ് ഞങ്ങൾ പഠിച്ചാണ് സൈക്കോളജി. 20 മിനിറ്റ് കൂടുതൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചിരിക്കാൻ പറ്റില്ല. ഇങ്ങനെ ശ്രദ്ധിച്ച് 20 മിനിറ്റ് കൂടുതൽ നമുക്ക് ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ മൂവിക്ക് ഉണ്ടല്ലോ, മൂവീസ്, സിനിമ, ഫിലിമൊക്കെ അത് എന്ത് ചെയ്യുന്നറിയോ? അവരിങ്ങനെ മാറ്റി വിടും. അതായത് ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഈ സീരിയൽ കണ്ടിട്ടുണ്ടോ? ഞാൻ കിടക്കുകയൊക്കെ സീരിയൽ ഇങ്ങനെ കാണൂലേ? അപ്പൊ ഈ സീരിയലിൽ പുതിയ മാറ്റർ ഒന്നും ഇല്ലല്ലോ. ഇങ്ങനെ ആ പഴയ മാറ്റർ തന്നെ ഇങ്ങനെ വലിച്ച് നീട്ടി ഇങ്ങനെ കൊണ്ടുപോകാണല്ലോ. അപ്പൊ കുറച്ചേരം കഴിയുമ്പോൾ തന്നെ ഇവരെന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഇപ്പോൾ 2 സ്ത്രീകൾ തമ്മിലുള്ള സംസാരമാണെങ്കിൽ അവരിങ്ങനെ ആ സംസാരം തന്നെ ഉണ്ട് ശരിക്കും 1 മണിക്കൂർ. അപ്പൊ 10 മിനിറ്റ് ആ സ്ത്രീകളുടെ സംസാരം കാണിച്ചിട്ട് വേഗം വേറെ സ്ഥലത്തെ സംസാരം കാണിക്കും. അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഇൻസിഡന്റ് വീണ്ടും ഈ 10 മിനിറ്റ്. അപ്പത്തേക്ക് ഈ സ്ത്രീകളുടെ സംസാരം 1 മണിക്കൂർ ഇവർ കാണിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സ്ത്രീകളുടെ സംസാരം തന്നെ 1 മണിക്കൂർ കാണിച്ചിട്ടുണ്ടെങ്കിൽ ബോറാവും. അപ്പൊ ഒരു 5 മിനിറ്റ് ഈ സ്ത്രീകളുടെ സംസാരം കാണിക്കും. അപ്പത്തിന് അവിടെ നടക്കണ കാണിക്കും. വീണ്ടും ഈ സ്ത്രീകളുടെ സംസാരം കാണിക്കും. ഇല്ലെങ്കിൽ ആ സ്ത്രീകളുടെ സംസാരം മാത്രം കേട്ടിരുന്ന ബോറാവും. അപ്പൊ നിങ്ങളപ്പോൾ എന്താ ചെയ്യുന്നത്? നിങ്ങളിപ്പോൾ ഇങ്ങനെ എഴുതണു, പഠിക്കണു, കുറച്ച് കഴിയുമ്പോൾ ഒരു കാപ്പിക്കിനെ അതിന്റെ കൂടെ കുടിക്കണു, വീണ്ടും എഴുതണു, പഠിക്കണം. അങ്ങനെയാകുമ്പോൾ എന്ത് ചെയ്യില്ല, പ്രശ്നം വരില്ല. അല്ലെങ്കിൽ ഉറപ്പാണ് പ്രശ്നം വരും. നമുക്ക് ഉറക്കമൊക്കെ വരും. അപ്പൊ ചായ കുടിക്കുന്നതിന് ഒരു പ്രശ്നവും ഇല്ല. ഇതിന്റെ ഇടക്ക് നിങ്ങൾക്ക് പാരൻസിനോട് പറഞ്ഞ് ഓരോ ചായ കുടിക്കാം. അതിപ്പോൾ ഏത് ടീച്ചറിന്റെ ക്ലാസ്സും കുഴപ്പമില്ല. പക്ഷെ ആ ചായ കുടിക്കുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക? ക്യാമറയൊക്കെ ഓൺ ആയിരിക്കണം. ക്യാമറയൊക്കെ ഓഫ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും വളരെ അത്യാവശ്യത്തിന് ഇപ്പം രാവിലെ വീട്ടിലിരിക്കുകയാണ്, എന്തെങ്കിലും പ്രാഥമിക ആവശ്യങ്ങൾക്ക് വളരെ അത്യാവശ്യത്തിന് പോകണം, ടീച്ചറോട് പെർമിഷൻ എടുത്ത് അത്യാവശ്യത്തിന് പോയി, ക്യാമറ അപ്പോഴും ഓഫ് ചെയ്യേണ്ട, പോയി വരാം, ഇരിക്കാം. ഓക്കെ, ശരി. പിന്നെ ക്ലാസ്സിൽ അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞോളാം. ഞാൻ അതൊക്കെ പറയണമെന്ന് ഓർത്താണ്. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പാരൻസ് മീറ്റിംഗ് ഒക്കെ വിളിച്ചിട്ട് നിങ്ങൾ സീരിയസ് ആയിട്ട് പറഞ്ഞുതരാം ഒരു കാര്യങ്ങൾ എന്താണ് ഇൻസ്ട്രക്ഷൻ. പേടിക്കണ്ട. അങ്ങനെ ആകുമ്പോൾ ഇതൊക്കെ ഗുണം ചെയ്യും. എന്നാലേ ഗുണം ചെയ്യുള്ളൂ. 1.25 മണിക്കൂർ നമ്മൾ ഡെയിലി നിങ്ങൾ അപ്പൊ അതിനനുസരിച്ച് ഇപ്പോൾ ഒരു 5:30 മണിക്ക് എണിച്ചു എന്ന് പറഞ്ഞാൽ ഏറ്റവും നേരത്തേക്ക് കിടക്കാനുള്ള സംവിധാനമൊക്കെ ചെയ്ത് രാവിലെ എണീക്കുമ്പോൾ
അതിനെ അങ്ങോട്ട് ഓവർകം ചെയ്യണം നമ്മൾ. ഞാൻ അതാ പറഞ്ഞത്. ഇന്നലെ വരെ മിനിഞ്ഞാന്ന് വരെ എല്ലാ ദിവസവും 7 മണിക്ക് കിടന്നിട്ട് പെട്ടെന്ന് സന 5:30 മണിക്ക് എണിച്ചിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അതിൻ്റെ ഒരു തളർച്ച ഉണ്ടാവും. ഒരു സംശയം കാര്യത്തിലില്ല. സന മാത്രമല്ല, ഞാൻ എക്സാമ്പിൾ, യു ആർ ജസ്റ്റ് ആൻ എക്സാമ്പിൾ. അപ്പോൾ അതുണ്ടാവും. അപ്പോൾ അതിനെ ഓവർകം ചെയ്യണം, റൈറ്റ്? അപ്പോൾ ടൈം നോക്കാം നമുക്ക്. ടൈമിൻ്റെ SI യൂണിറ്റ് അവൻ പറഞ്ഞ പോലെ സെക്കൻഡ്സ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ്. ലെറ്റർ സ്മോൾ ലെറ്റർ എസ് ആട്ടോ സാധാരണ ഉപയോഗിക്കണം. ഓക്കെ, ഇനി അടുത്തത്. ഇർഷാദ് എന്തേ മോനെ ഇടക്ക് ഓഫ് ചെയ്യണേ? എന്ത് ഈ ക്യാമറ ഇടക്ക് ഓഫ് ആവണം നിന്റെ? ആമിന ഒന്ന് പറഞ്ഞ. അടുത്തത് എന്താ മോളെ? ടെമ്പറേച്ചർ എങ്ങനെയാ അളക്കണം ആമിന നമ്മള്? കെൽവിൻ, പിന്നെ ഡിഗ്രി സെൽഷ്യസ്. ബ്രില്യൻ. നല്ല കണക്ഷനാ. ബാക്കിലെ ആമിനയ്ക്ക് നല്ല കണക്ഷൻ ഉണ്ട് ബാക്കിലെ കാര്യങ്ങൾ. ആമിന മലയാളം മീഡിയം. ആമിന ഏതാ പിടിച്ചെന്ന് പറഞ്ഞത്? CBSE ഇംഗ്ലീഷ് മീഡിയം. എവിടെ? ഇലാഹിയ. ഇല്ല. ആമിന നമ്മുടെ അടുത്ത് പഠിച്ചിട്ടുണ്ടോ? ഇല്ല അല്ലേ? ഉണ്ടോ? ഇല്ല, ആദ്യം. ചോദിച്ചാ കേട്ടോ. കൃത്യ കുഴപ്പമില്ല. ആരതിനകത്ത് എന്തോ മലയാളം മീഡിയം പഠിച്ചൊരു കുട്ടിയുണ്ടെന്ന് പറഞ്ഞാണല്ലോ. കുട്ടിയില്ല അല്ലേ? ശരി, ആരും പറഞ്ഞിരുന്നു. അവർക്ക് വാക്കുകൾ കേൾക്കുമ്പോൾ ചെറിയ പ്രശ്നം വരും. ടെമ്പറേച്ചർ നമുക്ക് പല രീതിയിൽ അളക്കാം. ഇപ്പൊ എവിടെ ആമിന ചേർന്നാണ്? പുതുപ്പാടി. ശരി. ടെമ്പറേച്ചർ പല രീതിയിൽ അളക്കാം. ഡിഗ്രി സെൽഷ്യസിൽ അളക്കാം, കെൽവിൽ അളക്കാം. പല സാധനങ്ങളുണ്ട്. നിങ്ങൾ ഇടണം. പനി അളക്കാം, ഡിഗ്രി സെൽഷ്യസിൽ അളക്കാം, കെൽവിൽ അളക്കാം. ഞാൻ പഠിപ്പിക്കും. ദർ ഇസ് എ ചാപ്റ്റർ നമ്പർ, ഐ തിങ്ക് ചാപ്റ്റർ നമ്പർ 12, ഐ തിങ്ക് ചാപ്റ്റർ നമ്പർ 11 നമ്മൾ പഠിപ്പിക്കും. ടെമ്പറേച്ചറിന് ചാപ്റ്റർ ഉണ്ട്, പേടിക്കണ്ട. കെൽവിൽ അളക്കാം, ഡിഗ്രിയിൽ അളക്കാം, ഫാരൻഹീറ്റിൽ അളക്കാം. ഏതാണ് SI യൂണിറ്റ്? ആരാ പറഞ്ഞേ? ഏതാ SI യൂണിറ്റ്? അപ്പൊ ഒരാളാണ്ടോ ആമിനെ തന്നെ എഴുതണം. ഞാൻ കണ്ടോളൂ. കെൽവിൽ അളക്കാന്ന് പറഞ്ഞതും ഡിഗ്രിയിൽ അളക്കാന്ന് പറഞ്ഞതും ഫാരൻഹീറ്റിൽ അളക്കാന്ന് പറഞ്ഞതും ആമിനെ എഴുതണ കണ്ടു. വേറെ ആരും ആമിനെ തന്നെ പറഞ്ഞു, ആമിനെ തന്നെ എഴുതണ കണ്ടു. വേറെ ആരും അങ്ങനെ എഴുതണ കണ്ടില്ല. നിങ്ങൾക്ക് ആ ശീലം ഉണ്ടാവണം. ഞാൻ പറഞ്ഞു, ഐ ടോൾഡ് യു. മറന്നു പോരുത്. ആയി വരും, ഞാൻ ആക്കും ഇൻഷാല്ലാ. അപ്പോൾ ഫാരൻഹീറ്റ് ഞാൻ പറഞ്ഞോളൂ. അപ്പൊ സാറേ എന്തായിരുന്നു അത്? ഒന്നോട് ചോദിക്കണം. സാറേ അത് എന്തായിരുന്നു ഫാരൻഹീറ്റ്? ഞങ്ങൾ എഴുതിയില്ല. അപ്പൊ അത് എഴുതണം വേറെ. ഞാൻ ബോർഡിൽ എഴുതും പോലെ നിങ്ങൾ 10ാം ക്ലാസ് അങ്ങനെ സാറ് തരുന്നത് തന്നെ ഇങ്ങനെ എഴുതി അങ്ങനെ വേണ്ട. ആ മെത്തേഡ് തന്നെ പൊളിക്കുകയാണ് നമ്മൾ. കോടി ശരി. അപ്പൊ ഫാരൻഹീറ്റ് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ചോദിക്കണത് ശരിക്കും. സാറേ ഫാരൻഹീറ്റ് എന്താ ഞാൻ കേട്ടിട്ടില്ല, പരിചയമില്ല. അതെങ്ങനെ എഴുതണേ? ഓക്കെ, ചോദിക്കണം. അപ്പൊ ഓക്കെ, ഏതാ SI യൂണിറ്റ്? ആരാ പറഞ്ഞേ SI യൂണിറ്റ്? വെറുതെ ഒന്ന് പറഞ്ഞു നോക്കി. ഐഷ തഹസീൻ ഒന്ന് പറഞ്ഞു നോക്കി. ഐഷ, സെൽഷ്യസ് ആണോ? ഡിഗ്രി സെൽഷ്യസ് ആണോ? എന്താ ഫിദയുടെ അഭിപ്രായം? ഡിഗ്രി സെൽഷ്യസ്. പൊതുവെ ആർക്കെങ്കിലും വേറെ അഭിപ്രായം ഉണ്ടോ? ട്രീസക്ക് വേറെ എന്തോ അഭിപ്രായമുണ്ട്. എന്താ ട്രീസ? ട്രീസ മാത്രം കെൽവിൻ പറയാം. നമുക്ക് അത് തന്നെ കൊടുക്കാം. കെൽവിൻ, അതാണ് കറക്റ്റ്. സാധാരണ നമ്മൾ ഓർക്കും ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലേ? അല്ല, നമ്മൾ ഓർക്കും ഡിഗ്രി സെൽഷ്യസ് ആണ്. SI യൂണിറ്റ് അതല്ല. ഏതാണ്? കെൽവിൻ ആണ്. ദുൽഫിക്കാർ എഴുതിയോ കൂടെ? എഴുതി. ലെറ്റർ ക്യാപിറ്റൽ K. അപ്പൊ ശരിക്കും SI യൂണിറ്റ് ആരാണ്? കെൽവിൻ ആണ്. ഈ ഡിഗ്രി സെൽഷ്യസ് അല്ല. അന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണ്? ഡിഗ്രി സെൽഷ്യസ് ആണ്. നമ്മുടെ പനി നോക്കുമ്പോഴേ ഒന്ന് പറഞ്ഞേ മൂസിനെ, നല്ല പനി ഉണ്ടെങ്കിൽ എത്ര ഡിഗ്രി ഉണ്ടാവും? നല്ല പനി ഉണ്ടെങ്കിൽ എത്ര ഡിഗ്രി ഉണ്ടാവും? അല്ലെന്നേ, അല്ലടാ ഞാൻ ചോദിക്കട്ടെ. ഞാൻ അറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞുതരാം. അറിയില്ല എന്ന് ആദ്യം തന്നെ പറഞ്ഞ് ഒഴിവാവല്ലേ. ആദ്യം തന്നെ അറിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ പുള്ളി ചോദിക്കൂല്ലോ. മറ്റേത് പുള്ളി ഓരോന്ന് ചോദിച്ചു വരും. പണ്ട് ഞങ്ങളുടെ ഒരു മീറ്റിങ്ങിൽ അങ്ങനെയായിരുന്നു. ഞങ്ങളുടെ ഒരു മാനേജർ വന്നാൽ ഭയങ്കര വഴക്കുണ്ടാക്കും. എന്ത് പറഞ്ഞാലും പുള്ളി വഴക്കാണ്. എന്ത് പറഞ്ഞാലും പറയും. ഇപ്പം നമ്മളൊരു കാര്യം, ഒരു ഫയൽ ഉണ്ടാക്കി കാണിച്ചാൽ പുള്ളി പറയും അത് ഇതിനകത്ത് തെറ്റാന്ന് പറയും. അപ്പൊ നമ്മൾ ആ ഫയൽ ഉണ്ടാക്കി ശരിയാക്കി അപ്പുറം ഫയൽ ഉണ്ടാക്കി അത് പറയും അതിനകത്ത് തെറ്റാന്ന് പറയും. നീ എന്നാ കാണിച്ചു വെച്ചാണെന്ന് ചോദിക്കും. അപ്പൊ ആദ്യം തന്നെ ചോദിക്കുമ്പോൾ തന്നെ സാർ ചെയ്തിട്ടില്ല മാനേജറോടെ നമ്മള്. അപ്പൊ പിന്നെ ഒരു വഴക്കല്ലേ പറയുള്ളൂ. ഏതാ നീ എന്തേ ചെയ്യാത്തെ എന്നല്ലേ ചോദിക്കുള്ളൂ. മറ്റേ ചെയ്തു എന്ന് പറഞ്ഞാൽ ഫയൽ എടുക്കുമ്പോൾ നീ എന്താ ഈ ഫയലിൽ ആദ്യത്തെ പേപ്പറിൽ എഴുതി വെച്ചാക്കണേ, രണ്ടാമത്തെ ഫയൽ പറയും ഇതെന്താ ഇതിനകത്ത് ചെയ്തു വെച്ചാൽ. അപ്പൊ 10 തെറി നമ്മൾ കേൾക്കേണ്ടി വരും, 10 വഴക്ക് കേൾക്കേണ്ടി വരും. മറ്റേ ആദ്യം തന്നെ ചോദിക്കുമ്പോ സാർ അത് ചെയ്തില്ല, അപ്പൊ ഒരു വഴക്ക് കേട്ടാൽ മതി. അപ്പൊ അതുപോലെ മൂസിനോട് ചോദിക്കും, മൂസിൻ സാർ അറിയില്ല. അപ്പൊ പിന്നെ പുള്ളി അടുത്ത ആളിലേക്ക് പൊക്കോളൂല്ലോ. മറ്റേത് എന്തെങ്കിലും പറഞ്ഞാൽ പുള്ളി ചൊറിഞ്ഞ് കേറും. അവിടെ ആദംസിൽ ചോദിച്ചാ അത് ഇനി കിട്ടുന്ന 9 മണിയാവും.
മുണിക്ക് വയ്ക്കാം. ഓക്കെ, നോക്കാം പിള്ളേരെ. ആരാ പറയണേ? നമ്മുടെ വീട്ടിലെ കൊച്ചുങ്ങൾക്ക് അറിയാം നമുക്ക് പനി വരുമ്പോ എല്ലാവർക്കും അറിയാവുന്ന കോമൺ സെൻസ് ഞാൻ ചോദിക്കുന്നത്. ട്രീസ എന്ന് പറഞ്ഞേ, എത്ര ഡിഗ്രിക്ക് വരാം പനി? 100 ഡിഗ്രി വരെ പനി വരാം. 100 ഡിഗ്രിയുടെ മുകളിൽ പനിയാണ് ശരിക്കും പനി എന്ന് പറഞ്ഞാൽ 100 ഡിഗ്രിയുടെ മുകളിൽ വന്നാലാണ് പനിയുള്ളൂ. അല്ല ഞാൻ ചോദിക്കട്ടെ, കൈതാത്തിക്ക് അല്ല സൗണ്ട് ഓഫ് ചെയ്തേ, മോൾ ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ ഐഷ, ഈ വെള്ളം തിളക്കുന്നത് എത്ര ഡിഗ്രിയിലാ? 100 ഡിഗ്രിയുടെ മുകളിൽ. 100 ഡിഗ്രി വന്നാൽ വെള്ളം തിളയ്ക്കും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഐഷ, ഒരു ചോദ്യം ചോദിക്കട്ടെ ഐഷ, നല്ല പനിയുള്ളപ്പോഴേ നമ്മുടെ കൈ കൊണ്ടേ വെള്ളത്തിൽ മുക്കിയാ വെള്ളം തിളയ്ക്കുമോ? ഇല്ല. അതെന്താ ഐഷ? ടൈം വേണ്ടേ? അല്ല ഞാൻ ചോദിക്കട്ടെ, ടൈം മുക്കി വെച്ചോ ഐഷ, കുറെ 2 ദിവസം മുക്കി വെച്ചോ, അപ്പൊ വെള്ളം തിളയ്ക്കും. ട്രീസാണല്ലോ പറഞ്ഞത് 100 ഡിഗ്രിയാണ് പനി ഉണ്ടാവണേന്ന്. അപ്പൊ 100 ഡിഗ്രി വെള്ളം തിളക്കണേന്ന് യാതൊരു സംശയമില്ല. അതെന്താ പിന്നെ കൈ മുക്കുമ്പോൾ വെള്ളം തിളക്കാത്ത? അത് നമുക്ക് പിന്നെ പഠിക്കാം. ചാപ്റ്റർ നമ്പർ 11 നമ്മൾ പഠിപ്പിക്കും. നിങ്ങളുടെ മനസ്സിലിരുന്നോട്ടെ. ഇനി വീട്ടിലെ 100 ഡിഗ്രി പനി എന്ന് പറയുമ്പോൾ തന്നെ 100 ഡിഗ്രിയിലാണല്ലോ ഈ വെള്ളം തിളക്കണേ. നിങ്ങളൊന്ന് ആലോചിച്ചോ. എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് ആലോചിച്ചിട്ട് ചോദിച്ചാൽ മതി കേട്ടോ. ഒരിക്കലും വെള്ളം തിളക്കില്ല. 2 ഐ വിൽ ടെൽ യു ലേറ്റർ. അപ്പൊ ടെമ്പറേച്ചർ എസ് യൂണിറ്റ് ആരാണ്? കെൽവിൻ, ക്യാപിറ്റൽ കെ. കെൽവിൻ ആരാന്നറിയോ? കെൽവിൻ ഈസ് എ ഗ്രേറ്റ് സയന്റിസ്റ്റ്. കെൽവിൻ, വി വിൽ ടെൽ യു ലേറ്റർ. കറണ്ട് നിങ്ങളുടെ ആ ബൾബിൽ എത്ര കറണ്ട് ഉണ്ട്? ആ ബൾബിൽ 100 എന്താണ്? 100 ആരാ പറയണ യൂണിറ്റ്? അർഷദേ, 100 100 വോൾട്ട് എന്ന് ഒരാൾ പറയുന്നുണ്ട്, ചിലർ വാട്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ വേറെ ഐഷ കൈ നോക്കിയായിരുന്നല്ലോ. ആംപെയർ എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും ഉണ്ടോ ആർക്കെങ്കിലും? വേറെ എന്തെങ്കിലും ഉണ്ടോ? ആർക്കില്ല കേട്ടോ. കറക്റ്റ് ആംപെയർ ആണ് ക്യാപിറ്റലേ. അപ്പൊ ഈ വോൾട്ട് വേറെ ആളുടെയാണ്, വാട്ട് വേറെ ആളുടെയാണ്, ആംപെയർ വേറെ ആളുടെ. അപ്പൊ ആംപെയർ ആണ് ഏതിന്റെ? കറണ്ടിന്റെ. വോൾട്ടൊക്കെ നിങ്ങൾക്ക് +2 പിന്നെ പഠിച്ചു, 10ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. വോൾട്ട് എന്ന് പറഞ്ഞ സയന്റിസ്റ്റിന്റെ പേര് അലക്സാണ്ടർ വോൾട്ട്. യുനോ. വാട്ട് എന്ന് പറഞ്ഞ സയന്റിസ്റ്റിന്റെ പേര് ജെയിംസ് വാട്ട്. ആംപെയർ ആൻഡ്രേ ആംപെയർ. അറിയോ? സയന്റിസ്റ്റുകളുടെ പേരാ. സെക്കൻഡ് സയന്റിസ്റ്റുകളുടെ പേരല്ല, കിലോഗ്രാം അല്ല, മീറ്റർ അല്ല. പക്ഷെ കെൽവിൻ സയന്റിസ്റ്റിന്റെ പേരാണ്, ആംപെയർ സയന്റിസ്റ്റിന്റെ പേരാണ്, ജൂൾ സയന്റിസ്റ്റിന്റെ പേരാണ്. ഇത്ര ജൂൾ എനർജി. ഐ വിൽ ടെൽ യു ലേറ്റർ. ആ വൈറസ് അത് ഓം. ഐ വിൽ ടെൽ യു ലേറ്റർ. യൂണിറ്റുകൾ എന്ന് പറഞ്ഞാൽ ചെറിയ സംഭവമല്ല അത്. അങ്ങനെയൊന്നും കുട്ടികൾ പഠിക്കണില്ല എന്നുള്ള വേറെ രസം. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന് സാധാരണ അതിനാണ് നിങ്ങൾ കെമിസ്ട്രിയിൽ ഇനി നിങ്ങൾ പഠിക്കാൻ പോണ സാധനം. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് നിങ്ങൾ ഓർക്കും മാസ് ആണല്ല. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എത്ര ആൾക്കാരുണ്ട് എണ്ണാണത്. ഒരു പ്രത്യേക എണ്ണമാണത്. ആ എണ്ണത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോൾ. MOLE, മോൾ. 6.023 × 10⁻23 കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? അവഗാഡ്രോ നമ്പർ. 10ൽ പഠിച്ച അത് തന്നെ. സ്റ്റേറ്റ് കുട്ടികളാ പഠിച്ചിട്ടുള്ളൂ, CBSE കുട്ടികൾ പഠിച്ചിട്ടില്ല. CBSE കുട്ടികൾ അതൊന്നും പഠിപ്പിച്ചിട്ടില്ല. CBSE കുട്ടികളെ കെമിസ്ട്രി അങ്ങനെയൊന്നും ലെവലിലേക്ക് കടന്നിട്ടില്ല. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സൂപ്പർ സാധന സ്റ്റേറ്റിലെ കെമിസ്ട്രി. CBSE കെമിസ്ട്രി വേറെ ടൈപ്പാ. നല്ലതാണ്, പക്ഷെ വേറെ ടൈപ്പാണ്. ശരിക്കും പഠിക്കേണ്ടത് +1 കെമിസ്ട്രിക്ക് ഗുണം ചെയ്യുന്ന സാധനം സ്റ്റേറ്റ് കെമിസ്ട്രി ആയിരുന്നു. CBSE കെമിസ്ട്രി അത്ര പോരാ, കാരണം അവർ അത്ര ഡീപ്പ് ഈവൻ ഓർഗാനിക് ഒന്നും ടച്ച് ചെയ്യണില്ല. സ്റ്റേറ്റിൽ സൂപ്പറായിട്ട് ഓർഗാനിക് ടച്ച് ചെയ്യുന്നുണ്ട്. ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉണ്ട്. CBSE വേറെ ടൈപ്പ്. അത് 3 ചാപ്റ്റർ റിയാക്ഷനുകളും അങ്ങനത്തെ സാധനങ്ങളാണ്. രസകരമാണ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് അപ് ടു ദാറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് 10th. 9ൽ പഠിക്കേണ്ട ഒരു മോൾ കൺസെപ്റ്റ്, പക്ഷെ അതത്ര സീരിയസ് ആയിട്ട് പഠിക്കൂല കേട്ടോ. ശരി, അപ്പൊ കെമിസ്ട്രി വന്നു കഴിയുമ്പോൾ, മോൾ കൺസെപ്റ്റ് വന്നു കഴിയുമ്പോൾ ടീച്ചർ ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കണയോ നോക്കണം. നിങ്ങൾ ചോദിച്ചോളാം, ടീച്ചർ അത് ഞങ്ങൾക്ക് അറിയില്ല, ടീച്ചർ അത് പറയാൻ അങ്ങോട്ട് പറഞ്ഞോളാം. 40% ടീച്ചർ പ്രിപ്പയർഡ് ആയിരിക്കും, 60% നിങ്ങൾ ഉപയോഗപ്പെടുത്തിക്കോളും. ചില ക്ലാസ്സിൽ ഇപ്പൊ എനിക്ക് മറ്റേ ക്ലാസ്സിലുണ്ട്, 2 ക്ലാസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ആ ക്ലാസ്സിൽ ഒരു 5-8 കുട്ടികളുണ്ട്.
ആ കുട്ടികളാണ് ഈ സാധനമൊക്കെ നമ്മളെ ഈ 60% എത്തിക്കുന്നത്. ബാക്കിയുള്ളവർ വല്ലപ്പോഴും ചോദിക്കും. പക്ഷേ 5-8 കുട്ടികൾ വിടൂല നമ്മളെ. 10 എല്ലാ ക്ലാസ്സിലും അങ്ങനെയുണ്ട് കുറേ കുട്ടികൾ. ആ കുട്ടികളാണ് നമ്മൾ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യണത്. അപ്പം നിങ്ങൾ അങ്ങനെ ആളായി മാറിക്കൊള്ളണം. അങ്ങനെ സ്കൂളിലും അങ്ങനെ തന്നെ. സ്കൂളിൽ ചെല്ലുമ്പോൾ സ്കൂളിലെ ടീച്ചർ എത്ര ലോകത്തെ ഇന്റർനാഷണൽ ടീച്ചർ വന്നാലും ടീച്ചർ പറയുന്നതും നമ്മളും തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പിനെ ഫില്ല് ചെയ്യുന്നത് നിങ്ങളുടെ ചോദ്യങ്ങളാണ്. ഗോഡ് ശരി, നോക്കാം നമുക്ക്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോളാണ്. മോള് റെപ്രസെന്റ് ചെയ്ത് MOL വെച്ചിട്ടാണ്. ഇത്ര റോള് നമുക്ക് വന്നില്ല എന്നുള്ളൂ. കെമിസ്ട്രിയിലാണ് വന്നെ. ലൂമിനസ് ഇന്റൻസിറ്റി നിങ്ങൾക്ക് അത്ര പരിചയമില്ല. അയാളെ ഞാൻ പരിചയപ്പെടുത്തി തരാം. കാൻഡല എന്ന് പറഞ്ഞത്. കാൻഡല, CD, കാൻഡല ഒക്കെ സയന്റിസ്റ്റിന്റെ പേര്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് പരിചയമുണ്ട്. അവസാനത്തെ 2 പരിചയമില്ല. 6ാമത്തെ ആളെ നിങ്ങൾ പിന്നെ പരിചയപ്പെടും കെമിസ്ട്രിയിൽ. 7ാമത്തെ ആളെ നിങ്ങൾ പരിചയപ്പെടൂല ഈ അടുത്തെങ്ങും. ആളുടെ പേരാണ് ലൂമിനസ് ഇന്റൻസിറ്റി. ഈ 7 പേരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കണേ? നമ്മുടെ SI യൂണിറ്റുകൾ എന്ന് വിളിക്കണേ. SI യൂണിറ്റുകൾ ആരുടെ? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ SI യൂണിറ്റുകൾ. ഇതുണ്ടെങ്കിൽ നമുക്ക് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഉപയോഗിച്ചിട്ടാണ് ഏത് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നത്? ദുൽഫുക്കാർ, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഈ 7 ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇനി ഏത് ക്വാണ്ടിറ്റി ഉണ്ടാക്കാൻ പോണേ? അബ്സല്യൂട്ട്ലി ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഫണ്ടമെന്റൽ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന്റെ SI യൂണിറ്റും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ SI യൂണിറ്റ് ഉപയോഗിച്ചിട്ടായിരിക്കും. ലിസൺ, ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്, റൈറ്റ്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആയ മാസും ലെങ്ത്തും ടൈമൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നത്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ SI യൂണിറ്റ് ഉപയോഗിച്ചിട്ടായിരിക്കും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന്റെ എന്തുണ്ടാക്കാൻ പോകുന്നത്? SI യൂണിറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. ഗോട്ട് ഇറ്റ്? ക്ലിയർ? ക്ലിയർ? അത് മനസ്സിലായവർ എഴുതിയോ? എത്ര പേര് എഴുതിയത് ഞാൻ ഈ പറഞ്ഞ പോയിന്റ്? അയ്യോ ഫിദ, വേഗം എഴുത്. ഞാൻ എഴുതി തന്നോ? പെട്ടെന്ന് എഴുത. ട്രാക്കിലേക്ക് വരട്ടെ ഇങ്ങട്. ഇർഷാദെ, എന്തേ നീ മോളിൽ നിന്ന് പ്രിന്റർ നോട്ട് വരുമെന്ന് ഓർത്തിരിക്കുവാണോ? വൈകിട്ട് നിന്റെ വീട്ടിലേക്ക് പ്രിന്റർ നോട്ട് അയച്ചു തരുമെന്ന് ഓർത്തിരിക്കുവാണോ ഇർഷാദെ? അപ്പ എഴുതിക്കൊള്ളാം. മനസ്സിലാവണം. പുതിയ പുതിയ പോയിന്റുകൾ പറയുന്നതൊക്കെ സാർ പറയുമ്പോൾ അതിന് വിട്ടുപോരുതെന്ന് ഓർത്ത് എഴുതാൻ റെഡി ആയിട്ടിരിക്കണം. ഓക്കെ, ഓക്കെ. അങ്ങനെയാണ് SI യൂണിറ്റ് വന്നത്. പുതിയ പുതിയ ഐറ്റത്തിലേക്ക് ഞാൻ കയറും കേട്ടോ. ഞാനിങ്ങനെ കയറും ഇൻഷാ അല്ലാഹ്. ഐറ്റം അടിപൊളി ഐറ്റം വരാം. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഐറ്റമൊന്നുമല്ല. ശരിക്കും നിങ്ങൾ ചോദിച്ച് മനസ്സിലാവാതെ ഒരു സ്റ്റെപ്പ് വെക്കാൻ പറ്റില്ല. കാരണം പ്രോബ്ലംസും അതിന്റെ സൊല്യൂഷനും ഉള്ളൂ. ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ഇത് ഒരു വേറെ രസം എന്താ? നിങ്ങൾ വീട്ടിൽ പോയി പഠിക്കണം. എങ്ങനെയാണെന്നറിയോ? നിങ്ങൾ വീട്ടിൽ പോയി പഠിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ വായിച്ചിട്ടൊന്നുമില്ല. ഇന്ന് പഠിച്ച സാധനം ഞാൻ നാളെ ചോദിക്കും. 5 മിനിറ്റ് ആദ്യം ചോദിക്കും. എല്ലാ ക്ലാസ്സും ചോദിക്കും. ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ചോദിക്കും. ക്യൂബിന്റെ സിസ്റ്റംസിന്റെ ആദ്യം 5 മിനിറ്റ് ചോദിക്കും. എന്നിട്ട് പേര് എഴുതി വെക്കും. പേര് നോട്ട് ചെയ്യാക്കി ഞാൻ പിന്നെ പറഞ്ഞുതരാം എന്താ ചെയ്യണമെന്നുള്ള ആക്ഷനൊക്കെ. അപ്പൊ നിങ്ങൾ എന്താ ഇന്ന് പോയിരുന്ന എങ്ങനെ പഠിക്കണ്ടേ? ഇന്നൊന്നും പഠിക്കാനില്ലല്ലോ, ഈ പുള്ളി കുറെ കുത്തും കോപ അങ്ങനെയാണ്. അപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുമ്പോൾ പ്രിന്റർ നോട്ടൊന്നും ഇല്ല. അപ്പൊ എന്താ പഠിക്കാനുള്ളത്? ഈ സാധനങ്ങൾ ഓരോന്നും എടുത്തു വെക്കുക. എന്നിട്ട് അവർ ഉറപ്പിക്കുക. എന്താ ഉറപ്പിക്കുക? നാളെ ഞാൻ ചോദിക്കുന്നത് അങ്ങനെയൊക്കെ. അപ്പൊ ഓരോന്നും ഉറപ്പിക്കണം. ഡിറൈവ്ഡ് ഇങ്ങനെ ആലോചിക്കണം. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഇതിന്റെ എന്തൊക്കെയായിരിക്കും? ഇത് 7 സാറ് പഠിക്കാൻ പറഞ്ഞു. ആ 7 അങ്ങോട്ട് ശരിക്കും വീണ്ടും വീണ്ടും പഠിച്ചു. ലെറ്ററുകൾ ഇതെന്ത് വരും? കിലോഗ്രാം ഇതൊക്കെ വരാം. അതിൽ കിലോഗ്രാം ആട്ടം എടുക്കണ്ടേ. ഇങ്ങനെ ഉറപ്പിക്കുകയാണ്. മനസ്സിൽ ഇടിച്ചങ്ങോട്ട് ഉറപ്പിക്കാനാണ് പഠിക്കുക എന്ന് പറയുന്നത്. ചിലവർക്ക് അരമണിക്കൂർ കൊണ്ട് പഠിച്ചു തീരും. ബേസിക് കാര്യങ്ങൾ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കൊച്ചിനെ വിളിച്ച ആമിനെ വിളിച്ചപ്പോൾ ആമിന അബ്ദുൽ റഷീദ് ചില കാര്യങ്ങൾ കെൽവിൻ ഡിഗ്രി സെൽഷ്യസ് ഞാൻ പറഞ്ഞു. നല്ല ബേസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ചില 10ാം ക്ലാസ്സിൽ നിന്നും 9ാം ക്ലാസ്സിൽ നിന്നും കുറെ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ട്. അങ്ങനത്തെവർക്ക് ചിലപ്പോൾ ഒരുപാട് സമയം ചിലപ്പോൾ വേണ്ട വരില്ല. ബാക്കിയുള്ളവർ ചിലപ്പോൾ അത് കിട്ടാത്തതുണ്ട്. കിട്ടാത്ത പല കുഴപ്പവും കൊണ്ടാ. ചിലപ്പോൾ ഈവൻ ഒരു അസുഖം വന്നാൽ മതിയല്ലോ. കൊറോണ വന്ന് നമ്മൾ ശരിക്കും ബേസ് പൊളിച്ചു കളഞ്ഞിട്ടുണ്ട് കൂടുതൽ കുട്ടികളുടെ. അപ്പൊ അവർ +1 വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യണം? ഇനി അവർ ഇത്തിരിയോടെ പണിയെടുത്തിട്ട് ആ പഴയ സാധനം കൂടെ ഒന്ന് ഉറപ്പിക്കണം. അതിന് ഞങ്ങളെ ഉപയോഗപ്പെടുത്താം. യൂട്യൂബ് ഉപയോഗിക്കാം. യൂട്യൂബ് നല്ലൊരു സാധനമാണ്. ഇപ്പൊ ഒരു ഡിവൈഡ് ചെയ്യാൻ അറിയില്ല,
സംശയമുണ്ട്. അപ്പം നമ്മൾ ഈ വീട്ടിലിരുന്ന് ഉറപ്പിക്കുമ്പോൾ നമുക്ക് സംശയം വരികയാണ്, അയ്യോ ഇത് എങ്ങനെയാ ഇപ്പോൾ ഡിവൈഡ് ചെയ്യണേ? സാറിനോട് ചോദിക്കാൻ പറ്റും 3/4. എനിക്ക് സംശയമാണ് 3/4 ഡിവൈഡ് ചെയ്യാൻ. അല്ലെങ്കിൽ ഈ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചുമ്മാ ഡിവൈഡ് ചെയ്യാൻ നമുക്ക് സംശയമാണ്. അപ്പോൾ നമ്മൾ ചുമ്മാ യൂട്യൂബിൽ ഹൗ യു ക്യാൻ ഡിവൈഡ് 3/4, അപ്പോൾ പല സ്റ്റെപ്പ്, അപ്പോൾ ഒന്ന് മനസ്സിലാവും. അത് ശരിക്കും 3ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ചാനലായിരിക്കും. വളരെ നല്ലതാണത്, നമുക്കത് ഉപയോഗപ്പെടും. നമ്മൾ എഴുതി ഇങ്ങനെ പഠിച്ച് ക്ലിയർ ആയത് ഇങ്ങനെ പണിത് മുകളിലേക്ക് പോയി കഴിയുമ്പോൾ പഠനം ഭയങ്കര എളുപ്പമാവും. ഇല്ലെങ്കിൽ നിങ്ങളെ ഡെങ്ങേറാവും. ബിക്കോസ് യു ഹാവ് ഓപ്റ്റഡ് എ വെരി വാസ്റ്റ് ബ്രാഞ്ച് കോൾഡ് സയൻസ്. അപ്പോൾ ഇങ്ങനെ പയ്യെ നമ്മൾ എന്ത് ചെയ്യും? ഗ്രാജുവലി ഡെവലപ്പ് ആവും. ഇതിനകത്ത് ഈ പറഞ്ഞു വരുമ്പോൾ കുറേ ഉടായ്പകളുണ്ടാവും, പണിയൊന്നും എടുക്കാൻ പറ്റാതെ. അവർക്ക് വേണ്ടി വേറെ പണി നമ്മൾ സെറ്റ് ചെയ്യും. ഇവിടെ കൊണ്ടുവരാൻ, ഇമ്പോസിഷൻ എഴുതാൻ, ഇവിടെ വന്ന് ഡെയിലി ക്വസ്റ്റ്യൻ ചോദിക്കും, പറയാത്തവർ ഇവിടെ കൊണ്ട് പാരൻസിന് വിളിക്കും. അത് വേറെ പണി നടക്കും. ഓക്കെ, ശരി. എനിവേ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി അപ്പം നിങ്ങളെ ഒരു സാധനം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ പറയാൻ പോട്ടെ, എൻ്റെ മുകളിൽ നമ്മൾ പയ്യെ പറഞ്ഞു പോകും. പല സാധനങ്ങൾ വിട്ടുപോകും. അതുകൊണ്ട് ഞാൻ നോട്ട് എഴുതി വയ്ക്കും, ചില കാര്യങ്ങൾ മറന്നു പോകും. ഇപ്പം തന്നെ നോക്കിയപ്പോൾ ഒരു സാധനം ഞാൻ മുമ്പ് പറയേണ്ടതാ. ഈ SI യൂണിറ്റ് പോലെ പണ്ടുണ്ടായിരുന്ന സിസ്റ്റമാണ് FPS യൂണിറ്റ് എന്ന് പറയും, MKS യൂണിറ്റ് എന്ന് പറയും, CGS യൂണിറ്റ്. ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ടില്ല, എന്നാലും നോക്കി കിട്ടുക. അതായത് ഈ F ഫൂട്ടിനെ കാണിച്ചുകൊണ്ടിരിക്കും. ഫൂട്ട്, പൗണ്ട്, സെക്കൻഡ്. ഇത് മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്. ഇത് സെന്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ്. അത് പണ്ടുണ്ടായിരുന്ന യൂണിറ്റുകൾ. അതൊക്കെ അത് SI യൂണിറ്റ് ഉണ്ടാവുന്നതിന് മുമ്പ് പല സ്ഥലത്തും ഉപയോഗിച്ചുകൊണ്ടിരുന്ന യൂണിറ്റ് ഇതായിരുന്നു, FPS. ഫൂട്ട്, പൗണ്ട്, സെക്കൻഡ്. ഫൂട്ട് അടി, അത് ഞാൻ നേരത്തെ ലെങ്ത്തിന് അളക്കും. പിന്നെ ഇത് വെയിറ്റിന് അളക്കും, മാസിന് അളക്കും. ഇത് ടൈമിന്. അപ്പോൾ ലെങ്ത് ഫൂട്ടിൽ അളന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, റഷ്യയിലും സ്പെയിനിലൊക്കെ മാസ് പൗണ്ടിലാണ് നടന്നുകൊണ്ടിരുന്നത്. ടൈം അന്നും സെക്കൻഡിലാണ്, അവിടെയും സെക്കൻഡിലായിരുന്നു. അന്ന് ആ സിസ്റ്റത്തെ വിളിച്ചുകൊണ്ടിരുന്നതാണ് FPS സിസ്റ്റം. പിന്നെ MK സിസ്റ്റം ഉണ്ടായിരുന്നു, മീറ്റർ ഉണ്ടായിരുന്നു. ഇതാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കിലോഗ്രാം ഉണ്ടായിരുന്നു, സെക്കൻഡ് ഉണ്ടായിരുന്നു. ലെങ്തിനെ മീറ്ററിൽ അളന്നുകൊണ്ടിരുന്നു, മാസിന് കിലോഗ്രാമിൽ, സെക്കൻഡിൽ. അന്നൊരു സിസ്റ്റം ഉണ്ടായിരുന്നു, MK സിസ്റ്റം. നമ്മുടെ SI യൂണിറ്റിൽ ഇത് തന്നെ ഉപയോഗിക്കുന്നത്. പക്ഷെ ബാക്കി 4 കുറിച്ച് അവർ പറഞ്ഞുകൊണ്ടിരുന്നില്ല. നമ്മളെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് SI യൂണിറ്റ് ഉണ്ടാക്കിയത്. പിന്നെ പണ്ടൊരു സിസ്റ്റം ഉണ്ടായിരുന്നു, CGS. സെന്റിമീറ്റർ ഉണ്ടായിരുന്നു, അളക്കാൻ എല്ലാം യൂണിറ്റ് സെന്റിമീറ്ററിലാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. മറ്റേ ഗ്രാമിലാണ് വെയിറ്റ്, മാസെല്ലാം അളന്നുകൊണ്ടിരുന്നത്. ടൈം എല്ലാം സെക്കൻഡിലാണ്. അത് CGS സിസ്റ്റമാണ്. അങ്ങനെ പല സിസ്റ്റവും ഉണ്ടായിരുന്നു. ഇതെല്ലാം പൊളിച്ചു കളഞ്ഞിട്ട് ഉണ്ടാക്കിയ സിസ്റ്റമാണ് SI യൂണിറ്റ്. അതെന്തോ എഴുതിയാ? ഇത് പറഞ്ഞൊക്കെ എഴുതിയാ? ഇതൊക്കെ എഴുതിയിട്ട് ഇതെല്ലാം പൊളിച്ചു കളഞ്ഞിട്ട് ഉണ്ടാക്കിയതാണ് SI യൂണിറ്റ്. അതൊക്കെ എഴുതിയാ? മോനെ എഴുതണോ? അത് ഞാൻ പഠിപ്പിക്കാം നിങ്ങളെ. അതും എഴുതണം. കെമിസ്ട്രി അനീറ്റ മിസ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു പോവും. ഗ്യാസിൽ ഇങ്ങനെ ഉണ്ട് കേട്ടോ, ടീച്ചർ ചിലപ്പോൾ നോട്ട് ചില വേറെ തരും. കെമിസ്ട്രിയിൽ കുറച്ച് നോട്ടുകൾ തരും, പക്ഷെ മാത്സിലും തരില്ല. മാത്സിൽ സാറ് ചിലപ്പോൾ ഫോമുല പിന്നെ തരും. പക്ഷെ അതിന് മുന്നേ നിങ്ങളുടെ മനസ്സിലാവുന്ന കോലത്തിൽ യു ഹാവ് ടു റൈറ്റ്. ദാറ്റ് ഈസ് കോൾഡ് യുവർ നോട്ട്ബുക്ക്. മറ്റേത് ടീച്ചറിന്റെ നോട്ട്ബുക്കാ, മറ്റേ സാറിന്റെ നോട്ട്ബുക്കാ. ആ നോട്ട് തരുന്നത് പ്രതീക്ഷിക്കരുത്. വി വിൽ ട്രെയിൻ യു ടു ദാറ്റ് ലെവൽ. ഓക്കെ, നോക്കിയോ? അപ്പൊ എന്തായി? അതാണ് SI യൂണിറ്റ്. ഇനി ഞാൻ പറയേണ്ട വേറൊരു പോയിന്റ് കൂടെ ഉണ്ട്. എനിക്ക് പറയണമെന്നറിയോ? ഇതൊന്നും കൂടാതെ ഉണ്ടല്ലോ പിള്ളേരെ, നമ്മുടെ ഈ ക്വാണ്ടിറ്റി 7 ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ബാക്കി എല്ലാം ഡിറൈവ്ഡാ. ലോകത്ത് എത്ര ഡിറൈവ്ഡ് ഉണ്ടെന്ന് അറിയോ? കോടിക്കണക്കിന് ഡിറൈവ്ഡ് ആൾക്കാരുണ്ട്. പുതിയത് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക ഡിറൈവ്ഡ്. എന്തുകൊണ്ടാണ് ലെങ്ത് ഉപയോഗിച്ച് ഈ 7 ഉപയോഗിച്ച് എന്തുകൊണ്ടാക്കാന്ന്? വോൾട്ടേജ്, പവർ, എനർജി, ഹീറ്റ് എനർജി, പൊട്ടൻഷ്യൽ എനർജി, എന്തോരം ഐറ്റം ഉണ്ടെന്ന് വെച്ചാൽ കണക്കില്ല. വർക്ക്, ഡിസ്പ്ലേസ്മെന്റ്, ടോർക്ക്, ആംഗുലാർ വെലോസിറ്റി, ലീനിയർ വെലോസിറ്റി, മൊമെന്റം, ഇതൊക്കെ കേട്ടിട്ടില്ലേ? ഇതെല്ലാം ഈ 7 ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതാണ് എല്ലാം ഡിറൈവ്ഡ് കൊണ്ട്. ഇനി ഇത് രണ്ടും അല്ലാത്ത ഒരാൾക്കാരുണ്ട്. അയാളുടെ പേരാണ് രണ്ടും കെട്ടതെന്ന് പറയില്ലേ, ആണും പെണ്ണും. അതുപോലെ സപ്ലിമെന്ററി. രണ്ടുമല്ല, സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ് ഉണ്ട്. സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ്. അപ്പൊ എന്താ നിങ്ങൾ എഴുതി വെച്ചു? എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആ കോല എഴുതി വെച്ചു. ചിലവരിങ്ങനെ രണ്ടും കെട്ടതെന്നായിരിക്കും ചിലവർ എഴുതുന്നത്, പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി. രണ്ടുമല്ല, ഫണ്ടമെന്റലും അല്ല, ഡിറൈവ്ഡും അല്ല, സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ്.
സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസിലെ ഒരാളാണ്, നിങ്ങൾക്ക് നല്ല പരിചയമുള്ള ആളാണ്. അയാളാണ് ആംഗിള്. ആംഗിള് സപ്ലിമെന്ററി ആണ്, അതായത് ഡിറൈവ്ഡും അല്ല ഫണ്ടമെന്റലും അല്ല. ഒന്ന്, സാധാരണ നമ്മൾ അളക്കണ ആംഗിൾ ഉണ്ടല്ലോ, നമ്മൾ അളക്കണ ആംഗിള് നിങ്ങൾ നേരത്തെ പറഞ്ഞ ഡിഗ്രി, അത് സെൽഷ്യസ് അല്ല, ചുമ്മാ ഡിഗ്രി എന്ന് വിളിക്കും. നമ്മൾ ഡിഗ്രി എന്നൊക്കെ വിളിക്കും. ആംഗിൾ അളക്കുന്ന ഡിഗ്രിയിലാണ്, സാധാരണ നമ്മൾ അളക്കുന്ന ഡിഗ്രിയാണ്. പ്രൊട്രാക്ടറിൽ പറയില്ലേ 30 ഡിഗ്രി 90 ഡിഗ്രി എന്ന് മാത്സിലൊക്കെ പറയില്ലേ, അത് ആംഗിളാണ്. ഈ ആംഗിൾ പോലെ തന്നെ വേറൊരു സാധനമുണ്ട്, ആംഗിളിന്റെ പേരാണ് സോളിഡ് ആംഗിൾ. അപ്പൊ 2 ഉണ്ട്, സോളിഡ് ആംഗിളും ഉണ്ട്. ഈ ആംഗിൾ അപ്പൊ ശരിക്കും പേര് നമ്മൾ പണ്ട് വിളിച്ചിരിക്കുന്ന ആംഗിളിന്റെ ശരിക്കുള്ള പേരെന്താണെന്നറിയോ? പ്ലെയിൻ ആംഗിൾ എന്നാണ്. പ്ലെയിൻ ആംഗിൾ. നമ്മൾ പ്രൊട്രാക്ടറിലേക്ക് അളന്നുകൊണ്ടിരിക്കുന്ന അങ്ങനെ തന്നെ നിങ്ങൾ എഴുതണം കേട്ടോ. നിങ്ങൾ അങ്ങനെ തന്നെ എഴുതിക്കോ. നമ്മൾ പ്രൊട്രാക്ടർക്ക് ഉപയോഗിച്ച് അളന്നുകൊണ്ടിരുന്ന ആളുടെ പേരാണ് സാധാ ആംഗിൾ. അയാളുടെ ശരിക്കുള്ള സയൻസിലെ ഫിസിക്സിലെ പേരാണ് പ്ലെയിൻ ആംഗിൾ. അല്ലാതെ വേറൊരു ടൈപ്പ് ആംഗിൾ ഉണ്ട്. ആ ആംഗിൾ നിങ്ങൾ ഇപ്പൊ പഠിക്കണില്ല, ചുമ്മാ പേര് മാത്രം പഠിച്ചു വെക്കുക. അയാളുടെ പേരാണ് സോളിഡ് ആംഗിൾ. ഓക്കെ, ഇനി ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഇത് സപ്ലിമെന്ററി ആണ്. ഇനി എന്റെ ചോദ്യം എന്നറിയോ? കേട്ടോ, ഈ ആംഗിളിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ഏതാന്ന് ആർക്കെങ്കിലും പറയാമോ? പണ്ട് നമ്മൾ പറഞ്ഞിരുന്നു ലെങ്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എൽ ആണെന്ന് പറഞ്ഞിരുന്നു. ആംഗിളിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ആർക്കെങ്കിലും പറയാവോ? ഒന്ന് പറഞ്ഞു നോക്കിയ മൂസിനെ, എന്തെങ്കിലും പറഞ്ഞോ? ശരിയോ തെറ്റൊന്നും ഇവിടെ പ്രശ്നമില്ല. നാളെ പറയുമ്പോ തെറ്റരുത്. ലെറ്റർ അല്ലല്ലോ, ഒരു ചിഹ്നല്ലേ? പറഞ്ഞോ. ബ്രില്യന്റ്. ഏതാ ചിഹ്നം? നമ്മൾ ഈ കോണൊക്കെ ചിഹ്നം. കോൺ. ആ ചിഹ്നത്തിന്റെ പേരാണ് തീറ്റ. തീറ്റ. ഇങ്ങനെ ഉണ്ടാ, അവൻ പറഞ്ഞത് കറക്റ്റാ. ഒരു ചിഹ്നമാണ്, അത് ലെറ്ററാണ്. അതാ രസം, അതൊരു ലെറ്ററാണ്. തീറ്റ. തീറ്റ ഓർക്കണ്ടോ? പരിചയമുണ്ടോ പിള്ളേർക്ക്? തലയാട്ടിക്ക് പരിചയമുണ്ടോ? അല്ലെങ്കിൽ ഞാൻ ചിലപ്പോ എനിക്ക് ഓർമ്മയില്ല, സാറുമാരിങ്ങനെ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ തീറ്റ ഇങ്ങനെ ഉണ്ടാ. ആ തീറ്റ പരിചയമുണ്ടോ? മറ്റേ സാധാ തീറ്റ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈ ചിഹ്നം പരിചയമുണ്ടോ? സാധാ തീറ്റ ജനിച്ചപ്പോ പോലെ പരിചയമാണല്ലോ, അതല്ല. ഈ തീറ്റ എങ്ങനെയാണ്? ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ, റൈറ്റ്, വളച്ചിടും. ഇത് ശരിക്കും ലെറ്ററാ. ആരുടെ ലെറ്ററാന്നറിയോ? എന്താ രസം എന്നറിയോ? നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റ് ഒക്കെ തീർന്നു പോവും. ABCDE ഇതെല്ലാം ഉപയോഗിച്ച് തീർന്നു കഴിയുമ്പോ എവിടെ നിന്ന് എടുത്തു? ഗ്രീക്കിൽ നിന്ന് എടുത്തു. അപ്പൊ ഇത് ആരുടെ ലെറ്റർ? ആ ഗ്രീക്കിന്റെ ലെറ്റർ ആണ് തീറ്റ. നിങ്ങൾ കേട്ടോ വേറെ? ലാംഡ, മ്യൂ, റോ, ആൽഫ, ബീറ്റ, ഗാമ, ഇതെല്ലാം ഏത് ലെറ്ററുകളാ? ഗ്രീക്കിലെ ആൽഫബറ്റ്സ് ആണ്. നമുക്കിവിടെ തികയാത്തോണ്ട് നമ്മൾ എടുത്തതാ. അപ്പൊ ആംഗിളിന് ഏതാ ലെറ്റർ? തീറ്റ. സോളിഡ് ആംഗിളിന് അതുപോലൊരു സാധനമുണ്ട്, ഒമേഗ. ഉണ്ടാ ഇങ്ങനെ കേട്ടോ? ഒമേഗ. ഓം. പണ്ടത്തെ ഓം, റെസിസ്റ്റൻസിന്റെ ഓം. അത് തന്നെ, ഒമേഗ. ഇതിന്റെ പേര് ശരിക്കും എന്താണ്? ഒമേഗ. ഓം നമ്മൾ വിളിക്കണമെന്നുള്ളൂ, ഒമേഗ. ഇതിന്റെ പേര് തീറ്റ. ഇനി ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ നിർത്തുക. 45 നമ്മൾ നിർത്തണം. ആംഗിൾ ഡിഗ്രി അല്ല കേട്ടോ, SI യൂണിറ്റ്. ശരിക്കും മനസ്സിലാക്കുക, SI യൂണിറ്റ് ഡിഗ്രി അല്ല. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡിഗ്രി നമ്മൾ എളുപ്പത്തിനാ. SI യൂണിറ്റ് പേരാണ് റേഡിയൻ. റേഡിയൻ ഇതാണ് അവന്റെ SI യൂണിറ്റ്, ഇതല്ല റേഡിയൻ. റേഡിയൻ നമ്മൾ ഷോർട്ട് ഫോമിൽ റെപ്രസെന്റ്, മീറ്ററിന് M ആണെങ്കിൽ റേഡിയന് റാഡ്. സോളിഡ് ആംഗിൾ ഇതുപോലെ തന്നെ സിമിലർ ഒരു സാധനമാണ് സ്റ്റെറേഡിയൻ. റേഡിയന്റെ കൂടെ ഒരു STയോടെ ചേർക്കണം. സ്റ്റെറേഡിയൻ, ലെറ്റർ SR. അപ്പൊ സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസും നിങ്ങൾ പഠിച്ചു. 2 സപ്ലിമെന്ററി, 7 ഫണ്ടമെന്റൽ, പിന്നെ ബാക്കിയെല്ലാം ഡിറൈവ്ഡ്. ഓക്കെ, അപ്പൊ ഇതുകൂടെ നമ്മൾ നിർത്തുകയാണ്. സമാധാനത്തോടെ വീട്ടിൽ പോയി സമയം വർക്ക് ചെയ്യണം. ഇതെല്ലാം ചോദിച്ചിട്ടാണ് ഞാൻ നാളെ തുടങ്ങുള്ളൂ. അത് മാത്രമല്ല, നാളെ തുടങ്ങണ മാത്രമല്ല, ഇത് വെച്ചിട്ടാണ് ഇനിയുള്ള ചാപ്റ്റർ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ഡൗട്ട് ഉള്ളവർക്ക് ഇവിടെ നിൽക്കാം. ഡൗട്ട് ഉള്ളവർക്ക് നിന്ന് പേഴ്സണലായിട്ട് എന്ത് ഡൗട്ട് വേണമെങ്കിലും ചോദിക്കാം. ബാക്കിയുള്ളത് ലീവ് ചെയ്യാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു sir. Have a nice day. ഓക്കെ, ബൈ. താങ്ക് യു സാർ. ഓക്കെ.